ജയന്തൻ ശൂലവുമായി ശബ്ദമുണ്ടാക്കാതെ ചാവടിക്കുള്ളിലേക്കു കയറി. വിഷ്ണുദേവൻ ഉറങ്ങിക്കാണുമെന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം തന്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന് അയാൾ ഉറപ്പിച്ചു. എങ്ങനെയെങ്കിലും തന്നെ തോൽപ്പിക്കുന്നവളെ വകവരുത്തുകയായിരുന്നു ജയന്തന്റെ ലക്ഷ്യം. വിഷ്ണുദേവന് ആപത്തു പിണഞ്ഞാൽ പിന്നെ യക്ഷി ഇവിടെ കഴിയുകയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ജയന്തൻ അകത്തു കടന്നു. കോൽ വിളക്കിലെ തിരി മങ്ങിക്കത്തുന്നുണ്ട്. എണ്ണയുണ്ടെങ്കിലും തിരിയുടെ അഗ്രം അകത്തേക്ക് വലിഞ്ഞിരിക്കുന്നതാണ് അയാൾ കണ്ടത്. ആ മങ്ങിയ വെളിച്ചത്തിൽ വിഷ്ണുദേവൻ മലർന്നു കിടക്കുന്നതും അയാൾ കണ്ടു. തന്നെ വിഷ്ണു കണ്ടിട്ടില്ലെന്ന് ആ കിടപ്പു കണ്ടാൽ ഉറപ്പായിരുന്നു. വിഷ്ണുദേവൻ ഉണർന്നു കിടക്കുന്നില്ലെന്ന് ബോധ്യമായപ്പോൾ ജയന്തൻ വിളക്കിന്റെ തിരി അല്പം നീട്ടിവെച്ചു. അപ്പോൾ തിരിനാളം അല്പം താണ ശേഷം വീണ്ടും ഉയർന്നു കത്തി. അതോടെ വിഷ്ണുവിനെ അയാൾക്ക് നല്ലവണ്ണം കാണാമായിരുന്നു. താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഒരിക്കലും തെറ്റുപറ്റാൻ പാടില്ലാത്തതാണെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ ലക്ഷ്യം ഒരിക്കലും തെറ്റരുതെന്ന് ഉറപ്പിച്ചുകൊണ്ട് ശൂലം അയാൾ ശരിക്ക് കയ്യിൽ ഉറപ്പിച്ച് വിഷ്ണുദേവന്റെ തലയ്ക്കൽ പോയിരുന്നു. വിഷ്ണുദേവന്റെ കഴുത്താണ് അയാളുടെ ലക്ഷ്യം. അവിടം തന്നെ ശരിപ്പെടുത്തി വെച്ച് ശൂലത്തിന്റെ തൂക്കുനോക്കി ബോധ്യം വരുത്തിയ ശേഷം ജയന്തൻ ശൂലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഞ്ഞുകുത്തി. ശൂലം വിഷ്ണുദേവന്റെ കഴുത്തിൽ തന്നെ അമർന്നു. പക്ഷെ അയാൾ ചലിക്കുന്നില്ല. അതുപോലെ നിശ്ചലനായി ഉറങ്ങിക്കിടക്കുന്നു. ആ മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ല. കഴുത്തിൽ നിന്നും രക്തം ഒലിക്കുന്നുമില്ല. ജയന്തന് ആകെ പരിഭ്രമമായി. എന്താണിത്? ഇങ്ങനെയൊരു പ്രതിഭാസം ആദ്യമായിട്ടാണ് കാണുന്നത്. ജയന്തൻ ശൂലം വീണ്ടും മേൽപോട്ടുയർത്തി. ഒരു തവണ കൂടി പരീക്ഷിച്ചു കളയാമെന്നു കരുതി വിഷ്ണുദേവന്റെ കഴുത്തിൽ ആഞ്ഞുകുത്തി. അപ്പോഴും വിഷ്ണുദേവന്റെ സ്ഥിതി അതുതന്നെയായിരുന്നു. അയാൾക്ക് യാതൊരു ചലനവുമില്ല. ഇനി എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നു ഒരു സ്ത്രീരൂപം. കാഴ്ചയിൽ അതീവ സുന്ദരി, സർവാഭരണ വിഭൂഷിതയാണ്. മാറിൽ വസ്ത്രങ്ങളില്ല. കസവു നൂലുകൾ കൊണ്ട് നെയ്ത മുണ്ട് പൊക്കിളിന് താഴെ വെച്ച് ഉടുത്തിരിക്കുന്നു. എവിടെയോ വെച്ച് കണ്ട ഓർമ്മ അയാളിൽ കടന്നു വന്നു. ഓ, ഇപ്പോൾ ഓർക്കുന്നു, അന്ന് കണ്ണാടിയിൽ കണ്ടതാണ്. അതെ, ആ യക്ഷി തന്നെ. ഇന്നാണ് അവളെ നേരിട്ട് അടുത്തു കാണുന്നത്. സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം. അവളുടെ നഗ്ന ശരീരം കണ്ട് ജയന്തൻ കോരിത്തരിച്ചുപോയി. യക്ഷികൾക്ക് ആരോടും അങ്ങനെ പ്രത്യേകതയൊന്നുമില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ ശൂലം തടിച്ചുവരിലെ വിടവിൽ നാട്ടിയ ശേഷം അവളുടെ അടുത്തേക്ക് നടന്നു. അടുത്തു ചെന്നപ്പോൾ അവൾ പിന്നോട്ടു പോയി. പുറത്തേക്കുള്ള വാതില് കടന്ന് അവൾ മുറ്റത്തേക്കിറങ്ങി. ജയന്തൻ പിന്നാലെയും. മുറ്റത്തിറങ്ങിയ അവൾ മുകളിലേക്ക് വരുന്നതാണ് ജയന്തൻ കണ്ടത്. ഏകദേശം 3 നാൾ ഉയരത്തിലായപ്പോൾ അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ പെട്ടെന്ന് ഓടി അകത്തു കയറി ശൂലമെടുത്തുകൊണ്ട് ദേവപ്രിയയുടെ മാറിടത്തെ ലക്ഷ്യമാക്കി വീശിയെറിഞ്ഞു. തന്റെ നേരെ പാഞ്ഞു വരുന്ന ശൂലം അപകടകരമാണെന്ന് മനസ്സിലാക്കിയ അവൾ പെട്ടെന്ന് ശരീരം ചെറുതാക്കി. ശൂലം അവളുടെ ശിരസിനെ തൊട്ടില്ലെന്ന മട്ടിൽ കടന്നുപോയി. വിശ്വമംഗലത്തിൽ നിന്ന് കളിക്കോ? എങ്കിൽ ആ കളിയൊന്ന് കാണണമല്ലോ. ജയന്തൻ കൈ മുന്നോട്ട് നീട്ടി. കിഴക്കു ദിക്കിലേക്ക് പാഞ്ഞുപോയ ശൂലം തിരികെ ജയന്തന്റെ കൈയിലെത്തി. അയാളത് ദേവപ്രിയയെ ലക്ഷ്യം വെച്ച് വീണ്ടും എറിയാൻ ഭാവിച്ചപ്പോൾ അവൾ മറഞ്ഞുകളഞ്ഞു. ഇനി ഈ പടിപ്പുരയ്ക്കകത്ത് കടന്നുപോയാൽ നിന്നെ ഞാൻ കാഞ്ഞിരത്തിൽ തറച്ചു കളയും, മനസ്സിലായോ? അയാൾ വിളിച്ചു പറഞ്ഞു. തിരികെ ചാവടിയിൽ ചെന്നപ്പോൾ വിഷ്ണുദേവൻ കിടക്കയിൽ ഇരിക്കുന്നതാണ് കണ്ടത്. ഉണർന്നിരിക്കുകയായിരുന്നോ? ജയന്തൻ ചോദിച്ചു. ഇടയ്ക്കൊരു മൂത്രശങ്ക തോന്നി. പുറത്തേക്കിറങ്ങി. അപ്പോൾ നിലാവത്ത് നിൽക്കാൻ മോഹം തോന്നി. അങ്ങനെ നിന്നു. സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോ ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? അല്പം മുമ്പ് നടന്ന സംഭവം മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ജയന്തൻ ചോദിച്ചു. ഇല്ലായിരുന്നു. എന്താ, എന്നെ അന്വേഷിച്ചോ? അങ്ങനെയല്ല, ഒരു ശബ്ദം കേട്ടു. എന്താന്നറിയാൻ നോക്കിയതാണ്. അപ്പോ ആരെയും കണ്ടില്ല. ജയന്തൻ ഒരു കള്ളം പറഞ്ഞു. തിരുമേനി ഇതുവരെ ഉറങ്ങിയില്ലേ? വിഷ്ണുദേവൻ ചോദിച്ചു. ഉറക്കം വന്നില്ല. അപ്പോ അമ്മയുടെ അസുഖം ഭേദമായല്ലോ. ഞങ്ങൾ നാളെ മടങ്ങുകയാ, വിഷ്ണു പറഞ്ഞു. അതു കേട്ടപ്പോൾ ജയന്തൻ വല്ലാതെയായി. വിഷ്ണുവും അമ്മയും മടങ്ങിപ്പോയാൽ തന്റെ എല്ലാ പദ്ധതിയും കുഴയുമെന്ന് ജയന്തന് അറിയാമായിരുന്നു.
ഗോപാലൻ നമ്പൂതിരിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെയായി എന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് രണ്ടാളെയും വിടരുതെന്ന് അയാൾ തീരുമാനിച്ചു. അവരെ ഇവിടെ താമസിപ്പിച്ചുകൊണ്ട് അപ്പുറത്ത് ദേവപ്രിയയെ ഇല്ലാതാക്കാൻ അയാൾ തീരുമാനിച്ചു. രാത്രി കിടന്നിട്ട് ജയന്തന് ഉറക്കം വന്നില്ല. വിഷ്ണുദേവനെയും അമ്മയെയും ഇവിടെ നിർത്തിക്കൊണ്ട് കുരുക്ഷേത്രത്തു മനയിലേക്ക് പോകാൻ അയാൾ തീരുമാനിച്ചു. അങ്ങോട്ടു പോകുമ്പോൾ ഓമല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. സരസ്വതി അന്തർജനത്തിന് എന്തെങ്കിലും അസുഖം വരുത്തിയാൽ പിറ്റേന്ന് അവർ പോകില്ലെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അതിനുള്ള വഴി അറിയാൻ വേണ്ടി അയാൾ പഴയ തറവാട്ടിലേക്ക് നടന്നു. അപ്പോൾ പാതിര കഴിഞ്ഞിരുന്നു. നിലാവ് മങ്ങി. എങ്ങും കൂരിരുട്ടായിരുന്നു. പഴയ തറവാട് ഇരുളിൽ കുളിച്ചു നിന്നു. എങ്ങും നിശബ്ദത. അയാൾ അറവാതിൽക്കൽ ചെന്ന് വിളിച്ചു, മുത്തച്ഛ. എന്താ ജയന്ത, നീ ഇപ്പോൾ സ്വൈര്യം തരില്ലാണ്ടായിരിക്കുന്നു. ഞാൻ പറയാൻ വരുന്നതൊന്നു കേൾക്കൂ. ഈ മനയുടെ കഷ്ടകാലം അടുത്തിരിക്കുകയാണെന്നാ തോന്നുന്നേ. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്തുപറ്റി? മുത്തശ്ശൻ ചോദിച്ചു. ഓമല്ലൂർ കാവിലെ ഭഗവതിയോ അതോ യക്ഷിയോ? രണ്ടാളോടും ഇപ്പോൾ തോട്ടമട്ട. ഈ ചുറ്റുമതിലിനകത്ത് അവർ മായാജാലം കാണിക്കുകയാ. എന്തത്ഭുതമാണെന്നോ. ഇതുവരെ എനിക്ക് പോലും കാണിക്കാൻ കഴിയാത്തതാ ഇവിടെ നടക്കുന്നത്. അതോ അത് നിന്റെ കഴിവ് കുറവ് കൊണ്ട് സംഭവിക്കുന്നതാ, ചെയ്യേണ്ട രീതിയിൽ ചെയ്യാഞ്ഞിട്ട്, മുത്തശ്ശൻ കോപരസത്തിൽ പറഞ്ഞു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തില്ലെന്നാ പറയുന്നത്? അതിപ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കേണ്ട കാലവുമായോ? നല്ല ശേലായിരിക്കുന്നല്ലോ. ഞാൻ കേണപേക്ഷിക്കുകയാണ്. ഈ കടമ്പ എങ്ങനെയും എന്നെ കയറ്റിവിടൂ. ഇല്ലെങ്കിൽ മനയ്ക്കു തന്നെ അത് ദോഷമാണ്. എനിക്ക് നിന്നെ ശപിക്കാൻ തോന്നുന്നു. പക്ഷെ ഞാൻ ശപിക്കുന്നില്ല. നീ അറിഞ്ഞോ നങ്ങേമ്മ ഇപ്പോൾ ആരുടെ കൂടെയാണെന്ന്? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഒന്നും അറിയാൻ കഴിയുന്നില്ല. എങ്കിൽ ഞാൻ പറഞ്ഞു തരാം, കേട്ടോളൂ. നീ നങ്ങേമ്മയെ കൊണ്ട് ആ ചെക്കനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കഥ നടന്നത് എങ്ങനെയാണെന്നറിയാമോ? നങ്ങേമ്മയും അവനും ഒന്നായി. നങ്ങേമ്മ ഇപ്പോ അവന്റെ ഭാഗത്താ. അങ്ങനെയാണോ? അതിനിപ്പോ എന്താ വഴി? വഴി ഒന്നേ ഉള്ളൂ. മുരിക്കും പൊത്തിനകത്ത് മൂങ്ങയിരിപ്പുണ്ട്. താഴെ മുരിക്കിന് ചുറ്റും എണ്ണയൊഴിച്ച് തീ കത്തിക്കണം. മുരിക്ക് കത്തുമ്പോൾ മൂങ്ങയും നശിച്ചോളും. മൂങ്ങ ആരാന്ന് നിനക്ക് അറിയാലോ? അറിയാം. പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഇപ്പോ തന്നെ വേണോ? എന്തിനാ മടിക്കുന്നേ? ഇപ്പോ തന്നെ ആയിക്കോട്ടെ. ഇപ്പോഴെന്താ, എണ്ണയൊഴിച്ചാൽ കത്തില്ലേ? കത്തും. അടിയിൽ പൊത്തുണ്ട്. ഇപ്പോ തന്നെ ഞാൻ ദഹിപ്പിച്ചു കൊള്ളാം. എന്നാൽ പറയുന്നതനുസരിക്ക്, ഒന്നൊന്നായി തീരട്ടെ. പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ ജയന്തൻ ഉറച്ചു. ഉടൻ തന്നെ താമസിക്കുന്ന തറവാട്ടിൽ ചെന്ന് എണ്ണപ്പാട്ട എടുത്തുകൊണ്ടുവന്ന് മുള്ളുമുരിക്കിന്റെ സമീപത്തേക്ക് നടന്നു. ഈ സമയം ജയന്തന്റെ തലയ്ക്കു മുകളിൽ കൂടി എന്തോ ചിറകടിച്ച് വട്ടം പറക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കിഴക്കോട്ട് പറന്നു പോവുകയും ചെയ്തു. നങ്ങേമയായിരുന്നു അത്. വിഷ്ണുദേവൻ ഉറങ്ങിക്കിടക്കുന്ന ചാവടിയുടെ വാതിൽക്കലെത്തി അവർ അകത്തേക്ക് നോക്കി. അപ്പോൾ കോൽ വിളക്കിന്റെ പ്രകാശത്തിൽ കിടന്നുറങ്ങുന്ന വിഷ്ണുദേവനെ കണ്ടു. പെട്ടെന്ന് അവരറിയാതെ അവരിൽ മോഹമുദിച്ചു. മറ്റൊരു വിധത്തിലാണ് വിഷ്ണുദേവനെ അവർ കണ്ടത്. എങ്കിലും ഈ സന്ദർഭത്തിൽ അവർ അതെല്ലാം മറന്നുപോയി. കാരണം വർഷങ്ങളായി അവരിൽ തളം കെട്ടിക്കിടന്ന വികാരത്തിന് വിള്ളലുകളുണ്ടായി. വിഷ്ണുദേവന്റെ കിടക്കയിൽ നങ്ങേമ പോയിരുന്നു. അതിനുശേഷം അയാളുടെ മാറിലെ രോമങ്ങളിലൂടെ അവർ കൈതലമോടിച്ചു. അയാൾ ഉണരുമെന്നും തന്നെ കാണുമെന്നും മനസ്സിലായപ്പോൾ അവർ മറ്റൊരു വിദ്യ പ്രയോഗിക്കുവാൻ തീരുമാനിച്ചു. പെട്ടെന്ന് വിഷ്ണുദേവൻ ഉണർന്നു നോക്കിയപ്പോൾ ദേവപ്രിയ അടുക്കൽ ഇരിക്കുന്നതാണ് കണ്ടത്. അവൾ അയാളുടെ മാറിലേക്ക് വീണു. ഇവിടെ എങ്ങനെ എത്തി? വിഷ്ണു ചോദിച്ചു. ഞാനോ? ഞാൻ പറന്നെത്തി. അവൾ പൂർണമായും അയാളിലേക്ക് ചാഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് ജയന്തൻ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ മുന്നോട്ട് നീങ്ങി. ജയന്തൻ അല്പം കൂടി മുന്നോട്ടടുത്തു. വിഷ്ണുദേവനൊപ്പം കിടക്കുന്ന സ്ത്രീ നങ്ങേമയാണെന്ന് അയാൾക്ക് മനസ്സിലായി. നങ്ങേമയെ എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെ അല്പസമയം ജയന്തൻ നിന്നു. അതിനുശേഷം എന്തോ ആലോചിച്ച് പതുക്കെ പുറത്തേക്കിറങ്ങി അറവാതിലിന് നേർക്കു നടന്നു. അറയ്ക്കുള്ളിൽ ശൂലം ഇരിപ്പുണ്ട്. അന്ന് ആ ശൂലം ഉപയോഗിച്ച് വിഷ്ണുദേവനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും
അവൾ വന്ന് രക്ഷിക്കുകയാണുണ്ടായത്. എന്നാൽ അവളോളം ശക്തി നങ്ങേമ്മയ്ക്ക് കാണുകയില്ലെന്ന് ജയന്തന് ഉറപ്പായിരുന്നു. അയാൾ അറ തുറന്ന് ശൂലമെടുത്തുകൊണ്ട് ചാവടിക്കുള്ളിൽ പ്രവേശിച്ചു. ദേവപ്രിയയുടെ വേഷത്തിൽ കിടക്കുന്ന നങ്ങേമ്മയുടെ അടുത്തു ചെന്ന് അയാൾ നിന്നു. ഈ സമയം നങ്ങേമ്മ വിഷ്ണുദേവനെ ചുറ്റിയിരുന്ന വലതുകൈ അയച്ച് മലർന്നു കിടന്നു. ജയന്തൻ ശൂലം നങ്ങേമ്മയുടെ മാറിടത്തിന് ഒത്ത നടുക്ക് ലക്ഷ്യം വെച്ച് ആഞ്ഞുകുത്തി. കിടിലം കൊള്ളിക്കുന്ന ഒരു അലർച്ച അവിടെ ഉണ്ടാവുകയും ചാവടി മൊത്തം കുലുങ്ങുകയും ചെയ്തു. വിഷ്ണുദേവൻ ചാടി എണീറ്റു. അപ്പോൾ കണ്ടത് ശൂലം തറച്ചു പിടയ്ക്കുന്ന ഒരു പൈശാചിക രൂപത്തെയാണ്. നങ്ങേമ്മയുടെ രൂപം തന്നെ മാറിപ്പോയിരുന്നു. മഹാമാന്ത്രികനായ ജയന്തന്റെ ശൂലം തറയ്ക്കപ്പെട്ട് നങ്ങേമ്മ എന്ന ബ്രഹ്മരക്ഷസ് ആരും ഭയന്നു പോകുന്ന ഒരു പിശാചായി രൂപം പൂണ്ടു. അഴിച്ചിട്ട തലമുടി, കറുത്ത നിറം, വായിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ദംഷ്ടങ്ങൾ എന്നിവ ആ രൂപത്തിനുണ്ടായിരുന്നു. എന്താണിത്? വിഷ്ണുദേവൻ ചോദിച്ചു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൂടെ ആരാ കിടന്നതെന്ന്? നോക്കി കണ്ടോളൂ. ഇതാണ് യക്ഷിയുടെയും രക്ഷസിന്റെയും യഥാർത്ഥ രൂപം. അർത്ഥം വെച്ചുകൊണ്ടാണ് ജയന്തൻ അങ്ങനെ പറഞ്ഞത്. പറഞ്ഞതിന് പ്രത്യേക കാരണവുമുണ്ടായിരുന്നു. അതിസുന്ദരിയും ലാവണ്യവതിയുമായ ഒരു യുവതിയാണ് അല്പം മുമ്പ് വിഷ്ണുദേവൻ കണ്ടിരുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അയാളുടെ ഇല്ലത്ത് കൂടിയിരിക്കുന്ന യക്ഷിയും. അയാൾ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന യക്ഷിയുടെ ശരിയായ രൂപവും ഇതുപോലെയാണെന്ന് അയാൾ മനസ്സിലാക്കുമ്പോൾ അയാളിൽ ഒരു ചലനം സൃഷ്ടിക്കപ്പെടുമെന്ന് ജയന്തന് അറിയാമായിരുന്നു. തിരികെ ഇല്ലത്തു മടങ്ങുമ്പോഴും ഈ ധാരണ വിഷ്ണുദേവന്റെ മനസ്സിൽ നിന്നും മായില്ലെന്നും ജയന്തൻ ഊഹിച്ചു. അവർ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കെ നങ്ങേമയുടെ രൂപം കുറേശ്ശെ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുകയും ഒടുവിൽ അത് ഇല്ലാതാവുകയും ചെയ്തു. ജയന്തൻ ശൂലവുമെടുത്ത് പുറത്തേക്ക് പോയി. അയാൾ അറയ്ക്കുള്ളിൽ ശൂലം വെച്ച ശേഷം പഴയ തറവാട്ടിലേക്ക് പോയി. മുത്തശ്ശ, നങ്ങേമ ഇല്ലാതായി, അയാൾ വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല. എങ്കിൽ ഞാൻ പറഞ്ഞു തരാം, കേട്ടോളൂ. നങ്ങേമ ഇതുവരെ രക്ഷസായിരുന്നു. മനുഷ്യനുമായി അവൾ ബന്ധപ്പെട്ടപ്പോൾ അവളിലുണ്ടായിരുന്ന ശക്തി എന്നേക്കുമായി ഇല്ലാതായി. അതാണ് വളരെ എളുപ്പം നിനക്കവളെ നശിപ്പിക്കാൻ സാധിച്ചത്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ജയന്തൻ ചോദിച്ചു. ഒക്കെ ഞാൻ സാവകാശം പറഞ്ഞു തരാം. ആ യക്ഷിയെ ഇല്ലാതാക്കാൻ കഴിയാത്തിടത്തോളം കാലം നിനക്ക് രക്ഷയില്ല, മുത്തശ്ശൻ പറഞ്ഞു. അതിനിപ്പോ എന്താ ചെയ്യുക? അല്പസമയത്തേക്ക് മറുപടി ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞു കേട്ടു. ആ നാട്ടുകാരി ഒരുത്തി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവളും കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അവളെ നിനക്ക് വശത്താക്കാൻ കഴിഞ്ഞാൽ അവളെക്കൊണ്ട് നിനക്ക് യക്ഷിയെ എതിർക്കാം. അതെങ്ങനെയാ കഴിയുക? നിന്നോട് ഞാൻ എങ്ങനെയാ പറയുക? അതു കേട്ടപ്പോൾ സംഗതി അല്പം ഗൗരവമുള്ളതാണെന്ന് ജയന്തന് തോന്നി. എങ്കിൽ എഴുതി തരൂ, ഞാൻ വായിച്ചറിഞ്ഞുകൊള്ളാം. ഓലയും നാരായവും കൊണ്ടുവാ, മുത്തശ്ശൻ ആജ്ഞാപിച്ചു. ജയന്തൻ പോയി നാരായവും ഓലയും എടുത്തുകൊണ്ടുവന്നു. അറവാതിൽക്കൽ വച്ചേക്കൂ. ആ പരിസരം മുഴുവൻ ഇരുളടഞ്ഞതായിരുന്നു. പുരയിടത്തിനു ചുറ്റും വളർന്നു നിൽക്കുന്ന ധാരാളം വൃക്ഷങ്ങളുടെ നിഴൽ ആ പ്രദേശത്ത് മുഴുവൻ വ്യാപിച്ചിരുന്നു. ജയന്തൻ മുന്നോട്ടാഞ്ഞ് നാരായവും ഓലയും അറവാതിൽക്കലിലേക്ക് കയറ്റിവെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഇതാ ഇതിലുണ്ട്, മുത്തശ്ശന്റെ ശബ്ദം കേട്ടു. ജയന്തൻ അത് കയ്യിലെടുത്തെങ്കിലും ഇരുട്ടുകൊണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുമായി ജയന്തൻ പുതിയ തറവാട്ടിലേക്ക് വന്നു. നിലവിളക്കിന്റെ പ്രകാശത്തിൽ മുത്തശ്ശൻ ഓലയിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു. ഹോ, ഇതാണോ മുത്തശ്ശൻ എഴുതി വെച്ചിരിക്കുന്നത്? അയാൾ ഒരു വല്ലാത്ത സ്വരത്തിൽ പറഞ്ഞു. ജയന്തൻ ഒരു ബ്രഹ്മചാരിയായിരുന്നു. കാരണം ബ്രഹ്മചര്യത്തോടുള്ള താല്പര്യം കൊണ്ടല്ല, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അയാൾ വളരെ പിന്നോക്കമായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതൽക്കേ സ്ത്രീകളുടെ കാര്യത്തിൽ അയാൾ പുറകോട്ടായിരുന്നു. ഒരു സ്ത്രീക്കും അയാളോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ജയന്തൻ ഒരു സ്ത്രീ വിദ്വേഷിയായി മാറുകയാണുണ്ടായത്. ഇപ്പോൾ മുത്തശ്ശൻ എഴുതിയിരിക്കുന്നത് ഇങ്ങോട്ട് വരുമെന്നു പറഞ്ഞ മന്ത്രവാദിനിയെക്കുറിച്ചാണ്. ആ സ്ത്രീ ഇത്രയും കാലവും പുരുഷ സംസർഗമില്ലാതെ കഴിഞ്ഞവളാണ്. അതോടൊപ്പം പുരുഷ വിദ്വേഷമുള്ളവളും. ചെറുപ്പത്തിൽ സൗന്ദര്യമില്ല എന്ന കാരണത്താൽ അവളും അവഗണിക്കപ്പെട്ടവളായിരുന്നു. മധ്യവയസ്കയാണെങ്കിലും ഉണ്ണിച്ചിരുതേയി അമ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരിക്കലും അടങ്ങാത്ത വികാരം ഉറങ്ങിക്കിടപ്പുണ്ട്.
അതുകൊണ്ട് ആ സ്ത്രീയിൽ ആ വികാരം ഉണർത്തിയാൽ അവളെക്കൊണ്ട് എന്തും ചെയ്യിക്കാൻ കഴിയുമെന്ന് മുത്തശ്ശൻ കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി കൊടുത്തത്. ഒടുവിൽ കാര്യസാധ്യത്തിനു വേണ്ടി മുത്തശ്ശൻ പറഞ്ഞത് അനുസരിക്കാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ പൂജാതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗോപാലൻ നമ്പൂതിരിയുമായി വെറ്റില മുറുക്കിക്കൊണ്ടിരുന്നപ്പോൾ പടിപ്പുരയ്ക്കൽ ഉണ്ണിച്ചിരുതേയമ്മ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുദേവൻ അപ്പോൾ അവിടെയില്ലായിരുന്നു. അയാൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. അയാളെ കണ്ടപ്പോൾ ജയന്തന് മനസ്സിലായി. അതുകൊണ്ട് അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. ഉണ്ണിച്ചിരുതേയമ്മ ഇറങ്ങി വന്ന് തുളസിത്തറയ്ക്ക് അടുത്തായി നിന്നു. എന്താ അവിടെ നിന്നു കളഞ്ഞത്? ജയന്തൻ ചോദിച്ചു. ഒന്നുമില്ല, അനുവാദം കിട്ടാതെ എങ്ങനെ വരുമെന്നു കരുതി നിൽക്കുകയായിരുന്നു. അതിന്റെ ആവശ്യമില്ല, അങ്ങോട്ടിരുന്നോളൂ. ദേവകി, ജയന്തൻ വിളിച്ചു. ദേവകി അന്തർജനം ഇറങ്ങി വന്നു. ഇതാ, ഇവരുമായി എന്തെങ്കിലും സംസാരിക്കൂ, അകത്തളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളൂ. ദേവകി അന്തർജനം ഉണ്ണിച്ചിരുതേയി അമ്മയെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. ഈ സ്ത്രീയെക്കുറിച്ചാണോ മുത്തശ്ശൻ പറഞ്ഞത്? ജയന്തൻ ആലോചിച്ചു. മുത്തശ്ശൻ പറഞ്ഞ സ്ഥിതിക്ക് തെറ്റുവാൻ വഴിയില്ല. ഉച്ചയൂണ് കഴിഞ്ഞപ്പോൾ അമ്മയെ നിർബന്ധിച്ചു മടങ്ങിപ്പോകണമെന്ന്. തലേന്ന് രാത്രി നടന്ന സംഭവത്തെക്കുറിച്ച് വിഷ്ണുദേവൻ ആരോടും പറഞ്ഞിരുന്നില്ല. അമ്മയറിഞ്ഞാൽ ആകെ ഭയപ്പെടുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല. എങ്കിലും അതോടുകൂടി അവിടെ പിന്നീടൊരു നിമിഷം പോലും നിൽക്കാൻ അയാൾക്ക് തോന്നിയില്ല. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെയാ? പോകണ്ടേ? അവിടെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു? അയാൾ നിർബന്ധിച്ചു. സരസ്വതി അന്തർജനം പോകുന്നതിനെക്കുറിച്ച് ഗോപാലൻ നമ്പൂതിരിയോട് ചോദിച്ചു. എന്തു പറഞ്ഞാണ് അവരെ അവിടെ നിർത്തുകയെന്നതിനെക്കുറിച്ച് അയാൾക്ക് ഒരു രൂപവും കിട്ടിയില്ല. എന്താ നിങ്ങളിങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? ജയന്തൻ അവരുടെ ഭാവമാറ്റം കണ്ടു ചോദിച്ചു. ഒന്നുമില്ല, വീട്ടിൽ പോകണമെന്ന് ഇവൻ പറയുന്നു. ജയന്തൻ ആലോചിച്ചു നോക്കി. എന്തിനാണ് അവരെ പിടിച്ചു നിർത്തുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർത്തിയതും കൊണ്ട് കാര്യമില്ല. മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്ന തീരുമാനം കൈക്കൊള്ളുക. അതുകൊണ്ട് കാര്യങ്ങൾ മിക്കവാറും നടക്കുമെന്ന് അയാൾ കണക്കുകൂട്ടി. അങ്ങനെ ആച്ചാൽ പുറപ്പെട്ടോളൂ. ഗോപാലൻ ഉടനെ പോണില്ലല്ലോ? ജയന്തൻ ചോദിച്ചു. ആ ചോദ്യത്തിന്റെ അർത്ഥം ഗോപാലൻ നമ്പൂതിരിക്ക് മനസ്സിലായി. ഇല്ല, ഞാൻ പോണില്ല, അയാൾ പറഞ്ഞു. ഇതൊക്കെയാണേലും അതൊരു വല്ലാത്ത സ്ഥലം തന്നെയാ. നടക്കുന്ന വഴിക്ക് അമ്മ പറഞ്ഞു. എന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവിടെ മനുഷ്യരെ കൂടാതെ പലതുമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അങ്ങനെ വല്ലതും കാണുകയുണ്ടായോ? കണ്ടു. എന്താണ് കണ്ടത്? ഒരു രാത്രി ഞാൻ പെട്ടെന്ന് ഉണർന്നു നോക്കി. അപ്പോൾ അകത്തളത്തിൽ നടുമുറ്റത്ത് കാൽ താഴ്ത്തിയിട്ട് 2 പെണ്ണുങ്ങളിരുന്ന് തല കോതുന്നു. പാതിരാത്രി. എന്തുമാത്രം മുടിയാണെന്നോ? അത് മനുഷ്യരാരുമല്ല, യക്ഷികളാ. വിഷ്ണുദേവൻ അതിന് മറുപടി പറഞ്ഞില്ല. ഒരു വല്ലാത്ത സ്ഥലം തന്നെയാണേ, അവൻ പറഞ്ഞു. സന്ധ്യ ആവാറായപ്പോൾ ജയന്തൻ മുത്തശ്ശൻ പറഞ്ഞ കാര്യമോർത്തു. ഉണ്ണിച്ചിരുതേയി അമ്മയെ പാട്ടിലാക്കണം. അതിന് അച്ഛൻ പറഞ്ഞ മാർഗം തന്നെ സ്വീകരിക്കുകയും വേണം. ദേവകി, ജയന്തൻ വിളിച്ചു. എന്താണേട്ടാ? അവർ പുറത്തേക്ക് വന്നു. അവരെവിടെ? ആ സ്ത്രീ അകത്ത് വെറ്റില മുറുക്കാൻ തുടങ്ങുന്നു. എങ്കിൽ ഒരു കാര്യം ചെയ്തു കളാ. നിങ്ങൾ 2 പോയി ക്ഷേത്രക്കുളത്തിൽ കുളിച്ചു വരൂ. അവർക്ക് കാച്ചെണ്ണയും ഇഞ്ചയും തയ്യാറാക്കി കൊടുക്ക്. ജയന്തൻ പറഞ്ഞതിന്റെ പൊരുൾ ദേവകി അന്തർജനത്തിന് മനസ്സിലായില്ല. കാരണം ഇങ്ങനെയൊരു വർത്തമാനം ഏട്ടൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി, ചന്ദന സോപ്പ് ഇരിപ്പുണ്ട്. 2 അതുകൂടി കൊണ്ടുപോയിക്കൊള്ളൂ. അത് കേട്ടപ്പോൾ ദേവകി അന്തർജനത്തിന് എന്തോ കാര്യം മനസ്സിലായി. അവർ കീഴ്ചുണ്ട് കടിച്ചമർത്തി ചിരിച്ചു. ജയന്തൻ അത് കണ്ടതേയില്ല. ജയന്തനും ഗോപാലൻ നമ്പൂതിരിയും അടുത്ത നടപടിക്രമങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോ വന്ന ആ സ്ത്രീയില്ലേ, ആളൊട്ടും മോശമല്ല. അവരെ കൊണ്ട് ഞാൻ കാര്യം സാധിക്കും, നോക്കിക്കോ. അതെങ്ങനെ? അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നേരം വെളുത്തോട്ടെ. ദേവകി അന്തർജനവും ഉണ്ണിച്ചിരുതേയി അമ്മയും കുളി കഴിഞ്ഞ് തിരിച്ചു വന്നു. ജയന്തൻ ഉണ്ണിച്ചിരുതേയി അമ്മയെ ഒന്ന് നോക്കി. ഒപ്പം മുത്തശ്ശൻ പറഞ്ഞ കാര്യവും മനസ്സിലോർത്തു. ഊണ് കഴിക്കാനിരുന്നപ്പോൾ ഉരപ്പുരയിൽ നിന്നിരുന്ന ഉണ്ണിച്ചിരുതേയി അമ്മയെ ജയന്തൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വയസ്സ് 55 കഴിഞ്ഞെങ്കിലും കുളിച്ച് ചന്ദനക്കുറി തൊട്ട് തലമുടി പിന്നിലെ കഴിച്ചിട്ട് തടിച്ച മാറിടത്തിനു മുകളിൽ 2 മുണ്ട് ചുറ്റി നിൽക്കുന്ന ഉണ്ണിച്ചിരുതേയി അമ്മ സ്ത്രീയുള്ളവളായിരുന്നു.
ജയന്തൻ മനസ്സിൽ വിഷ്ണുമായ യന്ത്രം വരച്ച് അദൃശ്യമായി അവരുടെ ഹൃദയത്തിലേക്ക് അതിന്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. അതിന്റെ പ്രത്യാഘാതം അവരിലും കാണാമായിരുന്നു. അവരും അർത്ഥം വെച്ച് നോക്കുന്നത് പോലെയായിരുന്നു ജയന്തനെ ശ്രദ്ധിച്ചത്. ജയന്തന്റെ നോട്ടത്തിൽ എന്തോ പ്രത്യേകത ഉള്ളതായി ദേവകി അന്തർജനത്തിനും തോന്നിയിരുന്നു. ഗോപാലൻ നമ്പൂതിരിയുമായുള്ള അവരുടെ ബന്ധത്തിന് ജ്യേഷ്ഠൻ അരമനസ്സു വെച്ചതുകൊണ്ട് അവർക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണം കഴിഞ്ഞ് ഗോപാലൻ നമ്പൂതിരിയും ജയന്തനും വരാന്തയിൽ വന്നിരുന്നു. പ്രതീക്ഷിച്ചു വന്നതെല്ലാം വടികുത്തി പിരിഞ്ഞ മട്ടാണല്ലോ. ഗോപാലൻ നമ്പൂതിരി ജയന്തനെ നോക്കി പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മനുഷ്യനോടുള്ള പോരാട്ടമല്ല. അതു മനസ്സിലായില്ലേ? അതറിയുകയല്ല. എന്നാൽ കേട്ടോളൂ, ഞാൻ പറയാം. മനുഷ്യനോടോ പിശാചുക്കളോടോ ആണെങ്കിൽ പോരാടാൻ എളുപ്പമാണ്. ഇത് എതിരാളി യക്ഷിയാണ്. എന്നുവെച്ചാൽ വെറും യക്ഷിയല്ല, ഓമല്ലൂർക്കാവ് ഭഗവതിയുടെ ദ്വാരപാലികമാരിൽ ഒരാൾ. ഗോപാലൻ നമ്പൂതിരി കേട്ടിരുന്നു. ജയന്തൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി. സാധാരണയിൽ കവിഞ്ഞ മാന്ത്രികമാണെങ്കിലും അക്കാര്യത്തിൽ വിശ്വമംഗലം തറവാട്ടുകാർ മോശക്കാരല്ല. പോരാടി ജയിക്കാതിരിക്കില്ല. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത്തിരി കട്ടിയാണെന്ന് ഗോപാലൻ നമ്പൂതിരിക്കും തോന്നി. പിന്നെ എങ്ങനെയാ ഇത് സാധിക്കുക? അയാൾ ചോദിച്ചു. എല്ലാറ്റിനും ഒഴിവുണ്ടെന്ന് കേട്ടിട്ടില്ലേ? ഇക്കാര്യത്തിനും അങ്ങനെയുണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്താണ് ഒഴിവെന്ന് ഗോപാലൻ നമ്പൂതിരി ചോദിച്ചില്ല. അങ്ങനെ ചോദിക്കുന്നത് ശരിയുമല്ലല്ലോ. അപ്പുറത്ത് ആഹാരം കഴിഞ്ഞെന്ന് തോന്നി. അകത്തളത്തിൽ വെളിച്ചം കണ്ടു. ഉണ്ണിച്ചിരുതേയമ്മയും ദേവകി അന്തർജനവും എന്തൊക്കെയോ സംസാരിക്കുകയാണ്. വേളിയൊന്നും ഇതുവരെ ആയിട്ടില്ല അല്ലേ? ഉണ്ണിച്ചിരുതേയമ്മ ചോദിച്ചു. മന്ത്രവാദികളുടെ വീടായതുകൊണ്ട് വരാൻ പേടിയായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാ പറ്റിയത്. കുടുംബത്തിലെ കാരണവന്മാരിൽ ചിലർക്ക് മാന്ത്രികമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ മൂർത്തികളെ നോക്കുന്നത് ഞാനായിരുന്നു. പ്രായമായപ്പോൾ അരുതാത്ത ദിവസങ്ങൾ ഒഴികെ ഞാൻ തന്നെ എല്ലാം ചെയ്തു. പുരുഷപ്രജയില്ലാത്ത ഇല്ലം അവസാനിച്ചപ്പോൾ അവർ ആക്കിയിട്ടു പോയവരെ നോക്കേണ്ടത് എന്റെ ചുമതലയായി. അതോടൊപ്പം എനിക്കും പേരുദോഷങ്ങളുണ്ടായി. എന്നുവെച്ചാൽ മന്ത്രവാദിയെന്ന് പറഞ്ഞത് ആ പേരിലല്ല, അഭിചാരിണിയെന്നാ. അപ്പോ ഇതുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ല. പുരുഷനെ അറിയാതെ കഴിയുന്നു. ഞാനും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ദേവകി അന്തർജനം പറഞ്ഞു. എന്താ ദേവകി, കിടക്കാറായില്ലേ? ജയന്തന്റെ ചോദ്യം കേട്ട് അവർ എണീറ്റു. ചേച്ചി എവിടെയാ കിടക്കുക? വടക്കിനിയിൽ കിടക്കണോ അതോ? എവിടെയാച്ചാൽ എന്താ, ഞാൻ തളത്തിൽ കിടന്നോളാം. ഒരു പായ ഇങ്ങ് താ. ദേവകി അന്തർജനം വടക്കിനിയിൽ കയറി മുകളിൽ ചുരുട്ടി വെച്ചിരുന്ന പായും തലേണയും തട്ടിക്കുടഞ്ഞ് അകത്തളത്തിൽ വിരിച്ചു. എന്നിട്ട് അവർ പോവുകയും ചെയ്തു. ഉണ്ണിച്ചിരുതേയമ്മ ഉറങ്ങാതെ കിടന്നു. ഉറക്കം വന്നതുമില്ല. അപ്പോൾ ആരോ പുറത്തുനിന്നും അകത്തേക്കു കടന്ന് ദേവകി അന്തർജനം കിടക്കുന്ന മുറിയിലേക്ക് പോകുന്നത് കണ്ടു. അവിടെ ഇപ്പോൾ പോകാൻ ഒരാളെയുള്ളൂ. അയാളായിരിക്കുമെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ കിടക്കുമ്പോൾ അവരെ വരാന്തയിൽ നിന്നും ആരോ വിളിക്കുന്നതുപോലെ തോന്നി. ഉണ്ണിച്ചിരുതേയി, ഇങ്ങോട്ട് വന്നേ. അതു കേൾക്കാൻ കിടക്കുന്നതുപോലെയായിരുന്നു അവരുടെ മനസ്സ്. അവർ അപ്പോൾ തന്നെ പുറത്തേക്ക് ചെന്നു. അവിടെ ഉഷ്ണല്ലേ, ചാവടിക്കൽ കിടക്കാം. പറഞ്ഞത് ജയന്തനായിരുന്നു. ഉണ്ണിച്ചിരുതേയമ്മ അയാളോടൊപ്പം ചാവടിയിലേക്ക് പോയി. ഒരു പുരുഷന്റെ ആദ്യ സ്പർശനം. ഉണ്ണിച്ചിരുതേയമ്മ കോരിത്തെരിച്ചുപോയി. അവരുടെ ഓരോ രോമകൂപങ്ങളിലും മിന്നാമിനുകൾ പൊട്ടിച്ചിതറി. ഹൃദയത്തിൽ ആയിരം പൂത്തിരികൾ കത്തി. പണ്ട് കൗമാരം പൊട്ടിവിടർന്ന കാലം, അവരെ ഉണ്ണി എന്ന് വിളിച്ചിരുന്ന കാലത്ത് എത്രയോ സുന്ദരിയായിരുന്നു. ക്ഷേത്രപൂജ നടത്തിയിരുന്ന ദാനവേദൻ നമ്പൂതിരിപ്പാട് വരെ നിർമ്മാല്യം തൊഴാൻ വരുന്ന അവരെ കണ്ട് ഭഗവതിയെ മറന്നു നിന്നിട്ടുണ്ട്. അവരെ മോഹിക്കാത്ത ആരും തന്നെ അന്നാട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ശരിയായ പ്രായം കഴിഞ്ഞപ്പോൾ ആഗ്രഹങ്ങളും ദാഹങ്ങളും അവരെ വിട്ട് പറന്നുപോയി. പാതിരാവു കഴിഞ്ഞപ്പോൾ അവർ പൂർണമായും ജയന്തന് കീഴ്പ്പെട്ടു പോയിരുന്നു. കോൽവിളക്കിന്റെ തിരി നീട്ടി മുറുക്കാൻ ചെല്ലം ജയന്തൻ അവരുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. ഒന്ന് ചവച്ചു കളയാം അല്ലേ? വെറ്റിലയിൽ 100 തേച്ചുകൊണ്ടിരുന്നപ്പോൾ ജയന്തൻ ഉണങ്ങിയ കവുങ്ങിൻ പാളിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന കറുപ്പ് പുറത്തെടുത്തു. പേനാക്കത്തിയിൽ അല്പം തോണ്ടി ഉണ്ണിച്ചിരുതേയമ്മയുടെ നേർക്ക് അയാൾ നീട്ടിക്കൊടുത്തു പറഞ്ഞു. കറുപ്പാണ്, കൂടെ ചവച്ചോളൂ. വീര്യമുള്ളതാ. പ്രായം മാറി നിൽക്കും.
താമ്പൂലം ചവച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണിച്ചിരുതേയമ്മ വീണ്ടും ചെറുപ്പമായി. 2 നാൾ കഴിഞ്ഞ് പോയാൽ പോരെ? ജയന്തൻ ചോദിച്ചു. വന്നത് തങ്ങാനല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പോണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുമ്പോൾ പോയാൽ മതി. പോയാൽ വരികയും വേണം. ഇവിടുന്ന് പറയുന്നത് പോലെ ഒക്കെ ഞാൻ ചെയ്യാം. എങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് ചെയ്താൽ മതി. പുലർച്ചെ കോഴി കൂവിയപ്പോൾ ഉണ്ണിച്ചിരുതേയമ്മ അകത്തളത്തിൽ പോയി കിടന്നു. ദേവകി അന്തർജനം എണീറ്റ് കുളക്കടവിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഉണ്ണിച്ചിരുതേയി അമ്മയെയും വിളിച്ചു. 2-3 തവണ വിളിച്ചപ്പോഴാണ് അവർ ഉണർന്നത്. കുളി കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ആണുങ്ങൾ എണീറ്റിരുന്നില്ല. 2 ആളും ചേർന്നാണ് കാപ്പി ഒരുക്കിയത്. അപ്പോൾ എങ്ങനെയാ മുന്നോട്ടുള്ള കാര്യം? ഉച്ചയായപ്പോൾ ഗോപാലൻ നമ്പൂതിരി ചോദിച്ചു. ഞാനല്ലേ ഉറപ്പു തന്നത് പേടിക്കാനൊന്നുമില്ലെന്ന്? ഒക്കെ വഴിയുണ്ടാക്കാന്നേ. ഇവിടെ ഇങ്ങനെ എത്ര നാളാ കഴിയുന്നേന്ന് കരുതി ചോദിച്ചെന്നേ ഉള്ളൂ. അന്ന് രാത്രിയിലും ഉണ്ണിച്ചിരുതേയമ്മ ജയന്തനോടൊപ്പം അന്തിയുറങ്ങി. അപ്പോഴും ജയന്തൻ ഒന്നും സൂചിപ്പിച്ചില്ല. 3-ാം നാൾ രാത്രി ജയന്തൻ ചോദിച്ചു, എവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്? കുരുക്ഷേത്രത്തുമനയിൽ നിന്ന്. ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പോ രോഗി ഇച്ഛിച്ചതും പാലെന്നായല്ലോ. എന്തേ അങ്ങനെ പറയാൻ കാരണം? ആ ഇല്ലത്തെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. ഉണ്ണിച്ചിരുതേയി അമ്മയെ തലോടിക്കൊണ്ട് ജയന്തൻ പറഞ്ഞു. എന്താ പറയാനുള്ളത്? പറയാം. അവിടെ ഒരു അന്തർജനമില്ലേ? അവരെപ്പറ്റി എന്താ ഉണ്ണിയുടെ അഭിപ്രായം? ജനനവും മരണവും ഇല്ലാത്ത ഒന്നിന്റെ കാര്യമല്ലേ സൂചിപ്പിച്ചത്? അപ്പോൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലായി അല്ലേ? പിന്നില്ലേ, ഞാനും അസാരം പഠിച്ചിട്ടുള്ളതാണല്ലോ. എല്ലാം മനസ്സിലാക്കിയിട്ടാ ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോ എന്റെ അഭിപ്രായം മാറിയിരിക്കണ് എന്നുവച്ചാൽ? ഉണ്ണിച്ചിരുതേയി അമ്മ തട്ടിപ്പിടഞ്ഞെണീറ്റ് ചാവടിയുടെ മൂലയിൽ വെച്ചിരുന്ന മാറാപ്പിൽ സൂക്ഷിച്ചിരുന്ന ഒരു മുഷിഞ്ഞ പൊതി എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് പൊതിയഴിച്ചു. ജയന്തൻ അത്ഭുതത്താൽ തരിച്ചുപോയി. ഇതെങ്ങനെ ഉണ്ണിച്ചിരുതേയി അമ്മയുടെ കയ്യിൽ വന്നു? അയാൾ ചിന്തിച്ചു. അവിടുന്ന് എനിക്ക് തന്നതാ. ഞാൻ ചോദിച്ചു വാങ്ങി. എന്തിനാ വാങ്ങിയത്? ഇത് ബുദ്ധിപൂർവമായിട്ട് തന്നെയാ. ഒരു പിടി എന്റെ കയ്യിലും ഇരിക്കട്ടേന്നു കരുതി. എന്നുവച്ചാൽ ഒരെണ്ണം നേരത്തെ കാലിൽ നിന്ന് പോയി, 2ാമത്തേത് ഇതും. ഇതില്ലാതെ എങ്ങനെ തിരിച്ചു പോകും? അപ്പോൾ ആ യക്ഷിയുടെ കാൽത്തിളയാ ഇത് അല്ലേ? അതെ. എന്താ സംശയം? ഒന്ന് തരാമോ? ഞാനൊന്ന് നോക്കട്ടെ. ജയന്തൻ അത് കയ്യിൽ വാങ്ങി കോൾവിളക്കിന്റെ പ്രകാശത്തിൽ നോക്കി. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം അതിൽ നിന്നും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ മറ്റൊന്നുകൂടി ജയന്തൻ ശ്രദ്ധിച്ചു. ദേവനാഗരി ലിപിയിൽ എന്തൊക്കെയോ അതിൽ കുറിച്ചിരുന്നു. പഴക്കമുള്ള എഴുത്താണ്. നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. ഇതില്ലാതെ തിരിച്ചു പോകാനൊക്കില്ലെങ്കിൽ ആള് നമ്മുടെ പിടിയിൽ തന്നെയാ. അതുകൊണ്ട് അങ്ങെന്താ ഉദ്ദേശിക്കുന്നത്? ഉണ്ണിച്ചിരുതേയി അമ്മ ചോദിച്ചു. ഉണ്ണിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. എന്തോന്നാ? അതായത് ഈ യക്ഷി എന്ന വർഗത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആരുടെ കയ്യിൽ അമരുന്നോ അവര് പറയുന്നത് കേൾക്കും. ഇനി മറ്റൊന്നുകൂടി, ഇപ്പറഞ്ഞ കാൽത്തളകളിലൊക്കെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും അവറ്റയ്ക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയായാൽ ഇതൊരു ബലമാണല്ലോ. സംശയമുണ്ടോ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒക്കെ ഞാൻ വഴിയെ മനസ്സിലാക്കി തരാം. പറയണത് അങ്ങ് കേട്ടാൽ മതി. എന്തോന്നു വച്ചാൽ പറഞ്ഞോളൂ. ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഉണ്ണിച്ചിരുതേയി അമ്മ ജയന്തന് പൂർണ്ണമായും കീഴ്പ്പെട്ടിരുന്നു. ജീവിതത്തിൽ അന്നുവരെ അനുഭവിക്കാത്ത ഒരു പുതിയ അനുഭവം അവരെ വാരിപ്പുണർന്നപ്പോൾ അയാൾക്ക് വേണ്ടി എന്തു ചെയ്യാനും അവർ ഒരുക്കമായി. ഒക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. നമ്മൾ 2 ആളും വിചാരിച്ചാൽ അവളെ പാട്ടിലാക്കി കുരുക്ഷേത്രത്തുമന കൈക്കലാക്കാം. ഇനി വേണ്ടത് മറ്റേ കാൽത്തളയാണ്. അത് എവിടാണെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് അറിയുക? നാളെ തന്നെ നിങ്ങൾ കുരുക്ഷേത്രത്തുമനയിൽ പോകണം. എങ്ങനെയെങ്കിലും അവളെ പാട്ടിലാക്കണം. എന്നിട്ട് ചോദിച്ചറിയണം. ആരുടെ കയ്യിലാണെന്നറിഞ്ഞാൽ പിന്നെ വഴിയുണ്ടാക്കാം. ഉണ്ണിച്ചിരുതേയി അമ്മ പിറ്റേന്നു രാവിലെ കുരുക്ഷേത്രത്തുമനയിലേക്ക് യാത്രയായി. അന്ന് കാപ്പിക്കുടി കഴിഞ്ഞപ്പോൾ ഗോപാലൻ നമ്പൂതിരി ചോദിച്ചു, ആ വന്ന സ്ത്രീ എവിടെ? അവരെ ഞാൻ അങ്ങോട്ട് തന്നെയാ പറഞ്ഞു വിട്ടിരിക്കണത്. ഉച്ചയായപ്പോൾ ദേവപ്രിയ കുളക്കടവിലേക്ക് പോയി. അടിച്ചുനന കഴിഞ്ഞ് മുങ്ങി നിവർന്നപ്പോൾ കരിങ്കൽ പടിക്കൽ ഉണ്ണിച്ചിരുതേയി അമ്മ നിൽക്കുന്നത് കണ്ടു. എന്തേ, ഉണ്ണിച്ചിരുതേയി അമ്മ ഇങ്ങെത്തിയോ? ദേവപ്രിയ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. മാറുമറയ്ക്കാതെ നിൽക്കുന്ന ദേവപ്രിയയെ അവർ നോക്കി.
അന്നൊരിക്കൽ താൻ ഋതുവായി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ കണ്ട അതേ സൗന്ദര്യമാണ് ഇപ്പോഴും ദേവപ്രിയയ്ക്കുള്ളത്. യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ തേജസ് തന്നെ ഇപ്പോഴും. ഇന്നും തീജ്വാലയുടെ നിറം തന്നെ. ആ കണ്ണുകളിൽ ഇന്ദ്രനീല കല്ലുകൾ തിളങ്ങുന്നു. കൺപീലികളുടെ കറുപ്പു നിറം കണ്ണെഴുതിയതുപോലെ തോന്നിക്കുന്നു. ആ മാറിടം അമൃത കലശങ്ങൾ പോലെ തന്നെ. ഇതു കണ്ടാൽ ദേവന്മാർ പാലാഴി കടഞ്ഞപ്പോൾ കയ്യിൽ കിട്ടിയ അമൃതകുംഭങ്ങൾ വലിച്ചെറിഞ്ഞു കളയും. ശിരാപടലങ്ങളിൽ അഗ്നിനദി ഒഴുകുന്ന മേനിക്കൊഴുപ്പാണ് ദേവപ്രിയയ്ക്ക്. ഉണ്ണിച്ചിരുതേയമ്മ പോലും അവളെ കണ്ടപ്പോൾ മോഹിച്ചുപോയി. എന്താ ആലോചിക്കുന്നത്? ദേവപ്രിയ തിരക്കി. ഓ, ഒന്നുമില്ല. പോയ കാര്യം എന്തായി? അത് കേട്ടപ്പോൾ അവരുടെ മുഖം പെട്ടെന്ന് ചുളിഞ്ഞു. എങ്കിലും മനസ്സിലെ വിചാരം എന്തെന്ന് പുറത്തു കാണിക്കാതെ അവർ നല്ലവണ്ണം അഭിനയിച്ചു നിന്നു. അതോടൊപ്പം തന്നെക്കുറിച്ച് ഒന്നും മനസ്സിലാകാതിരിക്കാനും തന്റെ മനോഗതി അറിയാതിരിക്കാനും വേണ്ടി അവർ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ മാന്ത്രിക ശക്തിയിൽ ദേവപ്രിയ അവരുടെ മനോഗതം മനസ്സിലാക്കിയതുമില്ല. ഇരിക്കൂ, ഞാനൊന്ന് മുങ്ങിക്കുളിച്ചോട്ടെ. ദേവപ്രിയ പടിക്കെട്ടിറങ്ങി. മുട്ടറ്റം വെള്ളത്തിൽ അവൾ നിന്നു. ഇനിയും ഇറങ്ങാമല്ലോ, ഉണ്ണിച്ചിരുതേയമ്മ പറഞ്ഞു. നേരാണല്ലേ, നല്ല തെളിവുള്ള വെള്ളമാണ്. അവൾ 2 ചുവടുകൾ കൂടി താഴോട്ടിറങ്ങി. അപ്പോൾ ഉണ്ണിച്ചിരുതേയമ്മ മുടിച്ചുരുളിൽ നിന്നു ജയന്തൻ നൽകിയ ഒരു ഏലസ് കയ്യിലെടുത്തു. അത് പോരുമ്പോൾ അയാൾ നൽകിയതായിരുന്നു. അതിനുള്ളിൽ കാഞ്ഞിരക്കുരു പൊടിച്ച് മന്ത്രം ജപിച്ച് അടക്കം ചെയ്തിരുന്നു. ആ പൊടി കലക്കിയ ജലം കണ്ണിൽപ്പെട്ടാൽ കാഴ്ച നശിക്കുന്നതായിരുന്നു. യക്ഷിയാണെങ്കിലും ഗന്ധർവ കന്യകയാണെങ്കിലും അവർക്ക് അന്ധത ബാധിക്കുന്ന വിധത്തിലും കൊടിയ മാന്ത്രികമാണ് അതിൽ ചെയ്തിരുന്നത്. ജയന്തൻ അങ്ങനെയുള്ള മന്ത്രങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തതായിരുന്നു. എന്നാൽ അതേക്കുറിച്ചൊന്നും ജയന്തൻ ഉണ്ണിച്ചിരുതേയമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പൊടി വെള്ളത്തിൽ കലക്കിയാൽ മതിയെന്നു മാത്രം പറഞ്ഞിരുന്നു. ഉണ്ണിച്ചിരുതേയമ്മ ഏലസ് തുറന്ന് അതേപടി വെള്ളത്തിലേക്ക് എറിഞ്ഞു. അത് തെളിഞ്ഞ ജലത്തിൽ കൂടി താണു പോകുമ്പോൾ അതിനുള്ളിൽ അടക്കം ചെയ്തിരുന്ന പൊടി സാവധാനം വെള്ളത്തിലേക്ക് ഊർന്നൊലിക്കുന്നത് അവർ കണ്ടു. തെളിഞ്ഞ വെള്ളത്തിൽ പുക പോലെയാണ് അത് അലിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും ദേവപ്രിയ ഒരു മുങ്ങു കഴിഞ്ഞ് ഉയർന്നു. വീണ്ടും അവൾ താണു മുങ്ങി. ഉണ്ണിച്ചിരുതേയമ്മ നിർനിമേഷയായി പടിക്കൽ നോക്കിയിരുന്നു. ദേവപ്രിയ വീണ്ടും താണു. ഇത്തവണ അവൾ ഉയർന്നപ്പോൾ കണ്ണിൽ പൊത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ കണ്ണിൽ വീണതുപോലെ അവൾ പിറുപിറുത്തു. അതിനുശേഷം തുവർത്തി പെട്ടെന്ന് കയറുകയും ചെയ്തു. ജയന്തൻ പറഞ്ഞയച്ചതുപോലെ തന്നെ സാധിച്ചു. അയാൾ നിർദ്ദേശം കൊടുത്തത് ഇപ്രകാരമായിരുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ദേവപ്രിയയ്ക്ക് മാറ്റം വരും. അവൾ യക്ഷിയായി തീരും. ആ അവസരത്തിൽ അവളിൽ എന്തു ചെയ്താലും ഏൽക്കുകയില്ലെന്ന് അയാൾ പറഞ്ഞിരുന്നു. അതിനു മുൻപ് തന്നെ ഇത് പ്രവർത്തിച്ചിരിക്കണം. എന്നാൽ യാതൊരു കാരണവശാലും അത് മനസ്സിലാകുകയും അരുത്. അതേപോലെ തന്നെ ഉണ്ണിച്ചിരുതേയമ്മ ചെയ്തു. ദേവപ്രിയ കുളി കഴിഞ്ഞ് കൽപ്പടവുകൾ കയറി മുകളിലെത്തി. അവൾക്ക് എന്തോ പോലെ തോന്നി. കണ്ണുകളിൽ അവൾക്ക് ഒരു നേരിയ മൂടൽ അനുഭവപ്പെട്ടു, ഒരു അവ്യക്തത. ഉണ്ണിച്ചിരുതേയമ്മേ, പോകാം, അവൾ പറഞ്ഞു. ശരി. അവർ മുന്നിൽ നടന്നു. തന്റെ മുന്നിലായി നടക്കുന്ന ഉണ്ണിച്ചിരുതേയമ്മയെ മാത്രമേ ദേവപ്രിയയ്ക്ക് കാണാമായിരുന്നുള്ളൂ. അതിനപ്പുറം കണ്ടുകൂടായിരുന്നു. എന്തോ പന്തികേട് തനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഈ സമയം സൂര്യൻ മറഞ്ഞു. അതോടെ അവരുടെ മനുഷ്യരൂപം മാറുകയും യക്ഷിരൂപം ലഭിക്കുകയും ചെയ്തു. കണ്ണിൽ തോന്നിയിരിക്കുന്ന അവ്യക്തത മാറിക്കിട്ടി. പക്ഷെ ഉണ്ണിച്ചിരുതേയമ്മയ്ക്ക് യാതൊന്നും മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒന്നും ഭാവിക്കാതെ നടന്നു. എങ്കിലും ജയന്തൻ നൽകിയ ഏലസിലെ പൊടിയിൽ എന്തോ മാന്ത്രിക വിദ്യ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് അവർ ഊഹിച്ചു. ഇതാരാ കൂടെയുള്ളത്? സരസ്വതി അന്തർജനം ചോദിച്ചു. അപ്പോഴാണ് അവർ ഉണ്ണിച്ചിരുതേയമ്മയെ കാണുന്നത്. കുറെ വടക്കുള്ളതാണേ, ഇല്ലത്തെ ആണേ, അവർ സ്വയം താഴ്ത്തി പറഞ്ഞു. കയറി പോന്നോളൂ, സരസ്വതിയമ്മ പറഞ്ഞു. രണ്ടാളും അകത്തേക്ക് പോയി. ദേവപ്രിയ തുളസിത്തറയിൽ വിളക്കുവെച്ചു. അപ്പോഴും അവൾക്ക് നേരിയ തോതിൽ തന്റെ കണ്ണിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുകയും ചെയ്തു. 1-2 തവണ കണ്ണുകൾ തിരുമിയെങ്കിലും കണ്ണിൽ എന്തോ നീറ്റലുള്ളതായി അനുഭവപ്പെട്ടു. രാത്രി പാൽക്കഞ്ഞി കുടിച്ചു. സരസ്വതി അന്തർജനവും ഉണ്ണിച്ചിരുതേയമ്മയും വെറ്റില ചവയ്ക്കാൻ അകക്കളത്തിൽ കൂടി. ഇതൊക്കെയാണെങ്കിലും പേരു പറഞ്ഞില്ലല്ലോ, സരസ്വതി അന്തർജനം ചോദിച്ചു. താത്രിക്കുട്ടിയെന്നാ വിളിക്കാറ്. ഇല്ലം ഏതാന്നാ പറഞ്ഞത്?
വടക്ക പൂഴൂലി ഇല്ലം എന്ന് പറയും. ഇങ്ങോട്ടൊക്കെ വരാനുണ്ടായ കാരണം അതൊരു കഥയാ. ഈ നാട്ടിൽ ഒരു ചെറിയ ബന്ധമൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അതാർക്കും അറിഞ്ഞുകൂടതാനും. എവിടെയാ അത്? ചെന്നാങ്കേരി മനക്കൽ. ചേരുന്ന ഒരു കളവ് തന്നെ, ഉണ്ണിച്ചിരുതേയമ്മ പറഞ്ഞു. അത് സരസ്വതി അന്തർജനം വിശ്വസിക്കുകയും ചെയ്തു. അപ്പോ ദാനവേദനമ്മാവന്റെ? ഞാൻ പറഞ്ഞില്ലേ, അകന്ന ബന്ധമേ ഉള്ളുവെന്ന്. ചിലപ്പോൾ എന്നെ കണ്ടാൽ അറിഞ്ഞൂന്നുകൂടി വരില്ല. അവിടെ പോകാതെയാണോ ഇങ്ങോട്ടിറങ്ങിയത്? സരസ്വതി അന്തർജനം തിരക്കി. അതെ, ഞാൻ ഇവിടെ എത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ ഒരു വഴിപോക്കൻ പറഞ്ഞു ഇതും ഒരില്ലമാണെന്ന്. ഓഹോ, വന്നതിൽ സന്തോഷം തന്നെ. വല്ലാത്ത ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. ഇവിടെ തന്നെ ആയി കളയാം. അവർ ചുവരിനോട് ചേർത്ത് വെച്ചിരുന്ന തലയണയും പായും എടുത്തു നിവർത്തി അതിൽ ചെരിഞ്ഞു കിടന്നു. എങ്കിൽ ഞാനും ഇവിടെ തന്നെ ആവാം. സരസ്വതി അന്തർജനം എണീറ്റ് വടക്കിനിയിൽ പോയി തലയണയും പായും എടുത്തുകൊണ്ടുവന്ന് ഉണ്ണിച്ചിരുതയ്യമ്മയുടെ അടുത്തായി ഇട്ടുകിടന്നു. അപ്പോൾ ദേവപ്രിയയും വിഷ്ണുദേവനും കിടക്കറയിലായിരുന്നു. ആ സ്ത്രീ ഏതാണ്? വിഷ്ണുദേവൻ ചോദിച്ചു. അവർ ഈ നാട്ടിൽ ആരുമായിട്ടോ ബന്ധമുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് അറിയാമോ? അറിയാം. അതെങ്ങനെ? അവർക്ക് 11 വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? ദേവപ്രിയ എന്താണ് ഈ പറയുന്നത്? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ ഞാൻ പറയുന്നത് ശരി തന്നെയാണ്. ഞാൻ എന്തിനു വിഷ്ണുവിനോട് കള്ളം പറയുന്നു? എനിക്ക് ചെറുപ്പമോ വാർദ്ധക്യമോ ഉണ്ടോ? അത് ശരി തന്നെ. ഞാൻ മറന്നു. എന്റെ ദേവപ്രിയയ്ക്ക് ഒരിക്കലും വാർദ്ധക്യമില്ല. പക്ഷേ ഞാൻ വൃദ്ധനാകുമ്പോൾ ഈ പ്രിയ തിരിച്ചു പോവില്ലേ? അത് കേട്ടപ്പോൾ അവൾ വല്ലാതെയായി. അവളുടെ കണ്ണുകളിൽ ജലകണങ്ങൾ ഉരുവെടുത്തു. അതെ അതെ, എനിക്ക് പോകേണ്ടി വരും, അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ തനിച്ചാവും ഇല്ലേ? വിഷ്ണുദേവൻ ചോദിച്ചു. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? കിടക്കാം. അവൾ വിഷ്ണുദേവനെ തന്നോട് ചേർത്തു. പുലർച്ചെ കോഴി കൂകിയപ്പോൾ അവൾ ഉണർന്നപ്പോൾ കണ്ണുകൾക്ക് എന്തോ അസ്വസ്ഥത അവൾക്ക് അനുഭവപ്പെട്ടു. പക്ഷെ ക്ഷേത്രത്തിലെത്തി നിർമാല്യം തൊഴാതെ പറ്റില്ല. അതിവേഗം എണീറ്റ് സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് കുളി കഴിഞ്ഞ് ഭഗവതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ വേണ്ടി അവൾ പാഞ്ഞു. കുളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ച ശേഷം ദേവപ്രിയ ഓമല്ലൂർ കാവിലേക്ക് പറക്കുകയാണ് ചെയ്തത്. കൺപോളകൾ അകറ്റിയപ്പോൾ ദേവി അവ്യക്തമായ രൂപത്തിൽ മുന്നിൽ നിൽക്കുന്നതാണ് ദേവപ്രിയ കണ്ടത്. എന്റെ ഭഗവതി, അവൾ വിളിച്ചു. എനിക്ക് മനസ്സിലായി നിനക്ക് എന്തു സംഭവിച്ചെന്ന് ഭഗവതി പറയുന്നതായി അവൾക്ക് തോന്നി. എന്താ? ദേവിയെ എനിക്ക് ശരിക്കും കാണാൻ കഴിയുന്നില്ല, അവൾ പറഞ്ഞു. അതും മനസ്സിലായി. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. നിന്നിലുള്ള അമാനുഷിക ശക്തിക്ക് എന്തോ ചില മാറ്റങ്ങൾ വരുന്നതായി എനിക്ക് തോന്നിപ്പോകുന്നു. അയ്യോ, ഞാൻ എന്താണ് കേൾക്കുന്നത്? അവിടുന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ലാത്തതൊന്നും ഞാൻ പറയില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? എനിക്കറിയാം. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നും മുക്തി നേടുവാൻ ഇപ്പോൾ ഞാൻ നിനക്ക് ശക്തി തരുന്നു. അത് നിന്റെ ശക്തിയുടെ വളരെ കുറഞ്ഞ ഒരു ഭാഗമാണ്. പക്ഷേ ഇങ്ങനെ അധികം മുന്നോട്ടു പോയാൽ പറ്റില്ല. കാരണം എന്റെ ശക്തിയിൽ എനിക്ക് മാറ്റം വരുത്താൻ സാധ്യമല്ല. ദേവി വലത് കൈ ഉയർത്തി അതിൽ നിന്നും ഒരു പ്രകാശധാര ദേവപ്രിയയുടെ കണ്ണുകളിലേക്ക് സാവധാനം ഒഴുകി വന്നു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവപ്രിയയ്ക്ക് ഭഗവതിയെ ശരിക്ക് കാണാമെന്നായി. ആനന്ദം കൊണ്ട് അവളുടെ ഉള്ള് ഒരു പുഷ്പത്തിന്റെ ഇതളുകൾ പോലെ വിടർന്നു. ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണമറിയാൻ അവൾക്ക് ആഗ്രഹമുണ്ടായി. അവൾ ദേവിയോട് ചോദിച്ചു, എന്റെ ഭഗവതി, എനിക്കിങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ അഹിതമായി അവിടുത്തോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എനിക്കതിൽ സന്തോഷവുമുണ്ട്. പക്ഷേ ഇതിന്റെ കാരണം പറയാൻ എനിക്ക് പറ്റില്ല. അത് നീ അറിയേണ്ട ആവശ്യവുമില്ല. ഉണ്ണിച്ചിരുതേയമ്മ കാരണമാണ് ദേവപ്രിയയ്ക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് ദേവി പറയാതിരിക്കാൻ കാരണവുമുണ്ട്. വളരെ ചെറുപ്പം മുതൽക്കേ ഉണ്ണിച്ചിരുതേയമ്മ ഓമല്ലൂർ ഭഗവതിയുടെ ഭക്തയായിരുന്നു. ദേവിയെ പ്രീതിപ്പെടുത്തി അവർ പല വരങ്ങളും വാങ്ങിയിരുന്നു. തന്നെ സേവിക്കുന്നവരെ എല്ലാവരെയും ഒരുപോലെയാണ് ദേവി കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഉണ്ണിച്ചിരുതേയമ്മയെക്കുറിച്ച് ദേവി പറയാതിരുന്നതും. അതേസമയം ദേവി ദേവപ്രിയയുടെ അസുഖം ഭേദമാക്കുകയും ചെയ്തു. ഞാൻ പോട്ടെ ദേവി, അവൾ വിട പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കുക. നിനക്കിനി അധികം നാൾ ഇല്ലെന്നുള്ളത് എപ്പോഴും ഓർമ്മയിലിരിക്കണം. അതനുസരിച്ചു വേണം ഇനിയുള്ള ജീവിതകാലം, ദേവി ഓർമ്മിപ്പിച്ചു. അവൾ ഇല്ലത്തേക്കു മടങ്ങി.
പതിവ് പോലെ അടുക്കളപ്പണിയിൽ അവൾ ഏർപ്പെട്ടപ്പോൾ ഉണ്ണിച്ചിരുതയ്യമ്മയ്ക്ക് സംശയം തോന്നി. എന്താ, താൻ ചെയ്ത കാര്യം ഫലിച്ചില്ലാന്നുണ്ടോ അവർ ചിന്തിച്ചു. ഹേയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മഹാമാന്ത്രികനായ ജയന്തന് തെറ്റുപറ്റുമോ? ചിലപ്പോൾ താമസിച്ചേ ഫലം കാണുകയുള്ളൂ, അവർ സമാധാനിച്ചു. അതോടൊപ്പം മറ്റൊരു ചിന്താഗതി അവരുടെ ഉള്ളിൽ രൂപം കൊണ്ടു. സരസ്വതി അന്തർജനത്തിന് ദേവപ്രിയെക്കുറിച്ചുള്ള രഹസ്യം അറിയാനിടയില്ല. അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ഇവിടെ താമസിപ്പിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ദേവപ്രിയെക്കുറിച്ചുള്ള രഹസ്യം അവരോട് പറഞ്ഞാലെന്ത്? അതിനു പറ്റിയ അവസരം അവർ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അന്ന് ഉച്ചയൂണ് കഴിഞ്ഞ് വിഷ്ണുദേവൻ പതിവുറക്കത്തിന് കിടന്നപ്പോൾ ദേവപ്രിയ അടുത്തു വന്നിരുന്നു. അവർ അയാളോട് പറഞ്ഞു, എനിക്കെതിരായി എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദേവപ്രിയയുടെ മുഖത്തെ വ്യാകുല ഭാവവും അവളുടെ സംശയം കൂടി കേട്ടപ്പോൾ വിഷ്ണുദേവൻ കട്ടിലിൽ എണീറ്റിരുന്നു. എന്താ അങ്ങനെ തോന്നാൻ കാരണം? അയാൾ ചോദിച്ചു. ഒരു ചെറിയ സംശയം. ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ കുളിക്കാൻ പുഴയിലിറങ്ങി കയറിയപ്പോൾ എന്റെ കാഴ്ചയ്ക്ക് കുറവ് സംഭവിച്ചതുപോലെ തോന്നി. ആരോ എനിക്കെതിരെ കരുനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എനിക്ക് പോയേ തീരൂ. അയ്യോ, അതെന്താണ്? അങ്ങനെ പറയാൻ എന്താണ് കാരണം? ദേവിയും അത് സൂചിപ്പിച്ചു. ഇവിടെ എനിക്ക് ദേവി തന്നിരിക്കുന്ന സമയം അധികമില്ലെന്ന് അറിയാമല്ലോ. അതിൽ കാര്യമില്ല. ദേവി വിചാരിച്ചാൽ അത് നീട്ടിത്തരാൻ കഴിയും. ഇനി അതല്ല, ദേവപ്രിയ ഒരു മനുഷ്യ സ്ത്രീ ആയാലെന്താ? എന്നോടൊപ്പം ജീവിച്ചുകൂടെ? എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്? അത് സാധിക്കുന്ന കാര്യമാണോ? ഭഗവാൻ ഓരോരുത്തരെയും ഓരോ തരത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദേവന്മാർ, അസുരന്മാർ, യക്ഷി, ഗന്ധർവ, കിന്നരാദികൾ, മനുഷ്യർ, പ്രേതപിശാചുക്കൾ എന്നിങ്ങനെ. ഇവയ്ക്കൊന്നും ഒരിക്കലും പരസ്പരം മാറാൻ സാധ്യമല്ല. അങ്ങനെയാണോ? അപ്പോൾ ദേവപ്രിയ തിരിച്ചു പോകുമെന്നാണോ പറയുന്നത്? എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്? അതിനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ. എന്നാൽ എനിക്കെന്നും ഓർമ്മിക്കാൻ എന്തെങ്കിലും വേണം. അയാൾ അവളെ മാറോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. ഈ ഓർമ്മ പോരെ? അവൾ അയാളെ ആലിംഗനം ചെയ്തു. ഇലഞ്ഞിപ്പൂക്കളുടെ മണമുള്ള അവളുടെ വിയർപ്പ് അയാളുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നു. അവളുടെ ചുടുനിശ്വാസങ്ങൾ അയാളുടെ കവിൾത്തടങ്ങളിൽ പതിഞ്ഞപ്പോൾ ഇതിനു മുമ്പും താൻ എപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരുന്ന നിർവൃതിയാണെങ്കിൽ കൂടിയും അതിന് പുതുമയുണ്ടായിരുന്നു. അങ്ങനെ ഒരു പുതിയ സ്വപ്നത്തിന്റെ താളലയങ്ങളിൽ അവർ ഇഴുകിച്ചേർന്നുകൊണ്ടിരുന്നപ്പോൾ ഉരപ്പുരയിൽ സരസ്വതി അന്തർജനവും ഉണ്ണിച്ചിരുതേയമ്മയും അവരുടെ പഴയ കാലങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഉണ്ണിച്ചിരുതേയമ്മ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടെന്നാണല്ലോ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. കാശി, രാമേശ്വരം, ബദ്രീനാഥ് ഇവിടെയൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ടല്ലോ, അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോകാത്ത പുണ്യസ്ഥലങ്ങളില്ല. അവിടെയൊക്കെ പോയിട്ട് എന്തു പഠിച്ചു? അതൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ എന്നെ ഇഷ്ടപ്പെടില്ലായിരിക്കും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ബദ്രീനാഥിന് അപ്പുറത്ത് മലഞ്ചെരുവിലുള്ള ഒരു ഗുഹയിൽ വെച്ച് ഞാനൊരു സന്യാസി വര്യനെ കാണുകയുണ്ടായി. അദ്ദേഹത്തിൽ നിന്നും അസാരം ചില വിദ്യകളൊക്കെ ഞാൻ പഠിച്ചു. നേരോ? എന്തൊക്കെയാ പഠിച്ചത്? സരസ്വതി അന്തർജനം അത്ഭുതത്തോടെ ചോദിച്ചു. മാന്ത്രിക വിദ്യകളാണെന്ന് കൂട്ടിക്കൊള്ളൂ. കൊള്ളാമല്ലോ. മന്ത്രവാദമൊക്കെ അറിയാമോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ക്ഷമിക്കണം, പഠിക്കേണ്ടി വന്നതുകൊണ്ട് പഠിച്ചു പോയതാ. സൗകര്യവും കിട്ടി. അങ്ങനെയെങ്കിൽ എനിക്ക് ചിലതൊക്കെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, കാണിച്ചു തരാമല്ലോ. ഉണ്ണിച്ചിരുതേയമ്മ ഒരു വെറ്റിലയെടുത്ത് നടുകീറി തിരിച്ചിട്ടു. ഇത് പണ്ട് പുരാണത്തിൽ പറഞ്ഞ പ്രകാരമാണല്ലോ. എന്താ ഇതിനർത്ഥം? കണ്ടില്ല അല്ലേ? ദാ അങ്ങോട്ട് നോക്കൂ. സരസ്വതി അന്തർജനം പുറത്തേക്ക് നോക്കി. പുരയുടെ അല്പം അകലെ നിന്നിരുന്ന ഒരു കവുങ്ങ് നടുവേ കീറി താഴത്തേക്ക് വരുന്നതാണ് കണ്ടത്. വളരെ കൃത്യമായി അത് പകുത്ത് ഇരുവശത്തേക്കും മറിഞ്ഞു വീണു. ശബ്ദമൊന്നും കേട്ടതുമില്ല. എന്തേ ഇങ്ങനെ വെറ്റില തിരിച്ചിട്ടത്? അന്തർജനം ചോദിച്ചു. അതിന് കാരണമുണ്ട്. മറ്റാരും ഇത് പഴയതുപോലെ ആക്കാതിരിക്കാനാണ്. മറ്റാരുമെന്ന് പറഞ്ഞാൽ ഇവിടെ വല്ല മന്ത്രവാദികളുമുണ്ടോ? ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഉണ്ണിച്ചിരുതേയമ്മ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നീങ്ങി. സംശയങ്ങളോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞാൽ അവിടുന്ന് കോപിക്കുമോ? എന്തിനാ കോപിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടുത്തെ കുട്ടിയെക്കുറിച്ച് എനിക്ക് നേരിയ സംശയമുണ്ട്. തെളിച്ചു പറയുന്നത് ശരിയല്ല എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്.
അത് കേട്ടപ്പോൾ സരസ്വതി അന്തർജനം അവർക്കുണ്ടായ ഒരു പഴയ അനുഭവം ഓർത്തുപോയി. ദേവപ്രിയ ഒരിക്കൽ വിളക്ക് വയ്ക്കാൻ തുളസിത്തറയ്ക്ക് സമീപം പോയതും അവളുടെ ശരീരത്തിൽ കൂടി വിളക്ക് കണ്ടതും അവരുടെ ഓർമ്മയിൽ കടന്നുവന്നു. അതുപോലെ ഗോപാലൻ നമ്പൂതിരിയെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതും അവർ ഓർത്തു. വിഷ്ണുവിന്റെ വേളിയെക്കുറിച്ച് എന്തേ നിങ്ങൾക്ക് പറയാനുള്ളത്? അവൾ ആരാണെന്നാ സരസ്വതി അന്തർജനം ചോദിച്ചു. എന്റെ മുഴുവൻ ധാരണയും ആ പെൺകുട്ടി ഒരു മനുഷ്യ സ്ത്രീ അല്ലെന്നാണ്. മനുഷ്യ സ്ത്രീ അല്ലെന്നോ? തന്റെ അനുഭവം പുറത്തു പറയാതെ അവർ ചോദിച്ചു. അതെ, സംശയം കൊണ്ടാ ഞാനും പറയുന്നത്. ആരാണെന്നാ നിങ്ങളുടെ അഭിപ്രായം? ഉണ്ണിച്ചിരുതേയമ്മ തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു. പണ്ട് ചെറുപ്പത്തിൽ ക്ഷേത്രത്തിനടുത്തു വെച്ച് ദേവപ്രിയയെ കണ്ട കാര്യം അവർക്ക് മാത്രം അറിവുള്ള കാര്യമാണല്ലോ. അതു പറഞ്ഞാൽ അന്തർജനം വിശ്വസിക്കും. മാത്രമല്ല, തനിക്കിപ്പോൾ മാന്ത്രിക ശക്തിയുണ്ടെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. തിരിച്ചിട്ട വെറ്റില ഒന്നിനു മുകളിൽ മറ്റേതും വെച്ച് വെറ്റില ചെല്ലത്തിന്റെ അടിയിൽ അവരിട്ടു. ഇത് ചവയ്ക്കേണ്ട കേട്ടോ, ഇങ്ങനെ ഇരിക്കട്ടെ, അവർ പറഞ്ഞു. അപ്പോൾ ആരാണെന്നാ പറയുന്നത്? സരസ്വതി അമ്മ ഓർമ്മപ്പെടുത്തി. മോൾ ഒരു മനുഷ്യ സ്ത്രീ അല്ല, യക്ഷിയാണ്. എന്താണീ പറയുന്നത്? നേരാണോ? ഞാൻ എന്തിനാ കളവ് പറയുന്നത്? അല്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇതിനു മുമ്പ് പലപ്പോഴുണ്ടായ അനുഭവങ്ങൾ വെച്ച് സരസ്വതി അന്തർജനത്തിന് സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്തു. എങ്കിലും അവർ പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു. സാധാരണയിൽ നിന്നും അല്പം വൈകിയാണ് ദേവപ്രിയ പകലുറക്കം കഴിഞ്ഞ് ഉണർന്നത്. കുളി കഴിഞ്ഞ് അവൾ കാവിൽ പോയി ദീപാരാധന കഴിഞ്ഞ് മടങ്ങി വന്നു. അന്ന് നിലാവുള്ള രാത്രിയായിരുന്നു. രാത്രി വിഷ്ണുദേവൻ തൊഴുത്തിൽ പശു അമറുന്നത് കേട്ട് പുറത്തേക്കിറങ്ങി. അപ്പോൾ കവുങ്ങ് നടുവേ കീറി ഇരുവശത്തേക്കും കിടക്കുന്നത് കണ്ടു. അയാൾ ആ വിവരം ദേവപ്രിയയോട് പറഞ്ഞു. അവൾ അടയ്ക്കാമരം കാണാൻ വേണ്ടി പുറത്തേക്കിറങ്ങി. വളരെ വിശേഷപ്പെട്ട കവുങ്ങായിരുന്നു. നിറയെ കായ്ഫലവുമുണ്ട്. പോയല്ലോ, വിഷ്ണു അല്പനേരം നിരാശയോടെ പറഞ്ഞു. എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ. ദാ നോക്കൂ. അവൾ അവിടെ നിന്നിരുന്ന കൂവള്ളത്തറയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് മന്ത്രം ജപിച്ച് കവുങ്ങിൻ ചുവട്ടിലേക്ക് എറിഞ്ഞു. പെട്ടെന്ന് ഇരുവശത്തേക്കും കീറിക്കിടന്നിരുന്ന കവുങ്ങ് മുകളിലേക്ക് മുറി കൂടി ഉയർന്നു പോകുന്നത് വിഷ്ണുദേവൻ കണ്ടു. സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ വിഷ്ണുദേവന് സന്തോഷവും ഒപ്പം സംശയവും ഉണ്ടായി. കമുക് കീറി വേർപെടുത്തിയ ആൾ ആരാണെന്ന് വിഷ്ണുദേവന് അറിയാമായിരുന്നു. ഉണ്ണിച്ചിരുതേയി അമ്മ തന്നെ. രാവിലെ അവർ എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് പഴയ കമുങ്ങ് തന്നെയാണ്. കണ്ടു കഴിയുമ്പോൾ ആരാണ് അതെന്ന് വ്യക്തമാവുകയും ചെയ്യും. വിവരം അമ്മയോട് പറയുകയും ചെയ്യും. കേട്ടോ ദേവപ്രിയെ, നാളെ ഇത് കാണുമ്പോൾ അവർ അമ്മയെ കാണിക്കും. കാണിച്ചോട്ടെ, അപ്പോൾ നിന്നെ സംശയിക്കില്ലേ? വിഷ്ണു വിചാരിക്കുന്നുണ്ടോ എന്നെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന്? നല്ല കാര്യായി. ഞാൻ ആരാണെന്ന് വിഷ്ണുവിന് അറിഞ്ഞുകൂടെ? അറിയാം. അവളുടെ ചെറുപ്പത്തിലും ഞാൻ ഇതുപോലെ തന്നെ ആയിരുന്നു. ഉണ്ണിച്ചിരുതേയുടെ അടുത്ത ജന്മത്തിലും ഞാൻ ഇതുപോലെ തന്നെ ഇരിക്കും. വരും ജന്മത്തിൽ അവൾ ഒരു കടവാവലാകും. ഈ ജന്മത്തിൽ അവൾ ചെയ്തു കൂട്ടുന്ന പൈശാചിക കൃത്യങ്ങൾക്ക് അതൊരു പരിഹാരമായിരിക്കും. ദേവപ്രിയ പറഞ്ഞു. നമുക്ക് കിടക്കാം. വിഷ്ണു അവളെയും കൂട്ടിക്കൊണ്ട് കിടക്കറയിലേക്ക് പോയി. ഉണ്ണിച്ചിരുതേയി അമ്മ പതിവ് പോലെ രാവിലെ തന്നെ എണീറ്റു. ഉരപ്പുരയിൽ നിന്നും അവർ പടിഞ്ഞാറു ഭാഗത്തേക്ക് നോക്കി. അടയ്ക്കാമരം നിവർന്നു നിൽക്കുന്നു. അതിന്റെ തലയിൽ മഞ്ഞ പ്രകാശവുമുണ്ട്. കിഴക്ക് സൂര്യൻ തലപൊന്തിച്ചു വരുന്നതേയുള്ളൂ. സരസ്വതി, സരസ്വതി, ഉണ്ണിച്ചിരുതേയി അമ്മ വിളിച്ചു. അവരുടെ ഉച്ചത്തിലുള്ള വിളി കേട്ട് വിഷ്ണുദേവന്റെ അമ്മ പുറത്തേക്ക് വന്നു. അവർ അടുക്കളയിൽ ചായ തിളപ്പിക്കുകയായിരുന്നു. എന്താ എന്താ അവർ ചോദിച്ചു. ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഉണ്ണിച്ചിരുതേയി അമ്മ പറഞ്ഞു. എന്താണ് വിശേഷം? നോക്കൂ, അടയ്ക്കാമരം നേരെ നിൽക്കുന്നില്ലേ? അതുതന്നെയാ വിശേഷം. എന്തേ ഉണ്ണിച്ചിരുതേയി, ഇത് കളിതമാശ പറയാനുള്ള സമയമാണോ രാവിലെ? അല്ല, ഇത് കാണുന്നില്ലേ? ഇന്നലെ രണ്ടായി പിളർന്നു കിടന്നു. ഇന്നിതാ നേരെ നിൽക്കുന്നു. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ മറ്റേ ആളുണ്ടെന്ന്. എന്തു മറ്റേ ആളെന്നാ നിങ്ങളെ പറയുന്നത്? അടയ്ക്കാമരം രണ്ടായി പിളർന്നു തന്നെയാ കിടക്കണത്. ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥയല്ലേ? ഉണ്ണിച്ചിരുതേയി അമ്മ ചോദിച്ചു. എന്തോന്നവസ്ഥ? ഞാൻ പോട്ടെ. സരസ്വതി അന്തർജനം അകത്തേക്ക് കയറിപ്പോയി. ഉണ്ണിച്ചിരുതേയി അമ്മയ്ക്ക് സംഗതി വ്യക്തമായി. ദേവപ്രിയ ശരിക്ക് പെരുമാറിയിട്ടുണ്ട്. അടയ്ക്കാമരം ആദ്യം നിന്നപടിയാക്കി.
അതിനുശേഷം സരസ്വതി അന്തർജനം കാണത്തക്ക രീതിയിൽ അവരെ ആക്കി തീർക്കുകയും ചെയ്തു. അവർ നോക്കുമ്പോൾ മാത്രം അടയ്ക്കാമരം രണ്ടായി പകുത്തുകിടക്കും. പക്ഷേ സത്യത്തിൽ അടയ്ക്കാമരം നേരെ തന്നെയാണ്. ഉണ്ണിച്ചിരുതേയി അമ്മയുടെ അഭ്യാസം അവിടെ ഫലിച്ചില്ല. ദേവപ്രിയ പതിവ് പോലെ കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അപ്പോൾ മൂന്നാം യാമം അവസാനിച്ചതേയുള്ളൂ. എങ്ങും ഇരുട്ട് വ്യാപിച്ചു നിൽക്കുകയാണ്. ദേവിയെ തൊഴുത് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ ദേവപ്രിയെ അവിടെ നിൽക്കൂ എന്ന ശബ്ദം കേട്ടു. അവൾ നിന്നു. ഇനി കേവലം 37 നാഴികകൾ മാത്രമേ നിനക്കുള്ളൂ. അതു കഴിഞ്ഞാൽ നീ വീണ്ടും പഴയ ജോലി ഏറ്റെടുക്കണം, ദേവി പറഞ്ഞു. അപ്രതീക്ഷിതമായി അത് കേട്ടപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചുപോയി. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത്. ചിന്തിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവൾക്ക് തിരിച്ചു പോകേണ്ട സമയമായി. നീ ദുഃഖിക്കേണ്ട. നിന്നെപ്പോലെ ഒരുവൾക്ക് ആദ്യം കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണിത്. ആഗ്രഹിച്ച പുരുഷനെ സമ്പാദിക്കുകയെന്നത്. അത് സാധിക്കുകയും ചെയ്തു. പൊയ്ക്കൊള്ളൂ, ദേവി പറഞ്ഞു. അവൾ മുന്നോട്ട് കാലെടുത്തു വയ്ക്കാൻ ഭാവിച്ചപ്പോൾ ദേവി വീണ്ടും വിളിച്ചു. പിന്നെ ഒരു കാര്യം, ദിവസങ്ങൾ ഇത്രയുള്ളെങ്കിൽ കൂടി ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഏതെങ്കിലും കുടുക്കിൽ ചെന്ന് അകപ്പെടരുത്, സൂക്ഷിക്കുക. ദേവി പറഞ്ഞതിന്റെ പൊരുൾ അവൾക്ക് മനസ്സിലായി. ഏതെങ്കിലും ഒരു ആപത്തിൽ ചെന്നുപെട്ടാൽ പിന്നീട് തിരിച്ചു പോരാൻ ബുദ്ധിമുട്ടാണ്. മറ്റാരെങ്കിലും ദ്വാരപാലികയായി ദേവി നിയമിച്ചു പോയാൽ പിന്നെ തനിക്കുള്ള ഏക ആശ്രയം ഏതെങ്കിലും യക്ഷിപ്പാലയായിരിക്കും. ദേവി പറഞ്ഞത് ഓർമ്മിച്ചുകൊണ്ട് അവൾ നടന്നു. പതിവ് സമയത്തു തന്നെ അവൾ അടുക്കളയിൽ കയറി കാപ്പിയും മറ്റും തയ്യാറാക്കിയിരുന്നു. ഉണ്ണിച്ചിരുതേയി അമ്മയെ ദേവപ്രിയ സൂക്ഷിച്ചു നോക്കി. വളരെ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. അവർക്ക് കാര്യം മനസ്സിലായി. അധികമാകേണ്ട എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥമെന്ന് അവർക്ക് തോന്നി. ഇതൊക്കെയാണെങ്കിലും ഉണ്ണിച്ചിരുതേയി അമ്മയ്ക്ക് ജയന്തനോടുള്ള വാക്ക് പാലിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ദേവപ്രിയയെ കുടുക്കിൽ ചാടിക്കണമെന്നും അവർ തീരുമാനിച്ചു. എങ്കിലും ജയന്തന്റെ ഉപദേശം വീണ്ടും അവർ ആഗ്രഹിച്ചു. അന്നു വൈകുന്നേരം അവർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് തിരിച്ചു. പക്ഷെ പോയത് വിശ്വമംഗലത്തേക്കായിരുന്നു. അവിടെ പടിപ്പുര കടന്നപ്പോൾ ജയന്തനെ കണ്ടു. അയാൾ നിരാശനായി ഇരിക്കുന്നതുപോലെ കാണപ്പെട്ടു. സത്യവും അതുതന്നെയായിരുന്നു. ഇന്നുവരെ ഉണ്ടാവാത്ത ഒരു പരാജയമായിരുന്നു അയാളെ പിടികൂടിയത്. ഇതിന് മുൻപൊരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ പല മാന്ത്രിക വിദ്യകളും ചെയ്തിട്ടുണ്ട്. പിന്നോട്ട് നോക്കിയാൽ പോലും ആ തറവാട്ടിലെ ആരെയും തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ ഒരു സാധാരണ യക്ഷി തന്നെ തോൽപ്പിക്കാൻ വന്നിരിക്കുന്നു. ഉഗ്രമൂർത്തികൾ മുതൽ രക്ത ചാമുണ്ടി വരെ വിശ്വമംഗലത്തെ മാന്ത്രികന്മാരുടെ മുന്നിൽ ഒന്നുമല്ലായിരുന്നു. അവരെയൊക്കെ പറയുന്നത് പോലെ അനുസരിപ്പിക്കുമായിരുന്നു. ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് ഒഴിവായിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഏതു മാന്ത്രികത്തിലും അഗ്രഗണ്യനായ മുത്തശ്ശൻ വരെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ വിചാരിച്ചിരിക്കവെയാണ് ഉണ്ണിച്ചിരുതേയി അമ്മ കടന്നു വരുന്നത്. അവരെ കണ്ടപ്പോൾ തന്റെ നിരാശയ്ക്കൊരു പരിഹാരമായേക്കുമെന്ന് ജയന്തൻ കരുതി. എന്തേ ഉണ്ണി, വല്ലോം നടന്നോ? ജയന്തൻ ചോദിച്ചു. ഇല്ല, നടന്നില്ല. എന്താ, തോൽവിയാണോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. എന്തേ, അത്ര കട്ടിയാണോ അവൾ? അങ്ങനെ തന്നെയാ തോന്നണേ. അപ്പോൾ ഇനി എന്താ ചെയ്യുക? അതറിയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ജയന്തൻ ആലോചിച്ചു നോക്കി. അപ്പോൾ ഒരു പിടിയും കിട്ടിയില്ല. ഇനിയിപ്പോൾ പോകേണ്ടല്ലോ, അയാൾ അർത്ഥം വെച്ചു പറഞ്ഞു. അവർക്കും അതുതന്നെയായിരുന്നു ആഗ്രഹം. അന്ന് രാത്രി ജയന്തൻ നമ്പൂതിരിയുടെ ചൂട് പറ്റിക്കിടക്കുമ്പോൾ ഉണ്ണിച്ചിരുതേയി അമ്മ പറഞ്ഞു. അവൾക്ക് എന്നെയും മനസ്സിലായി കേട്ടോ. ഓഹോ, അങ്ങനെയാണോ? അതെ, പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല. അവിടുത്തെ അമ്മയ്ക്ക് ഇതുവരെ ബോധ്യമായില്ലേ? ഞാൻ ഇന്നലെ ഒരു പണി ചെയ്തിരുന്നു. പക്ഷേങ്കില് അവരുടെ കണ്ണ് അവൾ കെട്ടിക്കളഞ്ഞു. സംഗതി ബോധ്യമായി അവർ അവളെ ഇറക്കി വിടുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അത് നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. അവിടുന്ന് ഇറക്കിവിട്ടാൽ രക്ഷപ്പെട്ടു, ജയന്തൻ പറഞ്ഞു. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അവൾ അസാമാന്യക്കാരിയാണ്. യക്ഷി ഹോമ മന്ത്രങ്ങളിൽ പോലും അവൾ വീഴുന്നില്ല. ഇനിയിപ്പോ ഒരു വഴിയുണ്ട്. ഒരു അസാധാരണ പണിയാണ്. ഒരു കരിമ്പൂച്ചയിൽ പ്രയോഗം നടത്തുക. അതിലവൾ തീരുമെന്ന് തീർച്ചയാണ്. അറ്റ കൈയാണ്. ഒത്തില്ലെങ്കിൽ തിരിഞ്ഞുകൊള്ളും. അതെങ്ങനെയാ? അങ്ങനെയൊന്ന് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഒക്കെ ഞാൻ പറഞ്ഞു തരാം, നേരം വെളുത്തോട്ടെ, ജയന്തൻ പറഞ്ഞു.
അതിരാവിലെ കിഴക്ക് വെള്ള കീറുന്നതിനു മുൻപ് ഉണ്ണിച്ചിരുതേയമ്മ എഴുന്നേറ്റു. പതിവ് പോലെ പ്രഭാത പൂജകൾക്കു ശേഷം ദേവകി അന്തർജനത്തെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി. ജയന്തൻ പഴയ തറവാട്ടിലെത്തി കറുത്ത പൂച്ചയെ കാത്തിരിപ്പായി. ആൾതാമസമില്ലാതെ ഇരുളടഞ്ഞു കിടക്കുന്ന ആ കെട്ടിടത്തിൽ ഒരു കറുത്ത പൂച്ച സ്ഥിരമായി വരാറുണ്ടായിരുന്നു. അതിനെ പിടികൂടുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. ഉച്ചവരെ അയാൾ കാത്തിരുന്നു. എലിപ്പെട്ടിയിൽ കുടുക്കിയിരുന്ന ജീവനുള്ള ഒരെലിയും കൂടെയുണ്ടായിരുന്നു. ഉച്ചയൂണ് കഴിഞ്ഞ് പിന്നെയും പോയി. എലി പെട്ടിയിൽ തന്നെയുണ്ട്. പൂച്ച വന്നിട്ടില്ല. അന്ന് രാത്രിയായപ്പോൾ ജയന്തൻ വീണ്ടും ഊണ് കഴിഞ്ഞ് അവിടെ എത്തി. രാത്രിയിലെങ്കിലും പൂച്ച വരുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. മണി 10 കഴിഞ്ഞു കാണും. അന്ന് കറുത്തവാവ് രാത്രിയായതുകൊണ്ട് എങ്ങും കൂരിരുട്ടാണ്. ജയന്തന്റെ കയ്യിൽ ഒരു കുത്തുവിളക്കും ഒരു കുപ്പി എണ്ണയുമുണ്ട്. കുത്തുവിളക്ക് പൊളിഞ്ഞ വരാന്തയിൽ താഴ്ത്തിവെച്ചു. അങ്ങനെയിരിക്കുമ്പോൾ മ്യാവൂ എന്ന ശബ്ദം ഇരുട്ടിൽ കേട്ടു. തിളങ്ങുന്ന 2 കണ്ണുകൾ അയാൾ ഇരുളിൽ കണ്ടു. ആ തിളങ്ങുന്ന കണ്ണുകൾ അടുത്തടുത്തു വന്നു. ജയന്തൻ കെണിയൊരുക്കിയിരുന്ന എലിപ്പെട്ടിയുടെ അടുത്ത് പൂച്ച നിന്നു. എലിപ്പെട്ടിക്കുള്ളിൽ ഒരു വല്ലാത്ത ശബ്ദത്തോടെ എലി പരക്കം പായുന്നത് ജയന്തൻ കേട്ടു. പെട്ടെന്ന് പൂച്ച അതിഭയങ്കരമായി കരഞ്ഞു. അത് കേട്ട് ജയന്തൻ നടുങ്ങിപ്പോയി. പെട്ടെന്ന് സമനില കൈവരിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, ആ പഴയ തറവാടിന്റെ തടിച്ചുവരുകളിൽ പൂച്ചയുടെ കരച്ചിൽ പ്രതിധ്വനിച്ചതുകൊണ്ടാണ് അങ്ങനെ കേട്ടതെന്ന്. പൂച്ച പറ്റിയ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് ബോധ്യമായപ്പോൾ ജയന്തൻ മുകളിൽ ഘടിപ്പിച്ചിരുന്ന വലയുടെ കുടുക്ക് അഴിച്ചു. പൂച്ച അതിനുള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞു. തിരിഞ്ഞു മറിഞ്ഞ് വലയുൾപ്പെടെ പിണഞ്ഞ പൂച്ചയെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടുപോയി. അപ്പുറത്തെ തറവാട്ടിൽ വിളക്കിനു മുന്നിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ പൂച്ചയെ ജയന്തൻ ശരിക്കും കണ്ടു. തനിക്ക് പറ്റിയതാണ് ഈ സാധനമെന്ന് ബോധ്യമാവുകയും ചെയ്തു. ഇനി അതിനെ ഹോമിക്കുകയാണ് വേണ്ടത്. പ്രതീക്ഷിക്കുന്ന പോലെ മാർജാര ഹോമം വിജയിച്ചാൽ ആരെ ഉദ്ദേശിച്ചാണോ അത് നടത്തുന്നത് ആ ആൾക്ക് പൂച്ചയ്ക്ക് എന്ത് സംഭവിക്കുന്നുവോ അതുപോലെ സംഭവിക്കുകയും ചെയ്യും. ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരു പത്താഴത്തിൽ പൂച്ചയെ പൂട്ടിവെച്ചു. രാത്രി ഉണ്ണിച്ചിരുതേയമ്മയുടെ കിടക്കയിലാണ് അയാൾ ഉറങ്ങിയത്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പഴയ ഗ്രന്ഥമെടുത്ത് മുന്നിൽ വെച്ച് കൂടുതൽ വിവരങ്ങൾ പഠിച്ചു. ഹോമത്തിനുള്ള സമയം ഏതാണ്ട് തിട്ടപ്പെടുത്തിയപ്പോൾ രുദ്രഹോമമായതുകൊണ്ട് രാത്രി 12 മണിക്കാണ് ഫലപ്രദമെന്ന് മനസ്സിലായി. അങ്ങനെ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ജയന്തൻ ചെയ്തു. അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചപ്പോൾ ദേവപ്രിയ വിഷ്ണുവിനോട് പറഞ്ഞു, എനിക്കെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നതായി തോന്നുന്നു. കാരണം തുളസിത്തറയിൽ വിളക്ക് വെച്ചപ്പോൾ എൻ്റെ ഒരു മുടിനാര് കരിഞ്ഞു. അത് യാദൃച്ഛികമായി സംഭവിച്ചതല്ലേ? അല്ലല്ല, എനിക്കങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇനിയിപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? വിഷ്ണു ചോദിച്ചു. അയാളോട് മാന്ത്രികമായ രീതിയിൽ എതിർക്കണമെങ്കിൽ അതുപോലെ തന്നെ കഴിവുള്ള മറ്റൊരാൾ വേണം. പ്രത്യേകിച്ച് പകൽ സമയങ്ങളിലാണെങ്കിൽ എനിക്ക് എതിർത്ത് നിൽക്കാനുള്ള ശേഷിയില്ല. അതുപോലെ തന്നെ മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. രാത്രി നാം ഒന്നിച്ച് ഒരു കിടക്കയിൽ ശയിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കൊടിയ മന്ത്രം പ്രയോഗിച്ചാൽ എനിക്കും നിങ്ങൾക്കും അത് ആപത്തായി തീരുകയും ചെയ്യും. അതിനിപ്പോൾ എന്താണ് വേണ്ടത്? വിഷ്ണു ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, മന്ത്രതന്ത്രങ്ങൾ അറിയാവുന്ന ഒരാൾ വേണം. ഇക്കാര്യത്തിൽ സൂര്യമിത്രൻ നമ്പൂതിരിയാണെങ്കിൽ എങ്ങനെയുണ്ട്? കൊള്ളാം, ഞാനത് അങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു. എന്നെ അദ്ദേഹത്തിന് നന്നായി അറിയാം. എന്നെ അറിയാമായിരുന്നിട്ടും അദ്ദേഹം അന്ന് ഭാവിച്ചില്ല. വിഷ്ണുദേവന്റെ മനസ്സ് പിന്നോട്ടു പോയി. ഓമല്ലൂർ കാവിൽ ഭഗവതിയെക്കുറിച്ചറിയാൻ ദേവപ്രശ്നത്തിനു വന്ന സൂര്യമിത്രൻ അവിടെ വന്നതും അദ്ദേഹത്തിന് സംശയം തോന്നിയതും എല്ലാം വിഷ്ണു ഓർത്തു. ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ കാണണമെന്നാണോ ദേവപ്രിയ പറയുന്നത്? വിഷ്ണു ചോദിച്ചു. കാണണം. ഇവിടെ നിന്നും സൂര്യമലയിലെത്താൻ വളരെ അകലമുണ്ടല്ലോ. വിഷ്ണു തന്നോട് തന്നെ പറഞ്ഞു. അക്കാര്യം വിഷമിക്കണ്ട, ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കാം, ദേവപ്രിയ പറഞ്ഞു. അതിനുശേഷം അവൾ പെട്ടെന്ന് വിഷ്ണുവിനെയും കൊണ്ട് ആകാശത്തിലൂടെ പറന്ന് സൂര്യമനയുടെ പടിപ്പുര വാതിൽക്കൽ അവർ നിന്നു. ഞാൻ ആ പാലച്ചുവട്ടിൽ നിൽക്കാം, വിഷ്ണു പോയിട്ട് വരൂ, അവൾ പറഞ്ഞു. ദേവപ്രിയ 7 പാലയുടെ ചുവട്ടിലേക്ക് നീങ്ങിപ്പോകുന്നത് വിഷ്ണുദേവൻ കണ്ടു. വിഷ്ണുദേവൻ സൂര്യമനയുടെ പടിപ്പുര കടന്ന്
മുറ്റത്തെത്തിയപ്പോൾ സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് വരാന്തയിൽ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം തനിച്ചല്ല ഉണ്ടായിരുന്നത്, കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. അതൊരു സ്ത്രീയായിരുന്നു. ആരാണ്? വിഷ്ണുവാണോ? സൂര്യമിത്രൻ ചോദിച്ചു. അതെ, ഞാൻ തന്നെ. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ എഴുന്നേറ്റു. പെട്ടെന്ന് അവരെ കണ്ടതുമില്ല. വിഷ്ണുദേവന് അത്ഭുതം തോന്നി. നിമിഷ നേരം കൊണ്ടാണ് ആ സ്ത്രീ അപ്രത്യക്ഷയായത്. ഇരിക്കൂ വിഷ്ണു, എന്നിട്ട് സംസാരിക്കാം, സൂര്യമിത്രൻ പറഞ്ഞു. വിഷ്ണു ഇരുന്നു. കൂടെ വന്നയാൾ എവിടെ? തിരുമേനി ചോദിച്ചു. പുറത്തുണ്ട്, അവിടെ പാല ചുവട്ടിൽ. ഇപ്പോൾ ഇവിടെ ഇരുന്നത് അത്തരത്തിലുള്ള ഒരാൾ തന്നെയാണ്. നേരോ? വിഷ്ണു അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, ഞാൻ ഊണ് കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മുഷിവ് തോന്നി. തെക്കും പുറത്തുനിന്ന് ഒരാളെ വിളിച്ചു. എന്തെങ്കിലും സംസാരിക്കാമല്ലോന്ന് കരുതിയാണ്. അവർക്കൊക്കെ ഒരുപാട് കഥകൾ അറിയാം, നമുക്കൊന്നും സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത കഥകൾ. അതുപോട്ടെ, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? തിരുമേനി തിരക്കി. ശക്തിയായ ഒരു എതിരാളി ഞങ്ങൾക്കുണ്ടായിരിക്കുന്നു. ഇതുവരെ എതിർത്തു നിന്നു. ഭഗവതി കൂട്ടിനുണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? എപ്പോഴും ദ്വാരപാലികയെക്കുറിച്ച് ചിന്തിക്കാൻ ഭഗവതിക്ക് കഴിയുമോ? വിഷ്ണു ചോദിച്ചു. ആ പറഞ്ഞത് ശരിയാണ്. ദീപാരാധനയും മറ്റും നടക്കുമ്പോൾ ദേവി ആശ്രിതരുടെ പ്രാർത്ഥന കേൾക്കണമല്ലോ. ആ സമയം എന്തെങ്കിലും ചെയ്താൽ ഫലിക്കുമോ എന്നാണ് ഞങ്ങളുടെ പേടി. ഇപ്പോൾ പെട്ടെന്ന് വരാനുള്ള കാരണം? ഒരു സംശയം തോന്നി. ദേവപ്രിയയുടെ ഒരു തലമുടി കരിഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? തിരുമേനി അല്പസമയം ധ്യാനത്തിലിരുന്നു. അതിനുശേഷം പറഞ്ഞു. അപ്പുറത്ത് ശക്തിയായ ഒരു ഹോമം നടക്കുന്നതിനുള്ള വട്ടം കൂട്ടലുകളാണ്. ഏതിനും നിങ്ങൾ പോന്നത് നന്നായി. തിരുമേനി വീണ്ടും ചില രാശികൾ കൂട്ടുകയും കുറിക്കുകയും ചെയ്തു. വളരെ ആലോചിച്ചാണ് ഇന്ന് അവർ ദിവസം കണ്ടുപിടിച്ചത്, തിരുമേനി പറഞ്ഞു. അതെന്താ തിരുമേനി? വിഷ്ണുദേവൻ ചോദിച്ചു. ഇന്ന് ദുർഗാഷ്ടമിയാണ്. വളരെയധികം സമയത്തോളം ദേവി ശ്രീകോവിലിൽ കാണുകയില്ല. ആ സമയം നോക്കിയാണ് അവിടെ ഹോമം നടത്തുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വിഷ്ണു അന്വേഷിച്ചു. ഒക്കെ ഞാൻ പറഞ്ഞു തരാം, സമാധാനമായിരിക്കൂ. തിരുമേനി മനസ്സില്ലാ മനസ്സോടെ രാശിപ്പലക എടുത്തു. സൂര്യാസ്തമയം കഴിഞ്ഞാൽ അങ്ങനെയൊരു പതിവില്ലാത്തതാണ്. എന്നാൽ അപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കാതെ പറ്റില്ലായിരുന്നു. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് രാശിപ്പലകയെടുത്ത് മുന്നിൽ വച്ചു. പൂർവികന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കവടി സഞ്ചി എടുത്തു നമസ്കരിച്ചു. എന്നിട്ട് ഒരു പിടിവാരി രാശിപ്പലകയിൽ വെച്ചു. അവിടെ നിന്നും ഭാഗിച്ചു. ഒടുവിൽ എണ്ണം പറഞ്ഞു കൂട്ടി കുറച്ച് ഗുണിച്ച് ഹരിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായില്ല. എന്താണിതിനു കാരണമെന്ന് വിഷ്ണു ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. തിരുമേനി 2 തവണ കൂടി രാശി നിരത്തി. അവസാനം പറഞ്ഞു. അതിഭയങ്കരമായ ഒരു രുദ്രഹോമം നടത്തുവാൻ ആരോ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്ഷപ്പെടുന്ന കാര്യം ദൈവനിശ്ചയമാണ്. നേരോ? അപ്പോൾ ഞങ്ങൾ ഊഹിച്ചത് ശരിയാണല്ലോ. വിഷ്ണു പുറത്തേക്ക് കണ്ണയച്ചുകൊണ്ട് പറഞ്ഞു. ആയിരിക്കാം, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. തിരുമേനി വീണ്ടും ഗണിച്ചു നോക്കി. പത്മവ്യൂഹം കാണുന്നു, തിരുമേനി പറഞ്ഞു. വിഷ്ണുദേവന്റെ കണ്ണുകൾ ചോദ്യചിഹ്നങ്ങളായി സൂര്യമിത്രൻ നമ്പൂതിരിയിൽ പതിഞ്ഞു. അതെ, ആർക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ലാത്ത വിധം എല്ലാ വാതായനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ അകത്ത് പെട്ടുപോയാൽ രക്ഷപ്പെടുന്ന കാര്യം ബുദ്ധിമുട്ടുമാണ്. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് എങ്ങും തൊടാതെയാണ് സംസാരിക്കുന്നത്. വിഷ്ണുദേവന് ആകെ പരിഭ്രമമായി. ഉഗ്രപ്രതാപശാലിയായ സൂര്യമിത്രൻ നമ്പൂതിരി വിഷമിക്കുന്നത് കണ്ടപ്പോൾ വിഷ്ണുവിന് എന്തു ചെയ്യാൻ കഴിയും? വിഷ്ണു, കാരണം എന്താണെന്നോ? ദേവപ്രിയയുടെ നാൾ ഉത്രം നാളാണ്. 17 വയസ്സു മുതൽ 36 വരെ അവൾക്ക് ശനിദശയാണ്. ഇപ്പോൾ അവൾക്ക് 21. അതാണ് കാരണം. അതിനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആലോചിക്കട്ടെ. അദ്ദേഹം വീണ്ടും ആലോചനയിൽ ആണ്ടിരുന്നു. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിന്റെ കണ്ണുകൾ അടഞ്ഞിരുന്നെങ്കിലും അവിടെ കൃഷ്ണമണി ഉരുണ്ടുമറിയുന്നത് കാണാമായിരുന്നു. അതിനെതിരായി മറ്റൊന്നിനെയും കാണുവാൻ എനിക്ക് കഴിയുന്നില്ല. തിരുമേനി പെട്ടെന്ന് കണ്ണു തുറന്നു. മറ്റൊരു മാർഗവുമില്ലെന്ന് സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് പറഞ്ഞപ്പോൾ വിഷ്ണുദേവൻ ആകെ വിഷമിച്ചു. യാതൊരു വഴിയുമില്ലേ തിരുമേനി? വിഷ്ണു ചോദിച്ചു. വിഷ്ണുവിന് കാര്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇപ്പോ അവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ അങ്ങോട്ട് തെളിച്ചു പറയാം. ഒരു കരിമ്പൂച്ചയെ യഥാസ്ഥാനത്ത് സങ്കല്പിച്ചു നിർത്തി രുദ്രമന്ത്രം ചൊല്ലി ദഹിപ്പിക്കാനുള്ള ഒരുക്കമാണവിടെ. അതിനെ വെല്ലാൻ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. പക്ഷേ ഒരു മാറ്റം ഉണ്ടാവാമെങ്കിൽ രക്ഷപ്പെടാൻ കഴിയും.
തിരുമേനി പറഞ്ഞു. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ കഴിയുന്ന രീതിയിൽ ദേവപ്രിയ നിലകൊണ്ടാൽ ആപത്താണ്. ഒരു ചെറിയ മാറ്റം വന്നാൽ രക്ഷപ്പെടാം. അതെങ്ങനെയാണ്? തൽക്കാലത്തേക്ക് മാത്രം പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കുക. മനസ്സിലായില്ല. എന്നുവച്ചാൽ ഓമല്ലൂർ കാവ് ഭഗവതിയുടെ ദ്വാരപാലികയല്ലേ ദേവപ്രിയ? അതെ. 2 നാളത്തേക്ക് ആ സ്ഥാനത്തു തന്നെ നിൽക്കേണ്ടി വരും. ക്ഷേത്ര വളപ്പിനുള്ളിൽ ഒരു രുദ്രപ്രയോഗവും നടക്കില്ല. എന്തു വന്നാലും ദേവി തടഞ്ഞോളും. വീണ്ടും അവിടെ നിൽക്കണമെന്നാണോ തിരുമേനി പറയുന്നത്? അതല്ലാതെ മറ്റു മാർഗമില്ല വിഷ്ണു. വിഷ്ണുദേവൻ ആലോചിച്ചു നോക്കി. ഒരു വിഷമഘട്ടത്തിലാണ് താൻ വന്നുപെട്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കിയിട്ട് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും കാണുന്നില്ല. ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ മടി കാട്ടുന്ന ആളല്ല സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട്. കേട്ടോ വിഷ്ണു, നിങ്ങളെ പരിചയപ്പെട്ടതിൽ തന്നെ എനിക്ക് സന്തോഷമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ്. യക്ഷി എന്നൊക്കെ പറയുന്ന ആ സങ്കല്പത്തിന് തന്നെ നിങ്ങൾ മാറ്റം വരുത്തിയിരിക്കുന്നു. ആ പേര് കേൾക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഭയന്നു പോവുകയാണ് ചെയ്യുന്നത്. തിരുമേനി അറിയാത്ത പലതുമുണ്ട്. എന്നെയും എന്റെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം തകർന്നു നിന്ന ഘട്ടത്തിലാണ് അവൾ എന്റെ സ്വന്തമായത്. അതിനുശേഷം എനിക്ക് അഭിവൃദ്ധി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എത്രയെത്ര നേട്ടങ്ങൾ! ഒരിക്കൽ എന്നെ കണ്ടാൽ പുച്ഛിച്ചിരുന്നവർ ഇന്ന് എന്നെ കാണുമ്പോൾ എണീൽക്കുന്നു. എനിക്കു തന്നെ അത്ഭുതം തോന്നിപ്പോകുന്നു. 5 ലക്ഷത്തിൽ ഒരാൾക്ക് ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. അതുതന്നെ ഇത്തരത്തിൽ ആർക്കും ഗുണം ചെയ്തിട്ടില്ല. അതൊരു ഭാഗ്യമാണ്, തിരുമേനി പറഞ്ഞു. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? വിഷ്ണു ചോദിച്ചു. അത് ഞാൻ പറഞ്ഞതു തന്നെ. ദേവപ്രിയയോട് ദ്വാരപാലികയുടെ സ്ഥാനത്ത് പോയി നിൽക്കാൻ പറയുക. തൽക്കാലം അത് ചെയ്യൂ. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഞാൻ നേരിടാം, സൂര്യമിത്രൻ ഉറപ്പുകൊടുത്തു. വിഷ്ണുദേവൻ അവിടെ നിന്നും ദേവപ്രിയയുടെ അടുത്തെത്തി എല്ലാ വിവരങ്ങളും അവളെ ധരിപ്പിച്ചു. അദ്ദേഹം അങ്ങനെ പറയുകയാണെങ്കിൽ ഇനിയിപ്പോ അതേ നിവർത്തിയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. ദേവപ്രിയ വിഷ്ണുദേവനെയും കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു. ഓമല്ലൂർ കാവിന്റെ ശ്രീകോവിലിനു മുന്നിൽ അവർ എത്തി. വിഷ്ണു, ആ കൂവളത്തറയിൽ പോയി നിൽക്കൂ, അവൾ പറഞ്ഞു. അയാൾ അതനുസരിച്ചു. അവൾ ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല. അവൾ നിന്നിരുന്ന സ്ഥാനത്തുമില്ല. മന്ദാകിനി, ദേവി എവിടെ? ദേവനാഗര ഭാഷയിൽ അവൾ ചോദിച്ചു. ഇന്ന് ദുർഗാഷ്ടമിയാണെന്ന് അറിഞ്ഞുകൂടെ? നീരാടാൻ പോയി. നീ എന്തേ പോകാത്തത്? ഞാൻ വരണ്ടാന്ന് ദേവി പറഞ്ഞു. ആരെങ്കിലും ഇവിടെ വേണ്ടേ? അപ്പോൾ സമയം അർദ്ധരാത്രിയോടടുക്കുകയാണ്. ഈ സമയം വടക്ക് നിന്ന് ഒരു ചുവന്ന പ്രകാശം പാഞ്ഞു വരുന്നത് ദേവപ്രിയ കണ്ടു. അതിന്റെ വരവിന്റെ വേഗത അവൾ കണക്കുകൂട്ടി കണ്ടുപിടിച്ചു. ആരാണ് അയച്ചതെന്നും എവിടെ നിന്നാണ് വരുന്നതെന്നും അവൾ മനസ്സിലാക്കി. ജയന്തൻ അയച്ച ആഗ്നേയാസ്ത്രമാണ് അതെന്ന് അവൾ മനസ്സിലാക്കി. അത് ക്ഷേത്രത്തിന് നേർക്ക് ലക്ഷ്യം വെച്ച് പാഞ്ഞടുക്കുകയാണെന്ന് ബോധ്യമായപ്പോൾ പെട്ടെന്ന് അവൾ ശ്രീകോവിലിനകത്തേക്ക് കയറിക്കൂടി. വിഷ്ണുദേവനും അത് കാണുന്നുണ്ടായിരുന്നു. അതീവ ശക്തമായ ഒന്ന് ഹൂങ്കാരം പുറപ്പെടുവിച്ചുകൊണ്ട് പാഞ്ഞു വരികയാണെന്ന് അയാൾക്കും തീർച്ചയായി. സൂര്യമിത്രൻ പറഞ്ഞത് ശരിയാണെന്ന് അയാൾക്ക് ബോധ്യമായി. എന്തെങ്കിലും ഭീകര സംഭവം അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പായതുകൊണ്ട് എന്താണ് അതെന്ന് അറിയാൻ വേണ്ടി വിഷ്ണുദേവൻ കൂവളത്തറയിൽ തന്നെ നിന്നു. ചീറിപ്പാഞ്ഞു വന്ന അസ്ത്രത്തിന്റെ ആകൃതിയുണ്ടായിരുന്ന ആ ചുവന്ന പ്രകാശം ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന ആൽവൃക്ഷത്തിന്റെ വലിയ ഒരു കമ്പ് ഛേദിച്ചുകൊണ്ട് മുന്നോട്ടു പാഞ്ഞു. അതിഭയങ്കരമായ ശബ്ദത്തോടെ ആ കമ്പു താഴെ വീണു. ആ അസ്ത്രം ശ്രീകോവിലിന്റെ വാതിൽക്കൽ പോയി നിലയായി. ആ കാഴ്ച കണ്ട് വിഷ്ണുദേവൻ ഞെട്ടിത്തരിച്ചു നിന്നു. ഇത്തവണ ജയന്തൻ എല്ലാവിധ സംഹാര രീതികളും ഒന്നിച്ചു ചേർത്ത് അയച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് രക്ഷപ്പെടുക? അയാൾ ചിന്തിച്ചു. ഭയങ്കരമായി ശക്തിയാർജിച്ച ആ അസ്ത്രം ഒരു പ്രത്യേക ശബ്ദത്തോടെ മൂളിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. സൂര്യമിത്രൻ ഉപദേശിച്ചത് എത്രയോ സത്യമാണെന്ന് വിഷ്ണുവിന് മനസ്സിലായി. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അസ്ത്രം അതിന്റെ ജോലി ചെയ്യുമായിരുന്നു. ശക്തന്മാരായ മന്ത്രവാദികൾ ഹോമാഗ്നിയിൽ പൈശാചിക ശക്തികളെയും യക്ഷി ഗന്ധർവാദികളെയും മാന്ത്രിക സിദ്ധി ഉപയോഗിച്ച് ആവാഹിച്ച് എരിച്ചു കളയുന്ന സംഭവം അറിയാമായിരുന്നു. അതുപോലെയുള്ള ഒന്നാണ് അതിന്റെ വിപരീത ഫലത്തിൽ കൂടി ഇപ്പോൾ അനുഭവിക്കുന്നത്. ഹോമാഗ്നിയിലെ ശക്തികൾ എല്ലാം ചേർത്ത് ഒരു അസ്ത്രമായി രൂപപ്പെടുത്തി ദേവപ്രിയയെ ഇല്ലായ്മ ചെയ്യാൻ ജയന്തൻ അയച്ചിരിക്കുകയാണ്.
ഇതെല്ലാം ദേവപ്രിയയും കാണുന്നുണ്ടായിരുന്നു. അവൾ ശ്രീകോവിലിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നശിപ്പിക്കുവാൻ കാത്തു നിൽക്കുന്ന അസ്ത്രത്തെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവൾ. ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുകൂടി വ്യക്തമല്ല. അപ്പോൾ സമയം 3-ാം യാമത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ദുർഗാഷ്ടമി നാളായതുകൊണ്ട് ദേവി അപ്പോഴെങ്ങും വരാൻ സാധ്യത കാണുന്നില്ല. ദേവി വന്നിരുന്നെങ്കിൽ പരിഹാരമുണ്ടാകുമെന്ന് തീർച്ചയാണ്. അതിന് ഇനിയും ധാരാളം സമയം വേണ്ടിവരും. അങ്ങനെ വിനാഴികകൾ മുന്നോട്ടു പോകുമ്പോൾ ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തുകൂടി ഒരു പ്രകാശധാര പോലെ ദിവ്യ ജ്യോതിസായ ദേവി വരുന്നത് വിഷ്ണുദേവൻ കണ്ടു. ശ്രീകോവിലിനടുത്തെത്തിയപ്പോൾ ദേവി നിന്നു. അതിനു മുന്നിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചുവന്ന പ്രകാശം ദേവി കാണുകയും ചെയ്തു. ദേവി അപ്പോൾ ഒഴിഞ്ഞു കിടന്നിരുന്ന ദേവപ്രിയയുടെ സ്ഥാനത്ത് കയറി നിൽക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ശക്തിരൂപിണിയായ ദേവി നിശ്ചലയാവുന്നതെന്ന് വിഷ്ണുദേവന് മനസ്സിലായില്ല. പക്ഷെ സംഗതി മറ്റൊരു വിധത്തിലായിരുന്നു. മാന്ത്രികനായ ജയന്തൻ എവിടെയെല്ലാം മാന്ത്രവിദ്യകളാൽ കെട്ടണമോ അവിടെയെല്ലാം കെട്ടിയിരുന്നു. ഇന്ന് വരെ ഒരിക്കലും ചെയ്യാത്ത തരത്തിലുള്ള മാന്ത്രിക വിദ്യയായിരുന്നു അയാൾ നടത്തിയത്. ആദ്യം തന്റെ ജട പറിച്ച് ഹോമകുണ്ടത്തിലേക്കിട്ടു. ശക്തി സ്വരൂപിണിയായ ദുർഗയെയായിരുന്നു അയാൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടും രക്ഷയില്ലെന്ന് തോന്നിയ ജയന്തൻ തന്റെ വലതു കൈയുടെ തള്ളവിരലിൽ നിന്നും രക്തം ഹോമാഗ്നിയിൽ ചീന്തി. അതുകൊണ്ടും രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ തന്നെ സ്വയം ഹോമിക്കുവാൻ തുടങ്ങി. അറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഭാരം കൂടിയ വാളെടുത്ത് മൂർച്ച വരുത്തി തലയ്ക്ക് മുകളിൽ ചരടിൽ ബന്ധിച്ച് ഒരു ചരടിന്റെ അഗ്രം ഹോമാഗ്നിയിൽ ജ്വാലയിൽ ദഹിപ്പിച്ചു. ശിരസിലേക്ക് ആഞ്ഞുവരുന്ന വാൾ ദേവി കൈത്തലം കൊണ്ട് താങ്ങി. ശിഷ്ടനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും ഭക്തി കൊണ്ട് മൂടിയാൽ കണ്ണു തുറക്കുന്നവരാണ് ദേവതകളെന്ന് ജയന്തന് അറിയാമായിരുന്നു. രാവണനും ഇന്ദ്രജിത്തിനും ദൈവങ്ങളാണ് ശക്തി നൽകിയത്. അവർ ഒരിക്കൽ പോലും നല്ലതിനു വേണ്ടി ആയിരുന്നില്ല പല ആയുധങ്ങളും സ്വരൂപിച്ചു കൂട്ടിയത്. നല്ല ആളുകളെ നിഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു. ആ സാഹചര്യത്തിൽ ദേവി പോലും നിഷ്ക്രിയയായിപ്പോയി. വിഷ്ണുദേവൻ ഉടൻ തന്നെ ആ പാതിരാത്രിയിൽ സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിന്റെ അടുക്കലേക്ക് അതിവേഗം നടന്നു. രാത്രിയുടെ 3-ാം യാമം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ അവിടെ എത്തിച്ചേർന്നു. തിരുമേനി അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. അദ്ദേഹം വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. പടിപ്പുര കടന്ന് ഓടിയെത്തിയ വിഷ്ണുദേവനെ അദ്ദേഹം കണ്ടു. എന്താ വിഷ്ണു, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെയല്ലേ കാര്യങ്ങൾ? അതെ തിരുമേനി, യാതൊരു മാറ്റവുമില്ല. എന്താണ് ഇപ്പോൾ അവിടെ കണ്ടത്? ജയന്തൻ വിട്ട ഒരസ്ത്രം ശ്രീകോവിലിനു മുന്നിൽ നിൽക്കുന്നു, എന്റെ ദേവപ്രിയയെയും കാത്ത്. സൂര്യമിത്രൻ നമ്പൂതിരി അല്പസമയം കണ്ണുകളടച്ച് ധ്യാനത്തിലാണ്ടു. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ പലതരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാവുന്നത് വിഷ്ണുദേവൻ കണ്ടു. അവസാനം അദ്ദേഹം കണ്ണുകൾ തുറന്നു. അവൾക്കിപ്പോൾ മോശമായ സമയമാണ്. അവളുടെ ജന്മത്തിലെ ഏറ്റവും ഭയാനകമായ ഘട്ടമാണിത്. ദേവിക്കല്ലാതെ മറ്റാർക്കും അവളെ രക്ഷിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? അതിന് മറുപടി പറയാതെ സൂര്യമിത്രൻ തിരുമേനി കണ്ണുകളടച്ചു. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് മനസ്സിൽ ഉരുവിട്ട മന്ത്രാക്ഷരങ്ങൾ ദേവിയുടെ മുന്നിൽ പൂക്കളായി വീണുകൊണ്ടിരുന്നു. തന്റെ പാദത്തിൽ മുത്തുകൾ പോലെ പതിക്കുന്ന കുങ്കുമ പൂക്കൾ കണ്ടപ്പോൾ ദേവി തന്റെ തിരുനെറ്റിയിൽ സൂര്യമിത്രനെ കണ്ടു. അയാൾ അപേക്ഷിക്കുന്നത് തന്റെ ദാസിയെ രക്ഷിക്കാനാണ്. മറ്റൊരാൾ ആവശ്യപ്പെടാതെ ദേവപ്രിയയെ സഹായിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഓമല്ലൂർ കാവിലെ ഭഗവതി. ദേവിയുടെ ശക്തിപ്രഭാവം ഒരു ജ്യോതിസായി അവിടെ നിന്നും ഉയർന്ന് ശ്രീകോവിലിന്റെ മുന്നിൽ വന്നു നിന്നു. അപ്പോഴും ജയന്തൻ അയച്ച മാരകമായ അസ്ത്രം ലക്ഷ്യം നോക്കി നിൽക്കുകയായിരുന്നു. ദേവി ഒരു അഗ്നിജ്വാലയായി മുന്നോട്ട് നീങ്ങി. അസ്ത്രം നിലകൊള്ളുന്ന ഭാഗത്തു ചെന്ന് ആ ജ്വാല അസ്ത്രത്തെ ആവാഹിച്ചു. അസ്ത്രം കത്തിയെരിയുന്നത് ഇല്ലാതാവുകയും ചെയ്തു. അതിനുശേഷം ദേവി പഴയ സ്ഥാനത്ത് വന്ന് കുടിയിരിക്കുകയും ചെയ്തു. ദേവപ്രിയ ശ്രീകോവിലിൽ നിന്നിറങ്ങി വിഷ്ണുദേവന്റെ അടുത്തേക്കോടി. ദാ, ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു, നമുക്ക് വേഗം ഇവിടെ നിന്നും പോകണം, അവൾ വിഷ്ണുവിനെ നിർബന്ധിച്ചു. അവർ ഇരുവരും കൂടി അതിവേഗത്തിൽ അവിടെ നിന്നും കുരുക്ഷേത്രത്തു മനയിലേക്ക് പോയി. ഇവിടെ ആരും വരില്ലെന്ന് ഉറപ്പാണ്, വിഷ്ണു പറഞ്ഞു. ശരിയാണ്, ഈശ്വരഭക്തി നിറഞ്ഞിരിക്കുന്ന ഇവിടെ ദുർമന്ത്രവാദികൾ നടത്തുന്ന ഒന്നും കടന്നു വരില്ല. ഇവിടെ അവർ വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യുക സാധ്യമല്ല. പക്ഷേ എന്തു പക്ഷേ? വിഷ്ണു ചോദിച്ചു. ഈ മന അശുദ്ധമാക്കിയാൽ ഇവിടേക്ക് അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ഇവിടെ പൂജകളൊന്നും മുടക്കാറില്ലല്ലോ. അത് ശരി തന്നെ,
പക്ഷെ നാം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും. അല്ല, മനയ്ക്കുള്ളിൽ ആര് എന്ത് അശുദ്ധമാക്കാനാണ്? ചുടലിയിലെ ഭസ്മം വിതറിയാൽ അശുദ്ധമാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സാക്ഷാൽ പരമേശ്വരൻ ചുടല ഭസ്മമായിരുന്നല്ലോ നെറ്റിയിൽ അണിഞ്ഞിരുന്നത്. വിഷ്ണു അങ്ങോട്ട് ചോദിച്ചു. സംഹാരമൂർത്തിയായ പരമേശ്വരന് എന്താ ചെയ്തുകൂടാത്തത്? അദ്ദേഹം തൊടുന്നതെല്ലാം വിശുദ്ധമാവുകയല്ലേ ചെയ്യുന്നത്? ഈശ്വരൻ ആരുടെയെങ്കിലും ഭസ്മം തൊട്ടാൽ ആ മനുഷ്യജീവിക്ക് മോക്ഷപ്രാപ്തി കിട്ടിയത് തന്നെ. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. നമ്മെ ഉപദ്രവിക്കാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടിട്ടാലോ? ശരിയാണ്, ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ അവസരത്തിൽ ജയന്തൻ ഹോമകുണ്ടത്തിനരികെയിരുന്ന് മന്ത്രം ജപിക്കുകയായിരുന്നു. കാര്യം സാധിക്കുന്നതുവരെ മന്ത്രോച്ചാരണം നിർത്തുന്നത് ശരിയല്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അയാൾ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഹോമകുണ്ടത്തിൽ നിന്നും ഒരു ചുവന്ന പ്രകാശം മുകളിലേക്ക് ഉയർന്നു വന്നു. അത് അയാൾ അയച്ച സംഹാരാസ്ത്രം തന്നെയായിരുന്നു. എന്ത്, ഇതിവിടെ തിരിച്ചെത്തിയോ? ഇതെങ്ങനെ സംഭവിച്ചു? അയാൾ ചോദിച്ചു. പക്ഷെ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അന്തരീക്ഷത്തിൽ അത് വിലയം പ്രാപിക്കുകയും ചെയ്തു. എവിടെയോ അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന് ജയന്തന് ബോധ്യമായി. ഉടൻ തന്നെ വിവരം അറിയണമെന്നും അയാൾ ആഗ്രഹിച്ചു. തറവാടിന്റെ തെക്കുഭാഗത്ത് കുടിയിരുത്തിയിരിക്കുന്ന ഒരു ഉഗ്രമൂർത്തിയെ മുന്നിൽ വരുത്തി അയാളുടെ ആജ്ഞയ്ക്ക് കാത്തു നിൽക്കുന്ന ആ പൈശാചിക രൂപത്തോട് ജയന്തൻ കൽപ്പിച്ചു. കഴിവതും വേഗം തന്നെ ഓമല്ലൂർ കാവിന്റെ മുന്നിലെത്തണം. തന്റെ മുന്നിൽ കുനിഞ്ഞു നിന്ന കരിമ്പടക്കെട്ടിന് തുല്യമായ ഒരു ഭീകര രൂപത്തിന് മുകളിൽ ജയന്തൻ കയറി. അത് കാർമേഘ പടലം പോലെ ആകാശത്തിലൂടെ അത് പാഞ്ഞു നടന്നു. നിമിഷങ്ങൾ കൊണ്ട് കാവിന്റെ മുന്നിൽ അവർ എത്തിക്കഴിഞ്ഞു. ജയന്തൻ ആ പരിസരം മുഴുവൻ നോക്കി. ആദ്യമായിട്ടാണ് അവിടെ എത്തുന്നത്. പലതവണ അവിടെ ചെല്ലണമെന്ന് ആഗ്രഹിച്ചതാണ്. കാൽ തള പോയ വിവരം അറിഞ്ഞ അന്നു തന്നെ അവിടെ എത്തണമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഭയം മൂലമാണ് പോകാതിരുന്നത്. ക്ഷേത്രവും പരിസരവും നിശബ്ദതയിൽ മുഴുകിയിരുന്നു. നിലാവിന്റെ പ്രകാശം അവിടെ തന്നെ നിശ്ചലമായി വീണു കിടക്കുന്നു. എങ്ങും യാതൊരു അനക്കവുമില്ല. ജയന്തൻ ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ മാന്ത്രികനായ അയാൾക്ക് ദേവി അതിനുള്ളിൽ ഇല്ലെന്ന് മനസ്സിലായി. അയാൾ അവിടെ തന്നെ നിന്നുകൊണ്ട് നിശബ്ദമായി മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ടു. അതൊക്കെ ദേവിയെ പ്രീതിപ്പെടുത്തുന്നവയായിരുന്നു. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ടും ഉള്ളിൽ നിന്നും യാതൊരു പ്രതികരണവും കണ്ടില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ദേവി അതിനുള്ളിൽ ഇല്ലെന്ന്. ശ്രീകോവിലിന്റെ വാതിലിന് ഇടതും വലതും നിൽക്കുന്ന ദ്വാരപാലകരെ അയാൾ പിന്നീട് ശ്രദ്ധിച്ചു. നിലാവ് പടിഞ്ഞാറ് ചാഞ്ഞു നിന്നിരുന്നതുകൊണ്ട് 2 പ്രതിമകളും വ്യക്തമായി കാണാമായിരുന്നു. ഓരോന്നിലും അയാൾ സൂക്ഷിച്ചു കണ്ണോടിച്ചു. രണ്ടും ഒരുപോലെ തോന്നിയെങ്കിലും വലതുവശത്തുള്ള പ്രതിമയിൽ വലതു കൈയിൽ കാണേണ്ട വാളിനു പകരം ത്രിശൂലമാണ് അയാൾ കണ്ടത്. ഓഹോ, അപ്പോൾ അതാണ് കഥ. അയാൾ മനസ്സിൽ ഉരുവിട്ടു. മഹാമായ ഇവിടെ കാവൽക്കാരിയായി നിൽക്കുന്നു. ശ്രീകോവിൽ ശൂന്യമായി കാണപ്പെട്ടു. അതിനുള്ളിൽ ആരും തന്നെയില്ല. അങ്ങനെയാണെങ്കിൽ ദ്വാരപാലികയുടെ പ്രതിമ എവിടെ? അത് ശ്രീകോവിലിനുള്ളിൽ തന്നെ ആയിരിക്കണമല്ലോ. ചെന്നാങ്കേരി മനയിൽ ദാനവേദൻ നമ്പൂതിരിപ്പാടിന്റെ ആണല്ലോ ക്ഷേത്രം. അദ്ദേഹമാണല്ലോ അന്ന് വന്നിരുന്നത്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടെയൊന്ന് പോകുന്നത് നല്ലതാണെന്ന് ജയന്തന് തോന്നി. അവിടെ നിന്ന് മനസ്സിൽ ഗണിച്ചു നോക്കിയപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് വലത്തോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതിയെന്ന് മനസ്സിലായി. ആ ദിക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു. കുറെ ദൂരം എത്തിയപ്പോൾ ഇടത്തോട്ട് ഒരു ഒറ്റയടിപ്പാത കണ്ടു. നേരിയ പ്രകാശം അവിടെയൊക്കെ വീണു കിടന്നിരുന്നു. അല്പം കൂടി മുന്നോട്ടു പോയപ്പോൾ വഴി അവസാനിച്ചു. ഒരു പഴയ പടിപ്പുരയുടെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ധൈര്യമായി തന്നെ അങ്ങോട്ട് കയറി. മുറ്റത്തിറങ്ങി വിളിച്ചു ചോദിച്ചു, വീട്ടുകാരെ ഉറങ്ങിയോ? അതാര്? അകത്തു നിന്നും വിളി കേട്ടു. വിശ്വമംഗലം തറവാട്ടീന്നാ. അതു കേട്ടപ്പോൾ ദാനവേദന് മനസ്സിലായി. താഴ്ത്തി വെച്ചിരുന്ന വിളക്കിന്റെ തിരി ഉയർത്തി അതും കയ്യിലെടുത്തുകൊണ്ട് അയാൾ വാതിൽ തുറന്നു. ആരാ? വിശ്വമംഗലം തന്നെയാണോ വന്നിരിക്കുന്നത്? വരാന്തയിൽ വിളക്ക് കാണിച്ചുകൊണ്ട് ദാനവേദൻ ചോദിച്ചു. മറ്റാരുമില്ല, ഞാൻ തനിച്ചാണ്, ജയന്തൻ മറുപടി കൊടുത്തു. ആഹാ, സന്തോഷമായല്ലോ. കേറിയിരിക്കൂ. നാണിക്കുട്ടി, എഴുന്നേൽക്കൂ. ഇത്തിരി വെള്ളം ചൂടാക്ക്, അയാൾ തന്റെ വളർത്തുമകളോട് വിളിച്ചു പറഞ്ഞു. മക്കളില്ലാഞ്ഞിട്ട് ഭാര്യയുടെ അനുജത്തിയുടെ മകളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. നാണിക്കുട്ടി അപ്പോൾ തന്നെ പിടഞ്ഞെണീറ്റ് അടുക്കളയിലേക്ക് പോയി. എന്താ ഒരറിയിപ്പുമില്ലാതെ ഇങ്ങോട്ടൊക്കെ പോന്നത്? അയാൾ ചോദിച്ചു.
ഒക്കെ നല്ല കാര്യത്തിനാ. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് വന്നത് നന്നായെന്ന്. കുളിക്കുകയോ മറ്റോ വേണോ? വേണ്ട വേണ്ട, പൂജ നടത്തിക്കൊണ്ടിരുന്നിടത്തുനിന്നാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. അതുകൊണ്ട് കുളിയും ജപവും ഒക്കെ വേണ്ട. ഇത്തിരി സംസാരിക്കണം. പിന്നെ ബാക്കി എന്തൊക്കെയാ വിശേഷങ്ങൾ? കാണാതായ വാസുവിനെക്കുറിച്ച് വല്ല വിവരവുമുണ്ടോ? ഇപ്പോഴും അന്വേഷണത്തിൽ തന്നെയാ. എന്നെങ്കിലും വരാതിരിക്കില്ല. ജയന്തൻ ദാനവേദനെ സമാധാനിപ്പിച്ചു. നാണിക്കുട്ടി ചായ കൊണ്ടുവന്നു വെച്ചു. കടും ചായ ആയിരുന്നു. ജയന്തൻ അത് ഊതി കുടിച്ചു. ഇനി കാര്യം പറയാം. എന്താ? ജയന്തൻ പിന്നോട്ട് ചാരിയിരുന്നു. അതിനുശേഷം തുടർന്നു. ഞാൻ വന്നത് എല്ലാം നേരിലൊന്ന് കാണാനാ. ഇവിടെ വന്നപ്പോ ആരും മനസ്സിൽ കൂടി കരുതാത്തതും ഒരിക്കലും എങ്ങും നടന്നിട്ടില്ലാത്തതുമായ ഒരു വസ്തുത ഞാൻ കണ്ടു. എവിടെ? എന്താണത്? ദാനവേദൻ ചോദിച്ചു. എല്ലാം ഞാൻ വിശദമായി പറയാം. ഞാൻ വന്നപ്പോ ശ്രീകോവിലിനുള്ളിൽ ദേവിയില്ല. കേട്ടോ ജയന്ത, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ഇപ്പോ ദേവി മാറി മറിഞ്ഞും നടക്കുക. ആർക്കും പിടിതരുന്നില്ല. ഇതൊക്കെ ആരെ സഹായിക്കാനാണോ ആവോ? അതറിഞ്ഞുകൂടെ? ദേവിയുടെ സ്വന്തം ആളെ സഹായിക്കാൻ തന്നെ. സ്വന്തം ആളെന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടദാസിയെ തന്നെ. പകലൊക്കെ മനുഷ്യജന്മവും രാത്രി സ്വയം വേഷത്തിലുമാ. ആരെക്കുറിച്ചാണാവോ ഈ പറയുന്നത്? ആരെക്കുറിച്ചാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് പറയുന്നുമില്ല. എന്നാൽ ഞാൻ വിചാരിച്ചാൽ തെളിയിക്കാൻ കഴിയും. പിന്നെ മോചനം കിട്ടാതെ അലയുകയാണ് ഫലം. അതിനിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചെയ്യാനൊന്നുമില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് തരാൻ പറ്റുമോ? എന്തെല്ലാമാണ് പറഞ്ഞാലും. ഓമല്ലൂർ ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ വകയല്ലേ? പിന്നല്ലാതെ. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്താ അത്? സംഗതി വളരെ നിസ്സാരമാ. നിങ്ങൾ വിചാരിച്ചാലേ അത് പറ്റൂ. എന്താന്ന് പറഞ്ഞാലും. ശ്രീകോവിലിന് മുന്നിൽ വലതുവശത്തായി ഒരു പ്രതിമയുണ്ട്. ഒരു ദ്വാരപാലികയുടെ. കുറെ ദിവസത്തേക്ക് ഞാൻ അതൊന്ന് കൂട്ടിക്കൊണ്ടു പൊയ്ക്കോട്ടെ. അത് കിട്ടിയാൽ വാസുവിനെ കണ്ടുപിടിക്കാനും പറ്റിയേക്കും. എങ്കിൽ അത് കൊണ്ടുപോയിക്കോളൂ. യാതൊരു വിരോധവുമില്ല. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജയന്തന്റെ ഉദ്ദേശം സഫലമായി. ദേവി പ്രതിമയാണ് അയാൾ ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. ചെന്നാങ്കേരി മനയ്ക്കലെ ദാനവേദൻ നമ്പൂതിരിപ്പാടിന്റെ അനുവാദം കിട്ടിയതോടുകൂടി തന്റെ എല്ലാ ലക്ഷ്യങ്ങളും സഫലമാകുമെന്ന് ജയന്തൻ കരുതി. ദേവി പ്രതിമ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ദേവിക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോൾ ഓമല്ലൂർ ഭഗവതിയെ അവിടെ നിന്നും ആവാഹിച്ച് തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ആവശ്യം വേണ്ടുന്ന പൂജയും ഹോമങ്ങളും ബലികളും നടത്തിയാൽ ദേവി സംപ്രീതയാവുമെന്ന് ജയന്തൻ അറിയാം. കാലങ്ങളായി കാര്യമായ ശ്രീവേലിയും മറ്റും നടത്താത്ത കാവാണ്. കഷ്ടിച്ചാണ് വല്ലപ്പോഴും പൂജ നടക്കുക. അതുകൊണ്ട് ദേവി ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കാൻ തനിക്ക് കഴിയുമെന്ന് ജയന്തന് അറിയാം. ജയന്തൻ കാവിന് മുന്നിലെത്തി. വിഗ്രഹം എങ്ങനെ അടർത്തിയെടുക്കാമെന്ന് ചിന്തിച്ചു നിന്നു. എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊണ്ടുപോവുക? അതും ആലോചിച്ചു. പെട്ടെന്ന് മറ്റൊരു യുക്തി തോന്നി. പ്രതിമ എന്തിനാണ് കൊണ്ടുപോകുന്നത്? ദേവിയുടെ പ്രതിമയല്ലല്ലോ, അത് ദ്വാരപാലികയുടെ പ്രതിമയല്ലേ. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും അടർത്തിയെടുത്ത് കുളത്തിലെറിയാൻ ജയന്തൻ തീരുമാനിച്ചു. വീണ്ടും അയാൾ മനക്കിലെത്തി. എന്താ പോയില്ലേ? ദാനവേദൻ ചോദിച്ചു. എനിക്ക് 1-2 പണിയായുധങ്ങൾ കിട്ടിയാൽ കൊള്ളാം. വിഗ്രഹം ഇളക്കിയെടുക്കാനാ. ജയന്തൻ ചോദിച്ചു. അതാ അപ്പുറത്തേക്ക് ചെന്നാൽ മതി. ഞാനും വരാം. ദാനവേദനും ജയന്തന്റെ കൂടെ പടിഞ്ഞാറേ വശത്തേക്ക് പോയി. തറവാടിന്റെ പടിഞ്ഞാറ് വശത്തെ വരാന്തയിൽ തൂമ്പയും പാരയും കുന്താലിയുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ, ദാനവേദൻ പറഞ്ഞു. ജയന്തൻ ഒരു പാരയും കൂന്താലിയും എടുത്തു. അതുമായി നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു. ഉച്ചസമയം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ വഴി നടപ്പില്ലാത്തതുകൊണ്ട് ആ സമയം ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ജയന്തൻ ശ്രീകോവിലിന്റെ പടിക്കെട്ട് കയറാതെ അതിനപ്പുറത്തുകൂടി മുകളിലേക്ക് വലിഞ്ഞു കയറി. അവിടെ നിന്നുകൊണ്ട് വിഗ്രഹം പതിപ്പിച്ചിരിക്കുന്ന ഭാഗം പാര കൊണ്ട് അടർത്താൻ തുടങ്ങി. കുറേശ്ശെയായി അടർത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ വിഗ്രഹം പാര കൊണ്ട് കുത്തി അടർത്തി മുന്നോട്ട് മറിച്ചിട്ടു. അവിടെ നിന്നും ഇടയ്ക്ക് കല്ലുവെച്ച് പാര കൊണ്ട് കുറേശ്ശെ തെറ്റിച്ച് കുളത്തിനടുത്തെത്തിച്ചു. അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാടും നോക്കി. ആരെയും കണ്ടില്ല. അതുതന്നെ തക്കമെന്ന് കരുതി സർവശക്തിയും ഉപയോഗിച്ച്
പ്രതിമ ഉയർത്തി കുളത്തിന്റെ അരികിൽ നിന്നും താഴേക്ക് തള്ളി. ഒരു ഭയങ്കര ശബ്ദത്തോടെ ആ പ്രതിമ കുളത്തിലെ വെള്ളത്തിൽ വീണു. അത് ചെന്നു വീഴുമ്പോഴുണ്ടായ ആഘാതത്തിൽ വെള്ളം മുകളിലേക്ക് കുതിച്ചു പൊങ്ങി. പായലുകൾ 4 വശത്തേക്കും വഴിമാറി. പ്രതിമ വെള്ളത്തിനടിയിലേക്ക് പോയപ്പോൾ ജലനിരപ്പിന് മുകളിലായി ഓളങ്ങളുണ്ടായി. അല്പസമയം കഴിഞ്ഞപ്പോൾ അകന്നുപോയ പായലുകൾ അടുക്കുകയും ജലനിരപ്പ് നിശ്ചലമാവുകയും ചെയ്തു. ഇപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചതായി തോന്നുകയില്ലായിരുന്നു. ജയന്തൻ തിരിച്ചു നടന്നു. ശ്രീകോവിലിനുള്ളിൽ ഭഗവതി ഉണ്ടെന്ന് ജയന്തൻ അറിയാം. ഇനിയിപ്പോൾ എന്തിലെങ്കിലും ഭഗവതിയെ ആവാഹിക്കുകയാണ് വേണ്ടത്. അതേക്കുറിച്ച് ചിന്തിച്ചു നിന്നു. ഏതെങ്കിലും ഒരു ചെറിയ പ്രതിമ കിട്ടിയാൽ മതിയായിരുന്നു. ഭഗവതിയാകുമ്പോൾ പഞ്ചലോഹ നിർമ്മിതമായ ഒരു പ്രതിമയാണെങ്കിൽ ഏറെ നന്ന്. പിന്നെ കൈവിട്ടു പോകാതെ സൂക്ഷിച്ചാൽ മതി. അയാൾ വീണ്ടും ചെന്നാങ്കേരി മനയിലെത്തി. എന്താ പോയില്ലേ? ദാനവേദൻ ചോദിച്ചു. ഓരോന്ന് ചെയ്യുമ്പോൾ പിന്നെയും മറ്റൊന്ന് പൊന്തി വരുന്നു, അയാൾ പറഞ്ഞു. ഇനിയിപ്പോ എന്താ വേണ്ടത്? ദാനവേദൻ ചോദിച്ചു. വേണ്ടത് എന്തെന്ന് വെച്ചാൽ പഞ്ചലോഹം കൊണ്ടുള്ള ഒരു പ്രതിമയാണ്. അതെന്തിനാണ്? അതിൽ വേണം ദേവിയെ ആവാഹിച്ചു കൊണ്ടുപോകാൻ. മറ്റേ കാര്യം എന്തായി? അതു പറയാം. വലതുവശത്തെ ദ്വാരപാലികയുടെ പ്രതിമയെടുത്ത് കുളത്തിലിട്ടു. ഇനിയിപ്പോൾ അവിടെ കിടന്നോളും. അവളല്ലേ പ്രധാന കക്ഷി. ഇനി തിരിച്ചു വന്ന് കൂടാനൊക്കില്ല. അങ്ങനെ ആച്ചാൽ പിന്നെന്താ ചെയ്യുക? അവിടല്ലേ കളി കിടക്കുന്നത്. ജയന്തൻ പൈശാചികമായി ചിരിച്ചു. പറയൂ, കേൾക്കട്ടെ. അവൾ ഇനി വന്നാൽ ചേക്കേറാൻ സ്ഥലമില്ല. അപ്പോ പിന്നെ എന്തു ചെയ്യും? വല്ല പാലമരത്തിലോ കരിമ്പനയിലോ തങ്ങേണ്ടി വരും. പിന്നെ അവളെ പിടിച്ചുകെട്ടാൻ പ്രയാസമില്ല. അവളുടെ അഹമ്മതി അതോടെ തീരുകയും ചെയ്യും. അങ്ങനാച്ചാൽ ദേവി ഇവിടെ ഇരിക്കുന്നതല്ലേ നല്ലത്? ദാനവേദൻ ചോദിച്ചു. അതിന്റെ രഹസ്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണ്. ദേവി ഈ വലയത്തിലാണെങ്കിൽ ആർക്കും സ്വാധീനിക്കാൻ കഴിയും. ആർക്കെന്ന് വെച്ചാൽ മനസ്സിലായി കാണുമോ? ഇല്ല. എങ്കിൽ കേട്ടോളൂ. യക്ഷി ഇപ്പോൾ കുരുക്ഷേത്രത്തുമനേല. എന്താണ് ഈ പറയുന്നത്? അക്കാര്യം ദാനവേദന് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. എന്റെ തറവാട്ടു സ്വത്തായിരുന്ന യക്ഷി കുരുക്ഷേത്രത്തുമനയിലോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? തറവാട്ടു സ്വത്തെന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ. കുരുക്ഷേത്രത്തുമന എങ്ങനെ കിടന്നതാ? ഇപ്പോ അതിന്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദാനവേദൻ നമ്പൂതിരിപ്പാട് ആലോചിച്ചു നോക്കി. ശരിയാണല്ലോ ഇയാൾ പറയുന്നത്. ഒരു നേരത്തെ വറ്റിന് വകയില്ലാഞ്ഞിട്ട് സരസ്വതി അന്തർജനം പാറുക്കുട്ടിയെ ചെന്നാങ്കേരി മനയിലേക്ക് പലപ്പോഴും അയക്കാറുണ്ടായിരുന്നു. ആ ചെക്കനാണെങ്കിൽ വായി നോക്കി നടപ്പായിരുന്നു. വല്ലയിടത്തും സദ്യയുണ്ടോന്ന് അന്വേഷിച്ച്, പിന്നെ 4 കാശിന് കൊള്ളാത്ത കഞ്ഞി കുടിക്കാൻ വകയില്ലാഞ്ഞിട്ടും കഥകളി പഠിക്കാൻ നടന്നു. ഇപ്പോ എന്താ സ്ഥിതി? കുരുക്ഷേത്രത്തു മനയെന്ന് കേട്ടാൽ നാട് വിറയ്ക്കും. അളന്നാലും തീരാത്ത നെല്ല് അറയ്ക്കുള്ളിൽ. അടിയാന്മാരാണെങ്കിൽ അനവധി. കാര്യസ്ഥൻ രാമൻ നായർക്കാണെങ്കിൽ ദിവാന്റെ പദവിയാണ്. ഇപ്പോ പഞ്ചായത്തിന്റെ അധികാരി കൂടിയാണ്. മനസ്സിലോർത്ത ശേഷം ദാനവേദൻ ചോദിച്ചു. അപ്പോ അയാളുടെ വേളി, അതായത് പരമസുന്ദരിയായ ആ പെണ്ണ് കാവിൽ നിൽക്കുന്നവളാ? പിന്നല്ലേ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ കേട്ടോളൂ. കാൽത്തള കാണാതായതല്ലേ? വിഗ്രഹത്തിന്റെ കാൽത്തള ഊരി അയാൾക്ക് കൊടുത്തു. പിന്നെ എന്തെല്ലാം. കാവിനുള്ളിൽ എന്തുമാത്രം സ്വർണമുണ്ടായിരിക്കണം. അതൊക്കെ നിങ്ങൾക്കറിയാമോ? അതൊക്കെ വാരിക്കൊടുത്തു കാണും. അല്ലാതെ എങ്ങനെയാ ഈ നിലയ്ക്കെത്തുക? നല്ല കാര്യമായി. ഓഹോ, അപ്പോ അതാ കളി അല്ലേ? ഒക്കെ പറയാനുള്ള സമയമാവുമ്പോൾ പറയാമെന്ന് ഞാൻ കരുതി. ഇതുവരെ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. എല്ലാം വിശദീകരിച്ച ശേഷം ജയന്തൻ പറഞ്ഞു. എങ്കിൽ ഇതുവരെ ചെയ്തതൊക്കെ നന്നായെന്ന് വെച്ചാൽ വളരെ നന്നായി. അപ്പോൾ ഞാൻ ചെയ്തത് അംഗീകരിക്കുന്നുണ്ട് അല്ലേ? ഒട്ടും അധികമായിട്ടില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതും കൂടി കേട്ടോളൂ, ജയന്തൻ പറഞ്ഞു. എന്താ? ദേവി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നില്ലേ? ദേവി എന്ന് വച്ചാ ആരുടെയാ? ഈ തറവാട്ടുവക, അതായത് ചെന്നാങ്കേരി മനവക. അപ്പോ ആ ദേവിയെ ഇനി നിങ്ങൾക്ക് വേണോ? ജയന്തന്റെ ചോദ്യം കുറിക്കുകൊണ്ട് അയാൾ ആലോചിച്ചു നോക്കി. ശരിയാണല്ലോ. തന്നെ സഹായിക്കുന്നതിനു പകരം ആ കാവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെയാണ് സഹായിച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ജയന്തന് പറയുന്നത് പോലെ തന്നെ ആവട്ടെ കാര്യങ്ങൾ. ഞാൻ തുറന്നങ്ങ് പറയാം. ദേവിയെ കൂടി ഞാൻ കൊണ്ടുപോവുകയാണ്. എന്താ?
അതു കേട്ടപ്പോൾ ദാനവേദൻ ഒന്ന് നടുങ്ങി. നൂറ്റാണ്ടുകളായി ആ തറവാടിന്റെ പരദേവതയാണ് ദേവി. ആ ദേവിയെ മറ്റൊരാൾ കൊണ്ടുപോവുക. അയാൾക്ക് അല്പസമയത്തേക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞാൻ തുറന്നു പറഞ്ഞാൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. എന്നുവെച്ചാൽ ദേവി ഇവിടെ തന്നെ കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ പരാജയപ്പെടും. ദേവിയുടെ കൂറ് കുരുക്ഷേത്രത്തു മനയിലേക്കാണ്. കാരണം ദേവിയുടെ തോഴി അവിടല്ലേ കഴിയുന്നത്. ദാനവേദൻ ആലോചിച്ചു നോക്കി. ജയന്തൻ പറയുന്നതിൽ കാര്യമുണ്ട്. ദേവി അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ആ നിലയ്ക്ക് ദേവി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ദാനവേദൻ അകത്തു കയറി ഒരു താക്കോൽ കൂട്ടം എടുത്തുകൊണ്ടുവന്ന് അതിൽ നിന്നും ഒരു ചെറിയ താക്കോലെടുത്ത് അറവാതിൽ തുറന്നു. അകത്ത് ഇരുട്ടായിരുന്നു. ദാനവേദൻ അറയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ചെന്നാങ്കേരി മനയ്ക്കലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അറയ്ക്കുള്ളിൽ ജയന്തൻ കയറിയപ്പോൾ അതിനുള്ളിൽ നേരിയ ഒരു അനക്കം കേട്ടു. പെട്ടെന്ന് അയാൾ തരിച്ചു നിന്നു. സംശയം തോന്നിയ അയാൾ പുറത്തേക്ക് കാലെടുത്തു വെച്ചു. എന്താ, എന്തുപറ്റി? അപ്പുറത്ത് മാറി നിന്നിരുന്ന ദാനവേദൻ ചോദിച്ചു. ഒന്നുമില്ല, ഒരു ചെറിയ അനക്കം പോലെ. ഒരു വിളക്ക് കിട്ടിയാൽ നന്നായിരുന്നു. വല്ല എലിയുമായിരിക്കും, ദാനവേദൻ പറഞ്ഞു. എന്തായാലും സംശയിക്കണല്ലോ. ഒരു ഓട്ടുവിളക്ക് കത്തിച്ചു തരൂ. തിരുമേനി ഉടൻ തന്നെ ഒരു വിളക്ക് കത്തിച്ച് ജയന്തന്റെ കയ്യിൽ കൊടുത്തു. ജയന്തൻ ആ വിളക്കുമായി വീണ്ടും അകത്തു കയറി. അപ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു. തങ്കവർണ്ണത്തിലുള്ള ഒരു സർപ്പം അവിടെ സൂക്ഷിച്ചിരുന്ന വിഗ്രഹങ്ങളുടെ ഇടയിൽ പത്തി വിടർത്തി നിൽക്കുന്നു. സാവധാനം തലയാട്ടുന്നുമുണ്ട്. പക്ഷെ അതു കണ്ടിട്ട് ജയന്തൻ കുലുങ്ങിയില്ല. അയാൾ ചോദിച്ചു, എന്താ, പരീക്ഷിക്കുകയാണോ? അത് കേട്ടിട്ടെന്ന വണ്ണം സർപ്പം തലയാട്ടി. പക്ഷെ ജയന്തൻ ഒരു മന്ത്രം ചൊല്ലി. മഹാശക്തിയുള്ള ആ മന്ത്രത്തിനു മുന്നിൽ ആ സർപ്പത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല. അത് പത്തി താഴ്ത്തി. ഉടൻ തന്നെ ജയന്തൻ കൈനീട്ടി അവിടെയിരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ഒരു ദേവീ വിഗ്രഹം എടുത്തുകൊണ്ട് പുറത്തു വന്നു. എന്താ, സംഗതി സാധിച്ചോ? ദാനവേദൻ ചോദിച്ചു. കൊള്ളാം, നല്ല കാര്യമായി. സാധിക്കാതെ വരുമോ? ഒന്ന് തടയാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? അറയ്ക്കുള്ളിൽ ഒരു സർപ്പമുണ്ട്. കാവലാണെന്ന് തോന്നുന്നു. ഓഹോ, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറവാതിൽ നന്നായി അടച്ചേക്കൂ, ദാനവേദൻ പറഞ്ഞു. ജയന്തൻ അറവാതിൽ ചാരി ഓടാമ്പൽ നീക്കി താഴിട്ടു പൂട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണത്? ദാനവേദൻ ചോദിച്ചു. ഭഗവതിയെ ഇതിൽ ആവാഹിക്കും. അതിനുശേഷം കൊണ്ടുപോകും. പിന്നെ കളി ഞാൻ കാണിച്ചു കൊടുക്കാം, കള്ളച്ചിരിയോടെ ജയന്തൻ പറഞ്ഞു. അതിനുശേഷം അയാൾ അതുമായി നേരെ കാവിലേക്ക് പോയി. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ദേവപ്രിയ വിഷ്ണുദേവിന്റെ മാറിൽ തല ചായ്ച്ചു കിടക്കുകയായിരുന്നു. മുറിക്കുള്ളിൽ കോൽവിളക്ക് കത്തിക്കൊണ്ടിരുന്നു. വിഷ്ണുദേവന്റെ കണ്ണുകൾ മച്ചിലുള്ള കൊത്തുപണികളിൽ കേന്ദ്രീകരിച്ചിരുന്നു. മച്ചിലെ ശില്പചാതുര്യം കാണുന്നുണ്ടെങ്കിലും അയാളുടെ മനസ്സ് മറ്റൊരു വഴിയിലായിരുന്നു. ദേവപ്രിയ കുരുക്ഷേത്രത്തു മനയിൽ വന്നിട്ട് 11.5 ചന്ദ്രമാസം കഴിഞ്ഞിരുന്നു. ഇനി ഒന്നുകൂടിയേ ബാക്കിയുള്ളൂ, 28 ദിനരാത്രങ്ങൾ. അത് കഴിഞ്ഞാൽ ദേവപ്രിയയുടെ അവധി തീരുകയായി. ദേവി അവൾക്ക് കൊടുത്തിരിക്കുന്ന സമയവും അവസാനിച്ചു കഴിയും. അതു കഴിഞ്ഞാൽ അവൾ മടങ്ങിപ്പോകും. അവൾക്ക് മടങ്ങിപ്പോയേ മതിയാവൂ. പിന്നീട് ഒരു ശക്തിക്കും അവളെ പിടിച്ചു നിർത്താനാവില്ല. എന്താ ആലോചിക്കുന്നത്? വിഷ്ണുദേവന്റെ മാറിലെ രോമങ്ങൾക്കിടയിലൂടെ വിരലോടിച്ചുകൊണ്ട് ദേവപ്രിയ ചോദിച്ചു. ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറയട്ടെ? പറയൂ. ശരിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഞാൻ പോകുന്നതിനെക്കുറിച്ചല്ലേ ചിന്തിക്കുന്നത്? എങ്ങനെ മനസ്സിലായി? അല്ലാതെ മറ്റെന്താ വിഷ്ണുവിന് ചിന്തിക്കാനുള്ളത്? വ്യാകുലപ്പെടാൻ മറ്റൊന്നുമില്ലെന്ന് എനിക്കറിയാമല്ലോ. ദേവപ്രിയ പറഞ്ഞത് ശരിയാണ്. ഞാൻ അതുതന്നെയാണ് ആലോചിച്ചത്. നടക്കേണ്ടത് നടന്നേ മതിയാവൂ. ദേവപ്രിയ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏകനാകുമല്ലോ. എനിക്ക് തനിച്ചു ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നാം ഇതുവരെ ജീവിച്ചത് തന്നെ പല മന്വന്തരങ്ങളിൽ വല്ലപ്പോഴും നടക്കുന്ന ഒരേ ഒരു സംഭവം മാത്രമാണ്. ദേവപ്രിയ പോയി കഴിഞ്ഞാൽ ഓർക്കാൻ വേണ്ടി എനിക്ക് എന്താണ് തരിക? എന്താണ് വേണ്ടത്? ഈ തറവാട്ടിൽ സന്തതി പരമ്പരകൾ ഉണ്ടാവാൻ ദേവപ്രിയയെപ്പോലെ സുന്ദരിയായൊരു പെൺകുട്ടി. എന്നുവെച്ചാൽ വിഷ്ണുവിൻ്റെയും ദേവപ്രിയയുടെയും മകൾ. എൻ്റെ ഭഗവതി, എന്താണ് ഈ പറയുന്നത്? ഇനി കേവലം 27 രാത്രികളെ ബാക്കിയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ പറയുന്നത്? എന്നാൽ ഇത് കേട്ടോളൂ. കേരളത്തിലെ അതിപുരാതനമായ ഒരു ഇല്ലത്തിൽ ദേവപ്രിയയെപ്പോലുള്ള ഒരു യക്ഷിയെ അവിടുത്തെ തിരുമേനി കൂട്ടിക്കൊണ്ടുവന്നു. എവിടെ നിന്നാണെന്ന് ഞാൻ പറയാം. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന്. അവിടെ ക്ഷേത്രത്തിന്റെ ചുവരിൽ ഏതോ പ്രഗത്ഭനായ ഒരു ചിത്രകാരൻ ഒരു യക്ഷിയെ വരച്ചു.
എല്ലാം തികഞ്ഞപ്പോൾ അറം പറ്റിപ്പോയി, അങ്ങനെയല്ലേ? വിഷ്ണു ചോദിച്ചു. അതെ, ശരിയാണ്. ചിത്രമോ ശില്പമോ പൂർണ്ണതയിലെത്തിയാൽ അതിൽ ദേവതകളുടെയും യക്ഷികളുടെയും ശക്തി ആവേശിക്കുക പതിവാണ്. എന്നിട്ട് എന്തുണ്ടായി? അവൾ ചോദിച്ചു. ആ യക്ഷി പലരെയും ഉപദ്രവിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ അവസാനം ഒരു തിരുമേനി അവളെ കൂട്ടിക്കൊണ്ടുവന്ന് പാർപ്പിച്ചു. തിരുമേനിയോടൊത്ത് വർഷങ്ങളോളം അവൾ കഴിഞ്ഞു. ഒടുവിൽ ഒരു കുട്ടിയെ സമ്മാനിച്ച ശേഷം അവൾ തിരിച്ചുപോയി. ആ കുട്ടി ഇന്നും ആ ഇല്ലത്തിലുണ്ടത്രേ. അവൾക്ക് വേണ്ട പൂജയും നടക്കുന്നുണ്ട്. അത് സംഭവിച്ചത് മറ്റൊരു രീതിയിലാണ്. പ്രത്യേക ജോലിയൊന്നുമില്ലാത്ത ഒരു യക്ഷിയായിരിക്കും അത്. പക്ഷെ ഞാൻ ദേവിയുടെ കാവൽക്കാരിയാണ്. ദേവി എവിടെയാണെങ്കിലും എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ പോകുമെന്ന് തീർച്ചയാക്കിയോ? വിഷ്ണു ചോദിച്ചു. ഇനി അതേക്കുറിച്ച് പറയാതെ. അവൾ വിഷ്ണുവിന്റെ ചുണ്ടുകളിൽ ചുംബിച്ചു. അവളുടെ കൈവിരലുകൾ അയാളെ തഴുകി. അയാളുടെ ചിന്തകൾ അവളുടെ വഴിക്ക് കൊണ്ടുവന്നു. കുറെ സമയത്തേക്ക് വിഷ്ണു മറ്റൊരു ലോകത്തായിരുന്നു. തളിര് പോലുള്ള അവളുടെ ശരീരം അയാളുടെ മാംസപേശികളിൽ തഴുകി. അവളുടെ മാംസളമായ അരക്കെട്ടും കണങ്കാലുകളും അയാളുടെ സിരകളിൽ രോമാഞ്ചം പകർന്നു. അങ്ങനെ അല്പസമയത്തേക്ക് ദേവപ്രിയയുടെ വേർപാടിനെക്കുറിച്ചുള്ള ചിന്ത അയാളിൽ നിന്നും വിട്ടകന്നുപോയി. മൂന്നാം യാമം അവസാനിക്കാൻ 1.5 നാഴിക ബാക്കിയുള്ളപ്പോൾ ദേവപ്രിയ പെട്ടെന്ന് എണീറ്റു. എന്താ, എവിടെ പോകുന്നു? കിടക്കയിൽ നിന്നും ഞെട്ടിപ്പിടഞ്ഞെണീറ്റ അവളോട് വിഷ്ണുദേവൻ ചോദിച്ചു. ഞാൻ കാവ് വരെ ഒന്ന് പോയിട്ട് വരാം. എന്താ അങ്ങനെ പെട്ടെന്ന് തോന്നാൻ? പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നുന്നു. ഞാൻ വരണോ? വേണ്ട, ഞാൻ തന്നെ പോയി വരാം. അവൾ അതിവേഗം അവിടെ നിന്നും പാഞ്ഞു. അന്തരീക്ഷത്തിലൂടെ പറന്ന് ക്ഷേത്രത്തിന് മുന്നിലുള്ള ആലിന്റെ മുകളിലെത്തി. അവൾ ക്ഷേത്രത്തിലേക്ക് നോക്കി. പെട്ടെന്ന് ഒരു ഞെട്ടൽ അവൾക്കുണ്ടായി. ശ്രീകോവിലിലേക്കുള്ള വാതിലിന്റെ വലതുവശത്തെ അവളുടെ പ്രതിമ കാണുന്നില്ല. അവളുടെ രൂപം കൊത്തിയിരിക്കുന്ന പ്രതിമയാണത്. ആ പ്രതിമയില്ലെങ്കിൽ അവൾക്ക് ആവേശിക്കാൻ സ്ഥലമില്ല. അങ്ങനെ വന്നാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു കൊടിയ മന്ത്രവാദിയുടെ നോട്ടത്തിലകപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല. ചിലപ്പോൾ അയാളുടെ അടിമയായി കഴിയേണ്ടി വരും. അതുമല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ വയ്യാത്ത വിധം വല്ല കാഞ്ഞിരത്തേലും തറച്ചെന്നു വരും. അവിടെ ഇരുന്ന് നോക്കിയാൽ കാണാവുന്ന ദിക്കിലെല്ലാം അവൾ തന്റെ പ്രതിമ തെരഞ്ഞു. പക്ഷെ അവിടെയെങ്ങും അത് കണ്ടില്ല. എന്നാൽ അത്രയും ഭാരമുള്ള ഒരു പ്രതിമ സാധാരണഗതിയിൽ അധിക ദൂരം കൊണ്ടുപോകാൻ ഒരാളെ കൊണ്ട് കഴിയുകയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന ഏക സ്ഥലമായ കുളത്തിന്റെ അടുത്ത് ചെന്ന് അവൾ കരിനീലിച്ചു കിടക്കുന്ന വെള്ളത്തിലേക്ക് നോക്കി. ആഴത്തിൽ അവളുടെ കണ്ണുകൾ താണു ചെന്നു. അങ്ങനെ നോക്കിയപ്പോൾ കുളത്തിന്റെ അഗാധതയിൽ ചെളിക്കുള്ളിൽ അമർന്ന് താണു കിടക്കുന്ന തന്റെ പ്രതിമ അവൾ കണ്ടു. അതെടുക്കണമെങ്കിൽ തനിക്ക് സാധ്യമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. മനുഷ്യർക്ക് ആർക്കെങ്കിലുമേ അതിന് കഴിയൂ. വിഷ്ണുദേവനോട് ആ വിവരം പറയുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിന്നും പോരാൻ തീരുമാനിച്ച് പിന്തിരിഞ്ഞപ്പോൾ ആരോ ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നു വരുന്നത് അവൾ കണ്ടു. അത് ജയന്തൻ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ തന്നെ കണ്ടാൽ ആപത്താണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് പാത്തും പതുങ്ങിയും അവൾ ആലിന്റെ പിന്നിലേക്കെത്തി നിന്നു. ജയന്തൻ തന്റെ കൈവശമുള്ള പഞ്ചലോഹ നിർമ്മിതമായ ദേവീ വിഗ്രഹം ശ്രീകോവിലിന്റെ നടക്കൽ വെച്ചു. അതിനടുത്തായി കോൽവിളക്ക് കത്തിച്ചു വെച്ചു. പിന്നീട് രാശിക്കളം വരച്ചു. ആ സമയം ആരും തന്നെ ചെയ്യാത്ത പണിയായിരുന്നു അത്. രാശിക്കളത്തിൽ ദേവസ്ഥാനത്ത് ദേവീ വിഗ്രഹം വച്ച ശേഷം അയാൾ ശ്രീകോവിലിനുള്ളിൽ മായയായി നിൽക്കുന്ന ദേവിയെ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കാനുള്ള മന്ത്രം ചൊല്ലാൻ തുടങ്ങി. മന്ത്രോച്ചാരണത്തിന്റെ പരിസമാപ്തിയിൽ ശ്രീകോവിലിന്റെ വാതിൽക്കൽ ദേവി കാൽ ചവിട്ടുന്നത് അവൾ കണ്ടു. എന്റെ ഭഗവതി, എന്തായി കാട്ടണേ? ദേവപ്രിയ നിലവിളിച്ചുപോയി. ദുഷ്ടനായ ജയന്തന്റെ പിടിയിൽ ദേവി അകപ്പെടുവാൻ പോകുകയാണോ? അയാൾ ദേവിയെ ആവാഹിക്കാനുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇനി അരനാഴിക കൂടി ആ മന്ത്രം ഉരുവിട്ടാൽ ഓമല്ലൂർ കാവിലെ ഭഗവതി ജയന്തൻ കൊണ്ടുവന്നിരിക്കുന്ന പഞ്ചലോഹ വിഗ്രഹത്തിൽ ആവേശിക്കുകയായി. അതു കഴിഞ്ഞാൽ അയാൾ ആ വിഗ്രഹവും കൊണ്ടുപോകും. അത് അയാളുടെ തറവാട്ടിൽ പ്രതിഷ്ഠിച്ചു പൂജ നടത്തും. കാര്യസാധ്യത്തിനു വേണ്ടിയാവുമ്പോൾ ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള എല്ലാവിധ അടവുകളും അയാൾ പയറ്റി നോക്കുമെന്നുള്ളത് തീർച്ചയാണ്. ചില അവസരങ്ങളിൽ തപശക്തി കൊണ്ട് രാക്ഷസന്മാർ പോലും ത്രിമൂർത്തികളെ വരുത്തി വരം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. കൊടുക്കാതിരിക്കാൻ വയ്യ, കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ജയന്തന്റെ ആഗ്രഹത്തിന് ദേവിയും വഴിപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. എന്തു ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ദേവപ്രിയ നിന്നു.
പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് അവൾക്ക് തോന്നി. എല്ലാം കഴിഞ്ഞാൽ പറഞ്ഞിട്ടു പിന്നെ പ്രയോജനമില്ല. അവളുടെ മനസ്സിൽ സൂര്യമിത്രൻ നമ്പൂതിരിയുടെ മുഖം തെളിഞ്ഞു വന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിനു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ മറ്റാർക്കും തന്നെ കഴിയില്ല. ജയന്തനോട് പോരാടാൻ സൂര്യമിത്രനെ കഴിയൂ. ദേവപ്രിയ അവിടെ നിന്ന് സൂര്യമനയെ ലക്ഷ്യമാക്കി പറന്നു. പടിപ്പുര വാതിൽക്കൽ നിന്നുകൊണ്ട് അവൾ അകത്തേക്ക് കണ്ണയച്ചു. വരാന്തയിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. തിരുമേനി വരാന്തയുടെ തെക്ക് പണിതു ചേർത്തിട്ടുള്ള കൊത്തുപണി ചെയ്ത കട്ടിലിൽ നിദ്രയിലാണ്. ഇരിക്കുന്നത് കാവൽക്കാരിയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഏതോ മോഹിനിയാണത്. ദേവപ്രിയ നേരെ അങ്ങോട്ടിറങ്ങി ചെന്നു. അവളെ കണ്ടപ്പോൾ യോഗിനി എണീറ്റു. ആ മൂർത്തിയുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള ഒരു വാൾ തിളങ്ങി. "നീ ആര്?" യോഗിനി ചോദിച്ചു. "ഞാൻ തിരുമേനിക്ക് ശിഷ്ടയാണ്. പേര് ദേവപ്രിയ. തിരുമേനിയെ ഉണർത്തണം, ഇല്ലെങ്കിൽ ആപത്താണ്," ദേവപ്രിയ പറഞ്ഞു. "ഉണർത്തിയാൽ ശപിക്കും," യോഗിനി പറഞ്ഞു. "സാരമില്ല, എന്നാലും കാര്യം പറഞ്ഞേ പറ്റൂ." അതു കേട്ടപ്പോൾ എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് യോഗിനിക്ക് തോന്നി. തന്നെയുമല്ല, മുന്നിൽ നിൽക്കുന്നത് ഒരു യക്ഷിയാണെന്നും മോഹിനിക്ക് മനസ്സിലായി. "ശാപം സഹിക്കാമെങ്കിൽ നീ തന്നെ വിളിച്ചോളൂ," യോഗിനി പറഞ്ഞു. "ഞാൻ ഓമല്ലൂർക്കാവ് ഭഗവതിയുടെ കാവൽക്കാരിയാണ്. പേര് ദേവപ്രിയ. അവിടെ ദേവിയെ ജയന്തൻ എന്ന ഒരു മന്ത്രവാദി ആവാഹിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നു." "പറഞ്ഞോളൂ," യോഗിനി സമ്മതിച്ചു. ദേവപ്രിയ തിരുമേനിയുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം എണീറ്റു. സൂര്യമിത്രൻ നമ്പൂതിരി ചോദിച്ചു, "ആര്? ദേവപ്രിയയോ? എന്താ ഇങ്ങോട്ട് വന്നത്? വിഷ്ണു പറഞ്ഞയച്ചതാണോ?" "അല്ല, വിഷ്ണു അറിഞ്ഞല്ല ഞാൻ പോന്നത്. അവിടെ ജയന്തൻ ഭഗവതിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആവാഹിക്കാനുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്." "നേരോ? എനിക്കെല്ലാം അറിയാം. ദേവി പോയാൽ എല്ലാം തകരാറിലാവും അല്ലേ? വിഷ്ണുദേവൻ നല്ലവനാണ്. എങ്ങനെയാ പെട്ടെന്ന് അവിടെ എത്തുക?" തിരുമേനി ചോദിച്ചു. "വിരോധമില്ലെങ്കിൽ എന്റെ വിരൽ പിടിക്കാം, ഞാൻ കൊണ്ടുപോകാം," ദേവപ്രിയ പറഞ്ഞു. "അതിൽ തെറ്റില്ല, ഞാൻ വരാം." തിരുമേനി എണീറ്റു. പൂണൂലിൽ തൊട്ടു നീട്ടിയിരിക്കുന്ന ചെറിയ താക്കോൽ കൊണ്ട് അറവാതിലിന്റെ പൂട്ടിൽ കയറ്റി തിരിച്ചു. അറയുടെ പൂട്ട് തുറന്നു. അകത്ത് നീല നിറത്തിൽ കെടാവിളക്ക് കത്തി നിൽക്കുന്നത് ദേവപ്രിയ കണ്ടു. തിരുമേനി അകത്ത് കടന്നു. അവിടെ നിന്ന് അദ്ദേഹം എന്തോ എടുത്ത് മടിയിൽ വെക്കുന്നത് ദേവപ്രിയ കണ്ടു. അതിനുശേഷം അദ്ദേഹം പുറത്തേക്കിറങ്ങി വാതിൽ പൂട്ടി. "ഇവിടെ തന്നെ കാവലിരിക്കണം, ഞാൻ വരുന്നു," അദ്ദേഹം യോഗിനിയോട് പറഞ്ഞു. തിരുമേനി മുറ്റത്തേക്കിറങ്ങി. ദേവപ്രിയ വലതുകരം നീട്ടി. സൂര്യമിത്രൻ തിരുമേനി ആ കയ്യിൽ പിടിച്ചു. അവൾ അദ്ദേഹത്തെയും കൊണ്ട് ആകാശത്തിൽ കൂടി പറന്നു. സൂര്യമിത്രൻ തിരുമേനി അന്തരീക്ഷത്തിൽ കൂടി നീങ്ങുമ്പോഴും അവിടെ ചെന്നിട്ട് എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. 16 നിമിഷങ്ങൾ. തിരുമേനിയും ദേവപ്രിയയും ഓമല്ലൂർ കാവിന്റെ മുന്നിലുള്ള ആലിന്റെ ശിഖരത്തിൽ എത്തി നിന്നു. "അതാ ജയന്തൻ," ദേവപ്രിയ കൈ ചൂണ്ടി. ദേവി ശ്രീകോവിലിന്റെ പടിയിൽ നിൽക്കുന്നത് അവർ കണ്ടു. സൂര്യമിത്രൻ തിരുമേനി മടിയിൽ കരുതിയിരുന്ന വസ്തു എടുത്തു. അപ്പോഴാണ് ദേവപ്രിയ അത് കാണുന്നത്. അതൊരു ദേവീ വിഗ്രഹം ആയിരുന്നു. ആ വിഗ്രഹം കയ്യിൽ വെച്ചുകൊണ്ട് സൂര്യമിത്രൻ അവിടെ നിന്നുകൊണ്ട് മന്ത്രം ചൊല്ലുവാൻ തുടങ്ങി. ജയന്തൻ ചൊല്ലിക്കഴിഞ്ഞ എണ്ണം സൂര്യമിത്രൻ 5 വിനാഴികകൾ കൊണ്ട് ചൊല്ലിത്തീർത്തു. അതിനുശേഷം മന്ത്രം ആവർത്തിച്ചു. ജയന്തൻ ചൊല്ലിക്കൊണ്ടിരുന്ന എണ്ണത്തെ പിന്നിലാക്കിക്കൊണ്ട് സൂര്യമിത്രൻ മന്ത്രം ചൊല്ലി. ജയന്തനും വിട്ടില്ല. പെട്ടെന്ന് ജയന്തന് എന്തോ സംശയം തോന്നി. മന്ത്രങ്ങൾ എവിടെയോ സന്ധിക്കുന്നു, തമ്മിൽ യോജിക്കുന്നതായി അയാൾക്കു മനസ്സിലായി. ആരോ താൻ ചൊല്ലുന്ന അതേ മന്ത്രം ചൊല്ലുന്നുണ്ട്. ജയന്തൻ അവിടെ ഇരുന്നു കൊണ്ട് തന്റെ മുത്തശ്ശൻ സൂര്യനാരായണൻ നമ്പൂതിരിയെ വിളിച്ചു. അയാൾ മന്ത്രം ചൊല്ലുന്നതിനിടയിൽ പരഹൃദയ ജ്ഞാനം എന്ന വിദ്യയുപയോഗിച്ച് പഴയ തറവാടിന്റെ നിലവറയ്ക്കുള്ളിൽ മരണമില്ലാത്തവനായി കഴിയുന്ന ഭീകരമാന്ത്രികനായ സൂര്യനാരായണനെ കാര്യമറിയിച്ചു. അത് ഇങ്ങനെയായിരുന്നു: "ഇവിടെ ഞാൻ ഓമല്ലൂർ കാവിലെ ഭഗവതിയെ എന്റെ കയ്യിലിരിക്കുന്ന പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹത്തിൽ ആവാഹിച്ച് ഒതുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റൊരാൾ ഇതേ മന്ത്രം ചൊല്ലി ദേവിയെ വശത്താക്കാൻ ഒരുമ്പെടുന്നു. ഇപ്പോഴത്തെ നില വച്ച് നോക്കിയാൽ അയാൾ എന്നെ പരാജയപ്പെടുത്തുവാൻ സാധ്യത തെളിയുന്നു. അതുകൊണ്ട് കഴിവതും വേഗം ഇവിടെ വന്ന് എന്നെ സഹായിക്കണം." നിലവറയ്ക്കുള്ളിൽ കഴിയുന്ന സൂര്യനാരായണൻ എല്ലാം കേട്ടു. തന്റെ തറവാട്ടിൽ പരാജയം എന്നത് ഇതുവരെ തീണ്ടിയിട്ടില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് തന്റെ ചെറുമകൻ, അവസാനത്തെ തരിയായ ജയന്തന്റെ കാലത്ത് വംശം നശിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങിയിരുന്നു. ജയന്തന് മക്കളില്ല.
ഉണ്ണിച്ചിരുതേയമ്മ വന്നതും അവരുമായി ശാരീരിക ബന്ധം പുലർത്തിയതും സൂര്യനാരായണൻ അറിഞ്ഞിരുന്നു. അവർക്ക് ഒരു കുട്ടി ജനിച്ചാൽ വിശ്വമംഗലത്തിന് അവകാശിയുണ്ടാകുമെന്ന് അയാൾ ആഗ്രഹിക്കുകയായിരുന്നു. എന്നാൽ ജയന്തൻ പരാജയപ്പെടാൻ പാടില്ല, പരാജയപ്പെടരുത്. സൂര്യനാരായണൻ ഖഗ ദുർഗാമന്ത്രം ചൊല്ലി. അപ്പോൾ പുറത്ത് ചിറകടി കേട്ടു. പക്ഷി ദുർഗ അതിന്റെ ഭീകരമായ ചിറകുകൾ അന്തരീക്ഷത്തിൽ വകഞ്ഞുകേറി വായുവിനെ പുറകോട്ട് തള്ളിക്കൊണ്ട് നടുമുറ്റത്ത് വന്നിറങ്ങി. സൂര്യനാരായണൻ നിലവറയ്ക്കുള്ളിൽ നിന്നും എണീറ്റ് പുറത്തു വന്നു. നിമിഷം കഴിഞ്ഞില്ല, അപ്പോൾ നടുമുറ്റത്ത് തന്നെയും കാത്ത് പക്ഷി ദുർഗ ഇരിക്കുന്നത് കണ്ടു. എനിക്ക് ഉടൻ തന്നെ ഓമല്ലൂർ കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തണം. പക്ഷി അയാൾക്ക് ഇരിക്കുവാൻ ചിറക് ഒതുക്കി. സൂര്യനാരായണൻ പക്ഷി ദുർഗയുടെ പുറത്തു കയറി. അയാളെയും കൊണ്ട് ആ മായാജീവി പറന്നുയർന്നു. കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് ആ ജീവി ഓമല്ലൂർ കാവിന് മുന്നിലെത്തി. അന്തരീക്ഷത്തിൽ ചിറകടി ശബ്ദം കേൾക്കുകയും ആൽവൃക്ഷം ആടിയുലയുകയും ചെയ്തപ്പോൾ ദേവപ്രിയയും സൂര്യമിത്രനും ആ ചലനത്തിനൊത്ത് ഇളകി. ഖഗാദുർഗയാണത്, ദേവപ്രിയ മന്ത്രിച്ചു. ഓഹോ, അയാളും വന്നിരിക്കുകയാണല്ലേ. മുത്തച്ഛനും കൊച്ചുമകനും കൂടിയാണ് വിളയാട്ടം അല്ലേ? സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് മനസ്സിൽ കരുതി. രണ്ടാളും കൂടി ശ്രമിക്കും, ദേവപ്രിയ തിരുമേനിയുടെ കാതിൽ പറഞ്ഞു. ഒക്കെ ഞാൻ കാണുന്നുണ്ട്, ആരാണ് ജയിക്കുന്നതെന്ന് കാണാമല്ലോ. തിരുമേനി മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരുന്നു. രണ്ടാളുടെയും മന്ത്രം അന്തരീക്ഷത്തിൽ ഉയർന്നു. അപ്പോൾ പക്ഷി ദുർഗയെ വാഹനമാക്കി വന്നെത്തിയ സൂര്യനാരായണൻ മുന്നോട്ട് ചെന്ന് ജയന്തന്റെ കയ്യിൽ നിന്നും ദേവീ പ്രതിമ വാങ്ങി. അപ്പോൾ സൂര്യമിത്രൻ മന്ത്രത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു. അദ്ദേഹം തന്റെ പൂണൂലിൽ നിന്ന് ഒരു ഏലസ് പൊട്ടിച്ചെടുത്ത് മുകളിലേക്കെറിഞ്ഞു. അന്തരീക്ഷത്തിൽ ഉയർന്ന് അതിന്റെ മൂടി തുറക്കപ്പെടുകയും അതിനുള്ളിൽ നിന്നും ഒരു നൂൽ പോലുള്ള സർപ്പം വെളിയിലേക്ക് വരികയും ചെയ്തു. അതിന് നീളം വെച്ചു. പെട്ടെന്ന് അത് നാഗപാശം പോലെ ഒന്നായി തീരുകയും ചെയ്തു. അത് താണിറങ്ങി ജയന്തന്റെ കയ്യിലിരുന്ന പഞ്ചലോഹ വിഗ്രഹത്തെ ചുറ്റി മുകളിലേക്കുയർന്നു. ജയന്തന്റെ കയ്യിൽ നിന്നും വിഗ്രഹം പിടിവിട്ടുപോയി. അടുത്ത നിമിഷം ദേവി സൂര്യമിത്രന്റെ കയ്യിലുള്ള വിഗ്രഹത്തിൽ ആവേശിക്കുകയും ചെയ്തു. ജയന്തന് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല. തന്റെ കയ്യിലിരുന്ന വിഗ്രഹം ഉയർന്നു പോകുന്നതായി മാത്രം അയാൾ കണ്ടു. എന്താണിത്? ജയന്തൻ തിരിഞ്ഞപ്പോൾ മുത്തശ്ശനെ കണ്ടു. അതുതന്നെയാണ്. വിഗ്രഹം എവിടെ? മുത്തശ്ശൻ ചോദിച്ചു. എന്റെ കയ്യിൽ നിന്നും വഴുതി മുകളിലേക്ക് പോയി. ആരോ ആവാഹിച്ചിരിക്കുകയാണ്. ഞാൻ നോക്കട്ടെ. സൂര്യനാരായണൻ ധ്യാനിച്ച് തിരിഞ്ഞപ്പോൾ ദേവപ്രിയയും സൂര്യമിത്രൻ നമ്പൂതിരിയും ആൽവൃക്ഷത്തിൽ ഇരിക്കുന്നത് കണ്ടു. ഓഹോ, അവിടെ നിന്നായിരുന്നോ പ്രവൃത്തി? ഞാനും നോക്കട്ടെ. സൂര്യനാരായണൻ വലതുകൈ ഉയർത്തി. ശത്രുമാരക മന്ത്രം ചൊല്ലിത്തീർത്തപ്പോൾ കയ്യിൽ ഒരു കോടാലി പ്രത്യക്ഷപ്പെട്ടു. അത് ആലിന്റെ കൊമ്പിനെ ലക്ഷ്യമാക്കി വീശിയെറിഞ്ഞു. അത് പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ ദേവപ്രിയ അത് പിടിച്ചെടുത്തു കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അത് ക്ഷേത്രക്കുളത്തിലെ പായൽ പിടിച്ച കൊഴുത്ത വെള്ളത്തിൽ വീണപ്പോൾ അതിൽ തീക്കട്ട വീഴുന്നതുപോലെ ശീൽക്കാര ശബ്ദവും പുകയും പുറപ്പെട്ടു. അല്പസമയം ആ ഭാഗത്തെ വെള്ളത്തിൽ കുമളകൾ ഉണ്ടായി. തനിക്കെതിരായി അദൃശ്യമായ ഒരു എതിരാളി ഉണ്ടെന്ന് സൂര്യനാരായണന് മനസ്സിലായി. ആരാണെന്നറിയാൻ അയാൾ ശ്രമിച്ചു. അവസാനം പിടികിട്ടി. ആ യക്ഷി, അവൾ തന്നെ. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഒരു യക്ഷി ഹോമമന്ത്രമൊന്നും ചൊല്ലി അവളെ നശിപ്പിക്കാൻ സാധ്യമല്ലെന്ന് തിരുമേനി കണ്ടു. അതുകൊണ്ട് മറ്റേതെങ്കിലും ഉഗ്രമൂർത്തിയെ വിടുകയാണ് നല്ലതെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതനുസരിച്ച് കാളരാത്രി എന്ന പിശാചിനെ ധ്യാനിച്ചു മുന്നിൽ വരുത്തി. അതിഭീകരനായ രൂപത്തോടു കൂടിയ ആ പിശാച് സൂര്യനാരായണന്റെ മുന്നിൽ വന്ന് നമസ്കരിച്ചു നിന്നു. എന്താണ് വേണ്ടത്? ഉഗ്രമൂർത്തി ചോദിച്ചു. അതാ ആ കാണുന്ന ആലിൽ ഇരിക്കുന്ന യക്ഷിയെ നശിപ്പിക്കണം. അത് കഴിഞ്ഞ് ആ മാന്ത്രികനെയും തിരുമേനി കൽപ്പിച്ചു. കാളരാത്രി എന്ന ആ പിശാച് ആകാശത്തേക്കുയർന്ന് ആലിന്റെ മുകളിലെത്തി. ആ വൃക്ഷത്തിന്റെ തായ്തടിയുടെ ശിഖരത്തിൽ പിടിച്ച് വൃക്ഷത്തെ ആടിയുലയിച്ചു. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആ കൂറ്റൻ ആൽവൃക്ഷത്തിന്റെ വേരുകളിൽ ഭൂനിരപ്പിന്റെ അടിയിൽ നിന്നും പൊട്ടി അടരുന്നതിന്റെ ശബ്ദം കേട്ടു തുടങ്ങി. ആ ശബ്ദം കേട്ടപ്പോൾ സൂര്യനാരായണനും ജയന്തനും ആനന്ദം കൊണ്ടു. ആൽവൃക്ഷത്തിന്റെ മുകളിൽ കാർമേഘം അടിഞ്ഞു കൂടിയിരിക്കുന്നതുപോലെ കാളരാത്രി എന്ന ആ ദുർഭൂതം നിലകൊണ്ടു. വീണ്ടും അത് വൃക്ഷം പിടിച്ചു കുലുക്കി. എന്താണിതിന്റെ ഉദ്ദേശം? സൂര്യമിത്രൻ പോയി ദേവപ്രിയോട് ചോദിച്ചു. ഈ കൂറ്റൻ ആൽവൃക്ഷം ചുവടെ പറിച്ചെടുക്കാനാണ് തുനിയുന്നത്, ദേവപ്രിയ പറഞ്ഞു. അതിന് താഴെ വന്ന് തായ്തടിയിൽ പിടിച്ച് കുലുക്കുന്നതല്ലേ നല്ലത്?
തിരുമേനി ചോദിച്ചു. അതിബുദ്ധിപൂർവമാണ്. ഇവിടെ നമ്മൾ ഇരിപ്പല്ലേ, താഴേക്ക് വരാൻ പേടിയാണ്. ഇനി നാം എന്തു ചെയ്യും? സൂര്യമിത്രൻ ചോദിച്ചു. എന്തുമാത്രം ഉണ്ടെന്ന് പരീക്ഷിക്കാം. ആൽവൃക്ഷം ഇളകിക്കൊണ്ടേയിരുന്നു. അതിന്റെ വേര് മണ്ണിൽ നിന്നും അടരുന്നതിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഞാൻ തിരുമേനിയെ ഇവിടെ നിന്നും കൊണ്ടുപോകാം, എന്നെ പിടിച്ചോളൂ, ദേവപ്രിയ പറഞ്ഞു. അദ്ദേഹം അവളുടെ വലതു കൈയിൽ പിടിച്ചു. ദേവപ്രിയ സൂര്യമിത്രനെയും കൊണ്ട് പറന്ന് കുരുക്ഷേത്രത്ത് മനയുടെ മുറ്റത്ത് വന്നിറങ്ങി. അവർ വിഷ്ണുദേവനെ വിളിച്ചു. ഇത് ആരാണെന്ന് അറിയാമല്ലോ, ഇദ്ദേഹം ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി വരാം. ദേവപ്രിയ അവിടെ നിന്ന് അപ്രത്യക്ഷയായി. സൂര്യമിത്രൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിഷ്ണുദേവനെ മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം അദ്ദേഹം തന്റെ മാറാപ്പിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ദേവീ വിഗ്രഹം പുറത്തെടുത്തു. അറവാതിൽ തുറക്കൂ, അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഷ്ണുദേവന് കാര്യം മനസ്സിലായി. അയാൾ ഉടൻ തന്നെ അറയുടെ വാതിൽ തുറന്നു. ദേവി ഇതിലുണ്ട്, ഞാൻ ഇങ്ങ് കൊണ്ടുപോന്നു, അല്ലാതെ നിവർത്തിയില്ലായിരുന്നു. സൂര്യമിത്രൻ ദേവി വിഗ്രഹം അറയ്ക്കുള്ളിൽ വച്ച ശേഷം തിരിച്ചിറങ്ങി. ഓമലൂർ കാവിലെ ഭഗവതി തന്റെ ഇല്ലത്തെ അറയ്ക്കുള്ളിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ വിഷ്ണുദേവന്റെ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു. തന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും നിദാനമായ സാക്ഷാൽ ദേവി ഇപ്പോൾ തന്റെ കുടിയിൽ വന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? ഇങ്ങനെയൊന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേയില്ലായിരുന്നു. ഇനി ദേവി വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത്? തന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ ദേവി വിചാരിച്ചാൽ തീർച്ചയായും സാധിക്കും. തിരുമേനി, ഞാനൊരു സംശയം ചോദിക്കട്ടെ? വിഷ്ണുദേവൻ സൂര്യമിത്രനോട് ചോദിച്ചു. എന്താണ് വിഷ്ണു? ദേവിയും അങ്ങും അവിടെ നിന്നും അപ്രത്യക്ഷമായ വിവരം അറിയുമ്പോൾ അയാൾ അടുത്തത് ചിന്തിക്കില്ലേ? ചിന്തിക്കും. അതിന് നാം തയ്യാറാവുകയും വേണം. തൽക്കാലം അയാൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഇവിടേക്ക് അയാൾക്ക് യോഗിനികളെയോ ദുഷ്ടപിശാചുക്കളെയോ അയക്കാൻ സാധ്യമല്ല. കാരണം ഇതിപ്പോൾ ഒരു ക്ഷേത്രം പോലെയാണ്. ദേവി ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആൽവൃക്ഷം തകർക്കാൻ ശ്രമിക്കുന്നത്? വിഷ്ണുദേവൻ സംശയം പ്രകടിപ്പിച്ചു. അവിടെ എന്റെ കൈവശത്താണ് ദേവി ഇരിക്കുന്നത്. ഞാനിരിക്കുന്നത് ആൽവൃക്ഷത്തിലും. ആൽവൃക്ഷം മൊത്തത്തിലായി കടപുഴുകിയിടാനാണ് അവൾ ശ്രമിച്ചത്. പക്ഷേ അഷ്ടകോണുകളിലും കാവലുള്ള ഈ ഇല്ലത്തിൽ ആരും കടക്കില്ല. വന്നെങ്കിൽ നമുക്ക് എതിർക്കുകയും ചെയ്യാം, തിരുമേനി ആശ്വസിപ്പിച്ചു. അതിനുശേഷം സൂര്യമിത്രൻ എണീറ്റ് കുരുക്ഷേത്രത്തു മന ഒരു തവണ ചുറ്റിക്കണ്ട ശേഷം വന്നു. എല്ലാം ഭദ്രമായിട്ടുണ്ട്. തത്രപ്പെട്ട് ഞാൻ നിർത്തിയിട്ടുള്ളവരെ മറികടന്നു വരില്ല. ദേവപ്രിയെ കാണുന്നില്ലല്ലോ, വിഷ്ണുദേവൻ പറഞ്ഞു. ഈ സമയം ദേവപ്രിയ കുളത്തിന്റെ സമീപം എത്തി ആലിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആൽവൃക്ഷം അപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു. അവൾ കുളത്തിന്റെ അടിയിലേക്ക് നോക്കി. ഇരുൾ നിറഞ്ഞിരിക്കുന്ന കുളത്തിലെ വെള്ളത്തിന്റെ അഗാധതയിൽ തന്റെ വിഗ്രഹം കിടക്കുന്നത് അവൾ കണ്ടു. അവൾ സാവധാനം വെള്ളത്തിൽ കൂടി അടിയിലേക്ക് ഊർന്നിറങ്ങി. തന്റെ മുന്നിൽ തന്റെ വിഗ്രഹം ജലത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നത് അവൾ നോക്കി നിന്നു. ക്ഷേത്രക്കുളത്തിന്റെ അടിത്തട്ടിൽ ചെളിക്കുള്ളിൽ അങ്ങു താണ് അവൾ കിടക്കുകയാണ്. അവൾ വലതുകൈ നീട്ടി. അവളുടെ കൈതലം വലുതായി. അത് വിഗ്രഹത്തിന്റെ അടിയിൽ കൂടി നുഴഞ്ഞ് അടുത്തെത്തി. കൈത്തലം മുകളിലേക്ക് ഉയർന്നു. അതോടൊപ്പം ചെളിയിൽ ആണ്ടു കിടന്നിരുന്ന വിഗ്രഹവും പൊന്തി വന്നു. ഇടതു കൈ അവൾ കാൽഭാഗത്ത് ചേർത്തു പിടിച്ചു. എന്നിട്ട് ആ ശിലാവിഗ്രഹവുമായി അവൾ വെള്ളത്തിനടിയിൽ മുകളിലേക്കുയർന്നു. ഉപരിതലത്തിലെത്തിയ ശേഷം വീണ്ടും ആകാശത്തേക്ക് പൊന്തി. ആൽ പറിച്ചെടുക്കാൻ തുനിയുന്ന കാളരാത്രി എന്ന പിശാചിനിക്ക് മുകളിലെത്തിയ ശേഷം അവൾ ആ വിഗ്രഹം ഇടതു കൈയിൽ പിടിച്ച ശേഷം വലതു കൈകൊണ്ട് കാളരാത്രിയുടെ മുടിക്കുത്തിന് പിടിച്ച് ഉയർത്തി അവളെ ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആൽ മുകളിൽ നിന്നും മേഘങ്ങളോളം ഉയരത്തിൽ എത്തിയ ശേഷം താഴെ വന്നു. ശ്രീകോവിലിന്റെ മുകളിൽ ഉയർന്നു നിന്ന മകുടാഗ്രത്തിൽ അവൾ വന്നു വീണു. മായാരൂപിണിയാണെങ്കിലും ദൈവീകമായ ആ ചുറ്റുപാടിൽ മന്ത്രങ്ങൾ ചൊല്ലി ഉറപ്പിച്ചിട്ടുള്ള ആ മകുടാഗ്രത്തിൽ അവൾ വന്നു വീണ ഉടൻ കത്തിയെരിഞ്ഞ് നാളങ്ങളായി ഉയർന്നു. ഒടുവിൽ ശൂന്യതയിൽ ലയിച്ചു ചേരുകയും ചെയ്തു. ഈ കാഴ്ച സൂര്യനാരായണനും ജയന്തനും കാണുന്നുണ്ടായിരുന്നു. അവർ നടുങ്ങിപ്പോയി. മറ്റൊന്നും പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിവില്ലാത്തവണ്ണം അത്ഭുത പരതന്ത്രരായി ഇരിക്കുമ്പോൾ ദേവപ്രിയ തന്റെ വിഗ്രഹം യഥാസ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഈ അവസരത്തിൽ സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടും വിഷ്ണുദേവനും അവിടെ വന്നു ചേർന്നു. എന്താ ജയന്ത,
ഇനി എന്തെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ? സൂര്യമിത്രൻ ചോദിച്ചു. ജയന്തൻ തന്റെ വലതുകൈ ഉയർത്തുവാൻ തുനിഞ്ഞ ഉടൻ തന്നെ സൂര്യമിത്രൻ നാഗപാശമന്ത്രം ഉരുവിട്ട് തന്റെ തലമുടി നാരുകളിൽ ഒന്ന് പിഴുതെടുത്ത് അയാളെ ലക്ഷ്യമാക്കി അയച്ചു. അത് ഒരു സർപ്പമായി തീരുകയും ജയന്തന്റെ നേർക്ക് പാഞ്ഞു ചെല്ലുകയും ചെയ്തു. ജയന്തൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പായി ആ നാഗപാശം അയാളുടെ കൈകളിൽ ചുറ്റിക്കഴിഞ്ഞു. അതിനുശേഷം അത് അയാളെ മുഴുവനായും വരിഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരുന്ന സൂര്യനാരായണൻ നല്ലൊരു ജടാരോമം പിഴുതെടുത്ത് വാസുകി മന്ത്രം ജപിച്ച് സൂര്യമിത്രന്റെ നേർക്കെറിഞ്ഞു. പെട്ടെന്ന് അത് ഒരു സർപ്പമായി രൂപാന്തരപ്പെട്ടു. ഉടൻ സൂര്യമിത്രൻ ഗരുഡമന്ത്രം ചൊല്ലി. മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ സൂര്യമിത്രൻ ആകാശത്തേക്കുയർന്നു. ദേവപ്രിയയും വിഷ്ണുവും പരിഭ്രമിച്ചു. അദ്ദേഹത്തെ കാണുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു ആകാശത്തിൽ ചിറകടിച്ചുകൊണ്ട് ഗരുഡൻ. അതിന്റെ വിരലിൽ ഇരുന്നു കൊണ്ട് സൂര്യമിത്രൻ. പറന്നു വന്ന വഴിക്ക് വാസുകിയെ കഴുത്തിലിട്ടുകൊണ്ട് ഗരുഡൻ തെക്കുദിക്കിലേക്ക് പറന്നുപോയി. എല്ലാവരും അമ്പരന്നുപോയി. നിമിഷങ്ങൾ കടന്നുപോയി. സൂര്യനാരായണനും ജയന്തനും ഇനി എന്തു ചെയ്യണമെന്ന് കരുതി പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ സൂര്യമിത്രൻ അതാ നിൽക്കുന്നു മുന്നിൽ. സൂര്യനാരായണ, ഇത് നോക്കൂ. നീ ഇതുവരെ നശിച്ചിട്ടില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും നിന്റെ ദുഷ്ടതകൾ കാരണം ദേഹത്തെ വിടാതിരിക്കുന്നു. സൂര്യമിത്രൻ അയാളെ നോക്കി പറഞ്ഞു. ഇത് കേട്ട സൂര്യനാരായണൻ തന്റെ ജ്വലിക്കുന്ന നയനങ്ങളാൽ നോക്കി. ഇന്ന് നിന്റെ അവസാനമാണ്. ഇതാ നിനക്കുള്ള ശില ഞാൻ ഒരുക്കുന്നു. സൂര്യമിത്രൻ ആഗ്നേയ മന്ത്രം ജപിച്ചു. ആകാശത്തു നിന്ന് തീ ഇറങ്ങി വന്നു. അതൊരു ചിതയുടെ രൂപത്തിലായി സൂര്യനാരായണനെ പൊതിഞ്ഞു. നിമിഷങ്ങൾക്കകം അയാൾ എരിഞ്ഞു ചാമ്പലാവുകയും ചെയ്തു. ഇനി നീയാണ് അല്ലേ? സൂര്യമിത്രൻ ജയന്തന്റെ നേർക്ക് നോക്കി. ജയന്തൻ പരിഭ്രമിച്ചു. മുത്തശ്ശൻ നശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ജയന്തന് രക്ഷയില്ലാതായി. ഇനി താൻ എന്തു ചെയ്താലും ഫലിക്കുകയില്ലെന്ന് ജയന്തന് ബോധ്യമായി. ജയന്തൻ എണീറ്റ് സൂര്യമിത്രൻ നമ്പൂതിരിയുടെ മുന്നിൽ വന്നു നിന്ന് കൈകൂപ്പി. ഇനി ഞാൻ അഹിതമൊന്നും ചെയ്യില്ല, സത്യം, അയാൾ ആണയിട്ടു. നോക്കൂ, ഇവൾ ദേവിയുടെ കാവൽക്കാരിയാണ്. ദേവിയുടെ സമ്മതത്തോടെയാണ് വിഷ്ണുവിനെ അവർ വരിച്ചത്. അയാളെ നശിപ്പിക്കാനല്ല, ഐശ്വര്യം പ്രഭാതം ചെയ്യാൻ. അവൾ ആരെയും ദ്രോഹിച്ചില്ല. പിന്നെ നീ എന്തിന് ഇവരെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടു? സൂര്യമിത്രൻ ചോദിച്ചു. എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് ഞാൻ കരുതിയതുമില്ല. മേലിൽ ഞാൻ ഒന്നും ചെയ്യില്ല. ജയന്തൻ വീണ്ടും സത്യം ചെയ്തു. ശരി, നീ പൊയ്ക്കോളൂ. സൂര്യമിത്രൻ അനുവദിച്ച് ജയന്തൻ പിന്തിരിഞ്ഞു നടന്നു. അയാൾ തിരിഞ്ഞു നോക്കിയതേയില്ല. ഇനി എന്താണ് വേണ്ടത്? സൂര്യമിത്രൻ ചോദിച്ചു. അത് കേട്ട് ദേവപ്രിയ വിഷ്ണുദേവനെ നോക്കി. അയാൾക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. ദേവിയെ വീണ്ടും ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചാൽ വേണ്ടില്ലായിരുന്നു. ദേവപ്രിയ സൂര്യമിത്രനോട് പറഞ്ഞു. അതിനെന്താ, ഞാൻ ചെയ്യാമല്ലോ. സൂര്യമിത്രൻ ഉടൻ തന്നെ കുരുക്ഷേത്രത്തു മനയിലെത്തി. ദേവി വിഗ്രഹം അവിടെ നിന്ന് അദ്ദേഹം കാവിൽ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ മന്ത്രതന്ത്രങ്ങൾ ചൊല്ലി ക്ഷേത്രത്തിനുള്ളിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു. ഇനി എനിക്ക് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ദേവപ്രിയ വിഷ്ണുവിനെയും സൂര്യമിത്രനെയും മാറി മാറി നോക്കി. എന്താണ്, പറയൂ, സൂര്യമിത്രൻ ചോദിച്ചു. ഇതാ 3-ാം യാമം അവസാനിക്കാൻ വിനാഴികകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയം ഇതോടെ അവസാനിക്കാറായി. ഞാനും നിങ്ങളോട് വിട പറയുകയായി. അവൾ ഈറനണിഞ്ഞ കണ്ണുകളോടെ വിഷ്ണുദേവനെ നോക്കി. വിഷ്ണുദേവന്റെ മുഖം പെട്ടെന്ന് മ്ലാനമായി. അങ്ങനെയൊന്ന് അവൾ പറയുമെന്ന് അയാൾ ഒരിക്കലും ചിന്തിച്ചതേയില്ലായിരുന്നു. തനിക്ക് പ്രതീക്ഷിക്കാത്ത ഐശ്വര്യങ്ങളെല്ലാം തന്ന ശേഷം തന്നോടൊത്ത് കഴിയുമെന്നാണ് അയാൾ കരുതിയത്. പക്ഷെ താൻ ഒരിക്കലും വിചാരിക്കാത്ത ഈ സന്ദർഭത്തിൽ അവൾ വിട്ടുപോകാൻ ഭാവിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്ക് അളവില്ലാത്ത സങ്കടമായി. അവൾ വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നു. അവർക്കെന്തെങ്കിലും പറയുവാൻ കാണുമെന്ന് കരുതി സൂര്യമിത്രൻ തിരുമേനി ആൾത്തറയിലേക്ക് പോയി അവിടെ ഇരുന്നു. ദേവപ്രിയ വിഷ്ണുദേവന്റെ അടുത്തു വന്നു. അവൾ അയാളുടെ മാറിൽ ചേർന്നു നിന്നു. എന്നെ ഒന്ന് ചുംബിക്കൂ. ഇനി ഈ ജന്മത്തിൽ നാം തമ്മിൽ ഈ രൂപത്തിൽ കാണുകയില്ല. അവൾ അയാളെ നോക്കി. നിലാവ് അവളുടെ കണ്ണുകളിൽ പ്രകാശിച്ചു. അയാൾ അവളുടെ കണ്ണുകളിൽ പ്രകാശിച്ചു. അയാൾ അവളുടെ ചുണ്ടുകളിൽ തന്റെ അധരങ്ങൾ അമർത്തി. അവളുടെ നഗ്നമായ ചുമലിലും പുറത്തും അയാളുടെ കരങ്ങൾ തഴുകി. ദീർഘമായ ഒരു ചുംബനത്തിൽ അവർ അലിഞ്ഞു ചേർന്നു. അല്പം കഴിഞ്ഞ് അവൾ അയാളിൽ നിന്ന് വഴുതിപ്പോയതുപോലെ മാറി. അവളുടെ ശിലാവിഗ്രഹത്തിനു നേർക്ക് അവൾ സാവധാനം നടന്നുപോയി. ഒടുവിൽ അവൾ അതിൽ ചേർന്നു നിന്നു. വിഷ്ണുദേവൻ നോക്കി നിൽക്കെ ദേവപ്രിയ
ആ ശിലാരൂപത്തിൽ അലിഞ്ഞു ചേർന്ന് ഇല്ലാതെയായി. ആ ശിലയുടെ നേത്രങ്ങളിൽ അപ്പോഴും കണ്ണുനീർ തുള്ളികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. വിഷ്ണു അവിടെ തന്നെ നിന്നു. അയാൾക്ക് ഒരടി പോലും ചലിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.